1940കളും 50കളും ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് പ്രദേശം സംഭവബഹുലമായിരുന്നു. വരും കാലത്ത് ഇന്ത്യ എന്തായിരിക്കണം എന്ന് നിർണയിച്ച ഒരുപിടി സംഭവ വികാസങ്ങൾ. വിഭജനം, അതിന്റെ മുറിവുകൾ, വിഘടനവാദം, പലായനം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള 10 വർഷം മഹാരാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗം സമാധാനമെന്തെന്നറിഞ്ഞിട്ടില്ല. 1950 ആണ്ട് അത്തരമൊന്നായിരുന്നു. 1950 ഇന്ത്യ എന്ന ആശയത്തിന് ഭരണഘടനാ രൂപം വരുത്തി പരമാധികാര റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ട അതേ ദിവസമാണ് ബോംബെ സംസ്ഥാനവും പിറവിയെടുത്തത്. മറാഠ്വാഡയും വിദർഭയും ഒഴികെയുള്ള മഹാരാഷ്ട്ര, നാട്ടുരാജ്യങ്ങളായി ചിതറിയിരുന്ന ബറോഡ, വെസ്റ്റേൺ ഇന്ത്യ, ഗുജറാത്ത്, ഡെക്കാനിലെ കോലാപൂർ എന്നിവ സംയോജിപ്പിച്ചാണ് ബോംബെ സംസ്ഥാനം രൂപീകരിച്ചത്. പഴയ ബോംബെ പ്രൊവിൻസ് പേര് മാറ്റി സംസ്ഥാനമാക്കിയെന്ന് മാത്രം. അങ്ങനെ 30ഓളം പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന, ആചാരങ്ങളിലും ജീവിത രീതിയിലും ഭക്ഷണത്തിലും സംസ്കാരത്തിലുമെല്ലാം ഒരു ചേർച്ചയുമില്ലാത്ത വലിയൊരു വിഭാഗം ഒറ്റ സംസ്ഥാനത്തിന് കീഴിലായി. രാഷ്ട്രീയത്തിനോ വിപ്ലവങ്ങൾക്കോ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാതിരുന്ന ബോംബെ സംസ്ഥാനത്തിന്റെ ആ പ്രൈമോഡിയൽ സൂപ്പിലേക്കാണ് 1950 സെപ്റ്റംബർ 17-ന് നരേന്ദ്ര ദാമോദർ ദാസ് മോഡി ജനിച്ചു വീണത്. വടക്കൻ ഗുജറാത്തിലെ മെഹ്സാന ജില്ലയിൽ ഒരു ചെറുപട്ടണമായ വഡ്നഗറിൽ. കേരളത്തോട് സാദൃശ്യപ്പെടുത്തി പറഞ്ഞാൽ വഡ്നഗറിനെ നമുക്ക് വടകരയോട് ഉപമിക്കാം. 6 കൂറ്റൻ വാതായനങ്ങളുള്ള വലിയൊരു കോട്ടമതിലിനുള്ളിലെ ചെറിയ പട്ടണമാണ് വഡ്നഗർ. മനുഷ്യരെക്കാൾ കൂടുതൽ ക്ഷേത്രങ്ങളും പ്രജകളെക്കാൾ കൂടുതൽ രാജാക്കന്മാരും രാജകുമാരന്മാരും വാണിരുന്ന നാട്. 1889 മെഹ്സാന വീരാങ്കം മീറ്റർ ഗേജ് പാത പൂർത്തിയായതോടെ വഡ്നഗറിൽ ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ വന്നു. അതിനെ ഉപജീവിച്ച് കുറച്ച് മനുഷ്യരും അവിടെ തമ്പടിച്ചു. വഡ്നഗറിൽ റെയിൽവേ വികസിച്ചപ്പോൾ പട്ടണത്തിലേക്ക് എത്തിയതാണ് മൂൽചന്ദ് മകൻലാൽ മോഡി. മോദ്ഗഞ്ച് സമുദായാംഗമായ അദ്ദേഹത്തിന്റെ കുടുംബം പരമ്പരാഗതമായി എണ്ണക്കച്ചവടക്കാരായിരുന്നു. ഗുജറാത്ത് സർക്കാർ പിന്നീട് OBC പട്ടികയിൽ ഉൾപ്പെടുത്തിയ സമുദായമാണ് മോദ്ഗഞ്ച്. പരുത്തിക്കുരു എണ്ണക്കച്ചവടവും പാട്ടഭൂമിയിൽ ചെറിയ തോതിൽ പരുത്തി കൃഷിയുമായി വഡ്നഗറിൽ കൂടിയ മൂൽചന്ദ് മകൻലാൽ മോഡി റെയിൽവേ സ്റ്റേഷന് സമീപം ഒരു ചെറിയ ഒറ്റനിര വീട് സ്വന്തമാക്കി. അദ്ദേഹത്തിന്റെ മകൻ ദാമോദർദാസ് മൂൽചന്ദ് മോഡി ചെറുപ്രായത്തിലെ എണ്ണക്കച്ചവടത്തിലേക്ക് വന്നെങ്കിലും വേരുപിടിച്ചില്ല. പണം നഷ്ടപ്പെട്ട മകനോട് വഡ്നഗർ റെയിൽവേ സ്റ്റേഷനിലെ ടീ സ്റ്റാൾ കരാറെടുത്ത് നടത്താൻ പിതാവ് ഉപദേശിച്ചു. ഇന്ത്യ വിഭജനത്തോടെ ഏതാണ്ട് വിജനമായ, ട്രെയിനുകൾ വരാതായ മീറ്റർ ഗേജ് സ്റ്റേഷനായിരുന്നു അക്കാലത്ത് വഡ്നഗർ. മില്ലുകളിലെ തൊഴിലാളികളുടെ കച്ചവടം കിട്ടുമെന്നതിനാൽ ദാമോദർദാസ് മോഡി സ്റ്റേഷനിലെ ചായക്കട ഏറ്റെടുത്തു. അദ്ദേഹം 20-ാം വയസ്സിൽ ഹീരാബെന്നിനെ വിവാഹം കഴിച്ചു. അവരുടെ 6 മക്കളിൽ മൂന്നാമനായിട്ടാണ് 1950 സെപ്റ്റംബർ 17-ന് നരേന്ദ്ര ദാമോദർദാസ് മോഡി ജനിച്ചത്. സോമ മോഡി, അമൃത് മോഡി, പ്രഹ്ലാദ് മോഡി, പങ്കജ് മോഡി, വാസന്തിബെൻ എന്നിവരായിരുന്നു സഹോദരങ്ങൾ. ഇന്ത്യ റിപ്പബ്ലിക്കായ, ബോംബെ സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട, ജനസംഘം പാർട്ടിക്ക് വേരുകൾ മുളച്ച, ഗാന്ധി വധത്തിന് ശേഷം നിരോധിക്കപ്പെട്ട RSS തിരിച്ചെത്തിയ വർഷം 1950. ആ ചരിത്ര മുഹൂർത്തത്തിൽ ജനിച്ച മോഡി വഡ്നഗറിലെ തണുത്ത രാഷ്ട്രീയത്തിലേക്ക് കണ്ണു തുറന്നു. പട്ടണത്തിലെ എണ്ണയാട്ടുന്ന മില്ലുകളുടെ തിണ്ണകളിൽ അമ്മ കൊച്ചുവർത്തമാനങ്ങൾക്ക് പോകുമ്പോൾ അവരുടെ മടിയിലിരുന്ന് പൊടിപാറുന്ന തെരുവുകളിലേക്ക് നോക്കി. സ്വതന്ത്ര ഇന്ത്യ, എല്ലാം ഒന്നു മുതൽ തുടങ്ങുകയാണ്. ഇന്ത്യ സ്വതന്ത്രമായിരുന്നെങ്കിലും ആരാധനാ സ്വാതന്ത്ര്യം മൗലികാവകാശമാണെങ്കിലും ബ്രാഹ്മണരുടെ സ്വന്തമായ ഹരികേശ്വർ മഹാദേവ ക്ഷേത്രത്തിനകത്ത് ആരാധന നടത്താനുള്ള ധൈര്യം അക്കാലത്തും ഹീരാബെന്നിനുണ്ടായിരുന്നില്ല. മക്കളെയും കൊണ്ട് അവർ ക്ഷേത്രത്തിന് പുറത്തുനിന്ന് തൊഴുതു. വഡ്നഗറിലെമ്പാടും ചിതറിക്കിടന്നിരുന്ന നാഗരശൈലിയിൽ വലിയ കമാനങ്ങളോടെ പണിത ക്ഷേത്രങ്ങളുടെ നിരകളിൽ അവർ മുട്ടിലിഴഞ്ഞ് മക്കൾക്കായി അപേക്ഷിച്ചു. ഹീരാബെന്നിന് അക്ഷരമറിയാമായിരുന്നു. അവർ നരേന്ദ്രനും സഹോദരങ്ങൾക്കും ഹരികഥ പറഞ്ഞു കൊടുക്കും, പഞ്ചതന്ത്രം വായിച്ചു കേൾപ്പിക്കും. വഡ്നഗർ റെയിൽവേ സ്റ്റേഷനിലെ അച്ഛൻ്റെ ടീ സ്റ്റാളിന് ചുറ്റും 6 മക്കളും ഓടിക്കളിച്ചു. പതുക്കെ സ്റ്റേഷനിലേക്ക് ട്രെയിനുകൾ തിരിച്ചു വന്നു. പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചിരുന്നു. 1951 സ്വതന്ത്ര ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ്. ആ വർഷം ഒക്ടോബർ 25-നും 1952 ഫെബ്രുവരി 21-നും ഇടയിൽ ഘട്ടങ്ങളായിട്ടാണ് അത് നടന്നത്. ആദ്യ ലോക്സഭയിലേക്ക് ഇന്ത്യക്കാർ 489 പേരെ തിരഞ്ഞെടുത്തയക്കേണ്ടതുണ്ടായിരുന്നു. അതോടൊപ്പം സംസ്ഥാനങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടന്നു. 1949 സ്ഥാനാർത്ഥികൾക്കായി 17,32,12,343 ഇന്ത്യക്കാർ വോട്ട് ചെയ്തു. 4,76,65,951 വോട്ടുകളോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 364 സീറ്റുകൾ നേടി. 44.99% വോട്ട്. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായി. പ്രധാന പ്രതിപക്ഷമായ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ചത് 10.59% വോട്ട് മാത്രം. സീറ്റ് പട്ടികയിൽ 5-ാം സ്ഥാനത്തായി RSSന്റെ രാഷ്ട്രീയ മാനസപുത്രനായ ജനസംഘം. ലഭിച്ചത് 32,46,361 ഇന്ത്യക്കാരുടെ വോട്ട്. ആകെ പോൾ ചെയ്തതിൽ 3.06%. 3 ജനസംഘക്കാർ ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ആദ്യ ലോക്സഭയിലെത്തി. ഫലം വരുമ്പോൾ നരേന്ദ്രമോദിക്ക് 1.5 വയസ്സ്. ബോംബെ സംസ്ഥാനത്ത് മൃഗീയ ഭൂരിപക്ഷത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലെത്തി. ബാലാസാഹിബ് ഗംഗാധർ ഖേർ സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. വഡ്നഗറിൽ ചലനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
ഇന്ത്യയും ബോംബെ സംസ്ഥാനവും നർമ്മദയും അതിന്റെ രാഷ്ട്രീയ നിറം മഷിയൊഴിച്ചുറപ്പിക്കുമ്പോൾ വഡ്നഗർ ഉറങ്ങിക്കിടന്നു. അവിടേക്ക് RSS എത്തും വരെ. ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാറിന്റെ തുണിയിൽ തീർത്ത കൂറ്റനൊരു ഛായാചിത്രമാണ് വഡ്നഗറിലേക്ക് ആദ്യമെത്തിയത്. അതിന് പിന്നാലെ കർസേവകരുടെ വേഷം ധരിച്ച് ഏതാനും പേർ മാർച്ച് ചെയ്തു വന്നു. ഹരികേശ്വർ മഹാദേവ ക്ഷേത്രത്തിന് മുന്നിൽ അവർ ഒന്നിനു പിന്നിൽ ഒന്നായി 3 വരികളായി നിന്നു. അവർ നാരായൺ ഭാസ്കർ ഖരെയുടെ നമസ്തേ സദാ വത്സലേ മാതൃഭൂമേ എന്നൊറ്റ സ്വരത്തിൽ പാടി. ആദ്യത്തെ RSS ശാഖ വഡ്നഗറിൽ പ്രവർത്തനം ആരംഭിച്ചു. നരേന്ദ്രമോദിയുടെ ജ്യേഷ്ഠ സഹോദരങ്ങൾ അന്ന് പ്രൈമറി സ്കൂളുകളിൽ പഠിക്കുകയാണ്. അവരുടെ തോളിലേറി ക്ഷേത്രമുറ്റത്തെ ശാഖാ പരിശീലനങ്ങളും പാട്ടുകളും കണ്ടു നിൽക്കുന്നത് നരേന്ദ്രന് വലിയ ഇഷ്ടമായിരുന്നു. അവരെന്താണ് പാടുന്നതെന്ന് അവന് മനസ്സിലായില്ല. അതവന്റെ അമ്മ അവനെ പഠിപ്പിക്കുന്ന ഭാഷയല്ല. അവരുടെ രാജ്യത്ത് 1000 ഭാഷയുണ്ടെന്നും എല്ലാ ഭാഷയിലും ഈ പ്രാർത്ഥന ഇങ്ങനെയാണെന്നും സഹോദരങ്ങൾ നരേന്ദ്രനോട് പറഞ്ഞു. എന്തായാലും അവർ കളികളെല്ലാം ക്ഷേത്രമുറ്റത്തേക്ക് മാറ്റി. കളികൾക്കിടയിൽ അവിടെ നടക്കുന്നത് എന്തെന്ന് കണ്ടു. അവരുടെ പ്രാർത്ഥനകളിൽ മാതൃഭൂമി എന്ന് എല്ലായ്പ്പോഴും അനുനാസികാസ്വരത്തിൽ ആവർത്തിക്കുന്നത് നരേന്ദ്രനെ ആകർഷിച്ചു. ഇത് തന്റെ മാതൃഭൂമിയാണെന്നും ഇവിടെ ഭയക്കാതെ ജീവിക്കാനും സ്വന്തം ഇഷ്ടങ്ങൾക്ക് മൂല്യം കാണാനും ചെറുപ്പത്തിലെ നരേന്ദ്രൻ പഠിക്കുകയായിരുന്നു. 4.5 വയസ്സുള്ളപ്പോൾ നരേന്ദ്രനെ വഡ്നഗർ പ്രൈമറി സ്കൂളിൽ ചേർത്തു. അതൊരു ചെറിയ കെട്ടിടമാണ്. ബ്രിട്ടീഷുകാർ വഡ്നഗറിലെ പട്ടീദർമാരെ ഭീഷണിപ്പെടുത്തിയും പ്രീണിപ്പിച്ചും പണിത ഭിത്തികൾ വിണ്ടുപൊട്ടിയ പൊടി നിറഞ്ഞ ക്ലാസ് മുറികൾ. നരേന്ദ്രന് അത് പക്ഷേ പഞ്ചതന്ത്രം കഥയിലെ ഒരു കൊട്ടാരം പോലെ തോന്നി. ബ്ലാക്ക് ബോർഡിലെ അക്ഷരങ്ങൾ ഒരു രംഗോലിയിലെ അഴകുള്ള വരകൾ പോലെ നൃത്തം ചെയ്തു. നരേന്ദ്രൻ വേഗത്തിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നില്ല. അധ്യാപകർ ഏറെ ക്ഷമ കാണിച്ചാണ് ഗുജറാത്തി അക്ഷരമാല അവനെ പഠിപ്പിച്ചത്. എന്നാൽ പുരാണ കഥകളുടെ കാര്യത്തിൽ അവൻ അങ്ങനെയായിരുന്നില്ല. കഥകൾ പറയുന്ന ഓരോ പീരീഡിലും ആകാംക്ഷയോടെ അവൻ അധ്യാപികയുടെ മുഖത്ത് നോക്കിയിരിക്കും. രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥകൾ, രാമന്റെ കർത്തവ്യബോധം, ഹനുമാന്റെ ശക്തി, അർജുനന്റെ ഏകാഗ്രത. നരേന്ദ്രൻ രാവിലെ ക്ലാസ്സിലെത്തുന്ന ആദ്യത്തെ അധ്യാപികയോട് ആവർത്തിക്കും, കഥ വേണം, കഥ മാത്രം മതി. സ്കൂളിലെത്തി അടുത്ത വർഷം മുതൽ, ഏതാണ്ട് 5.5 വയസ്സ് മുതൽ നരേന്ദ്രൻ അച്ഛനെ ചായക്കടയിൽ സഹായിക്കാൻ തുടങ്ങി. അവന്റെ സഹോദരങ്ങൾ അതിൽ വലിയ താല്പര്യം കാണിക്കാത്തപ്പോൾ നരേന്ദ്രൻ കെറ്റിലുകളുമായി മില്ലുകളിലേക്ക് ചായ കൊണ്ടുപോയി. മേശ തുടച്ചു. പ്ലാറ്റ്ഫോമിലെ അങ്ങേയറ്റത്തുള്ള പൈപ്പിൽ നിന്നും വെള്ളം കൊണ്ടുവന്നു. 6 വയസ്സിൽ അച്ഛൻ്റെ മേൽനോട്ടത്തിൽ ചായ ഉണ്ടാക്കി. അക്കാലത്ത് സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാരെ നിരീക്ഷിക്കുന്നതും റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള സംഭാഷണ ശകലങ്ങൾ കേൾക്കുന്നതും ഏതൊരു പാഠപുസ്തകത്തെക്കാളും അവനെ ഏറെ പഠിപ്പിച്ചു. ആളുകളെ നിരീക്ഷിക്കാനും അവരെ കേൾക്കാനും താല്പര്യമുണ്ടാക്കി. അവൻ കാണുന്ന ഏറ്റവും സാധാരണക്കാരായ ആളുകൾ പോലും അസാധാരണമായ കഥകൾ അറിയാവുന്നവരും അനുഭവിച്ചവരുമാണെന്നും മനസ്സിലാക്കി. 1958 ക്ഷേത്രമുറ്റത്തെ കൗതുകം നരേന്ദ്രന്റെ ഉള്ളിലേക്ക് ആഗ്രഹമായി വന്നെത്തി. ശാഖയിൽ അംഗമാകണം. മൂത്ത സഹോദരൻ കുറച്ചുനാൾ ശാഖയിൽ പോയിരുന്നു. അപ്പോൾ ചായക്കട ജോലി വിട്ട് നരേന്ദ്രനും അനുഗമിക്കും. നരേന്ദ്രന് 8 വയസ്സായിരുന്നപ്പോൾ രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ ഭാഗമായ ബാല സ്വയം സേവകായി. കുറച്ച് മിഠായികളും മധുരവുമായി ശാഖയിലേക്ക് ചെന്ന് അവൻ 3 വരികളായി നിന്ന മനുഷ്യരുടെ ഏറ്റവും മുന്നിൽ നിന്നു. അവർ താളത്തിൽ മാർച്ച് ചെയ്തു, മുദ്രാവാക്യങ്ങൾ വിളിച്ചു, കളിച്ചു, വ്യായാമം ചെയ്തു. അതിനുശേഷം ദീർഘമായ പ്രഭാഷണങ്ങളിൽ മുഴുകി. പ്രാർത്ഥനകളോടെ അസ്തമയ സൂര്യനെ വണങ്ങി വിയർത്ത് കുളിച്ച് വീട്ടിലേക്ക് പോയി. ശാഖയിലെ ശീലങ്ങളാണ് പിന്നീടുള്ള ജീവിതം മുഴുവൻ നരേന്ദ്രനെ പരുവപ്പെടുത്തിയത്. അവൻ അതിരാവിലെ ഉണരാനും ശരീരം ആരോഗ്യത്തോടെ സൂക്ഷിക്കാനും ദേശഭക്തി ഗാനങ്ങൾ മനഃപ്പാടമാക്കാനും ഇന്ത്യയുടെ നാഗരിക മഹത്വങ്ങളെക്കുറിച്ച് വായിക്കാനും തുടങ്ങി. RSS പ്രചാരകർ അധികം സംസാരിക്കുന്നില്ലെന്ന് നരേന്ദ്രൻ കണ്ടു. അവർക്ക് ആഴത്തിലുള്ള ബോധ്യങ്ങളുണ്ട്. അവരുടെ ലാളിത്യം നരേന്ദ്രനെ ആകർഷിച്ചു. അവർ വഡ്നഗറിലെ സാധാരണ ക്വാർട്ടേഴ്സുകളിലാണ് താമസിച്ചിരുന്നത്. ലളിതമായ ഭക്ഷണം, യാതൊന്നും തിരികെ ആവശ്യപ്പെടാതെ സേവനത്തിനായി സ്വയം അർപ്പിച്ചവർ. RSS മാത്രമല്ല, വഡ്നഗറിന്റെ നാഗരികതയും നരേന്ദ്രനെ രൂപപ്പെടുത്തിയ ഘടകങ്ങളാണ്. ബൗദ്ധർ ധ്യാനിച്ചിരുന്ന ഗുഹകളും ചരിത്രപ്രധാനമായ ക്ഷേത്രങ്ങളുമുള്ള വഡ്നഗറിലെ ഗലികളിലൂടെ പല വഴി ലക്ഷ്യമില്ലാതെ നരേന്ദ്രൻ നടക്കും. ഷർമിഷ്ഠ തടാകത്തിനരികിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ധ്യാനിച്ചിരുന്ന സന്യാസിമാരെ സങ്കല്പിക്കും. ഇന്ത്യയുടെ ആത്മീയ ചരിത്രത്തിൽ ആകൃഷ്ടനായിരുന്നെങ്കിലും വർത്തമാനകാലത്തിലെ യഥാർത്ഥ പോരാട്ടങ്ങളിൽ വേരൂന്നിയതായിരുന്നു ജീവിതം. അച്ഛനെ സഹായിക്കുക, സ്കൂളിൽ പോവുക. 1960 ഗുജറാത്ത് സംസ്ഥാനം രൂപീകരിച്ചു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണത്തിനു വേണ്ടി നടന്ന വർഷങ്ങളുടെ പ്രക്ഷോഭങ്ങൾക്കും രാഷ്ട്രീയ ചർച്ചകൾക്കും ശേഷം ബോംബെ സംസ്ഥാനം വിഭജിക്കപ്പെട്ടാണ് മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ യാഥാർത്ഥ്യമായത്. നരേന്ദ്രന് അന്ന് 10 വയസ്സ്. അന്ന് വഡ്നഗറിൽ തനിക്ക് പരിചയമില്ലാത്ത കൊടികൾ കണ്ടതും തെരുവിൽ പ്രസംഗങ്ങൾ കേട്ടതും നരേന്ദ്രൻ ഓർക്കുന്നു.
ഇതിനിടെ അഭിനയമോഹം മുട്ടിട്ടു. ശ്രാവണ പൂർണിമ ദിവസം ഹരികേശ്വർ മഹാദേവ ക്ഷേത്രത്തിൽ പരമശിവനും പാർവതിയും വേഷമിട്ട് നൃത്തം ചെയ്യുന്നതും ഭക്തർ അവരുടെ കാൽക്കൽ കാഴ്ചകൾ സമർപ്പിക്കുന്നതും കണ്ടുള്ള കമ്പമായിരുന്നു അത്. സ്കൂൾ നാടകങ്ങളിൽ നരേന്ദ്രൻ പുരാണ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. അഭിമന്യു, അർജുനൻ എന്നിവരുടെ വേഷങ്ങൾ. RSS അവതരിപ്പിച്ച 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു നാടകത്തിൽ ഭീഷ്മ പിതാമഹന്റെ വേഷം കെട്ടി ശരശയ്യയിൽ കിടന്ന് കർത്തവ്യത്തെയും ത്യാഗത്തെയും കുറിച്ച് നീണ്ട പ്രഭാഷണം നടത്തിയ നരേന്ദ്രൻ അന്ന് അഭിനന്ദനം വാരിക്കൂട്ടി. സായാഹ്നങ്ങൾ അച്ഛനെ സഹായിക്കലും RSS ശാഖയിലെ പരിശീലനവുമായി പോയി. സർക്കാർ ഉദ്യോഗസ്ഥർക്കും റെയിൽവേ ജീവനക്കാർക്കും ചായ എത്തിക്കുമ്പോൾ അതിനു പകരമായി അവർ ചിലപ്പോൾ പത്രങ്ങൾ വായിക്കാനോ അവരുടെ സംഭാഷണങ്ങളിൽ പങ്കെടുക്കാനോ അവനെ അനുവദിച്ചു. ആ ചിതറിയ സംഭാഷണങ്ങളിലൂടെ വിശാലമായ ലോകത്തെക്കുറിച്ച് നരേന്ദ്രന് ഉൾക്കാഴ്ചകൾ ലഭിച്ചു. നെഹ്റുവിന്റെ പ്രസംഗങ്ങൾ, ഇന്ത്യ ചൈന സംഘർഷങ്ങൾ, പഞ്ചവത്സര പദ്ധതികളുടെ പുരോഗതി. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിനിടയ്ക്ക് RSS ശാഖ നരേന്ദ്രന് മനസ്സിലാകാത്ത തരത്തിൽ മാറിപ്പോയിരുന്നു. ശാഖയിലെ അംഗങ്ങൾ അമർഷം അടക്കി പിടിച്ചാണ് സംസാരിച്ചിരുന്നത്. അതെന്തിനോടാണെന്ന് അവൻ അവൻ്റെ പ്രായത്തിലുള്ളവരോട് ചോദിച്ചു. ഇന്ത്യ ആക്രമിക്കപ്പെടുകയാണെന്നും അത് നാം ജീവനോടിരിക്കെ നമ്മുടെ ഹൃദയം കുത്തി നുറുക്കാൻ ശത്രുവിനെ അനുവദിക്കും പോലെയാണെന്നും അവർ പറഞ്ഞുകൊടുത്തു. പൂർണ്ണമായും മനസ്സിലായില്ലെങ്കിലും ആ യുദ്ധത്തിന്റെ ഒരു തലക്കിലുള്ളത് താൻ തന്നെയാണെന്നും മറുപുറത്തുള്ളത് തന്റെ ശത്രുവാണെന്നും നരേന്ദ്രന് ബോധ്യപ്പെട്ടു. RSS ശാഖയിൽ അവർ സംഭാവനകൾ ശേഖരിച്ചു. പുതപ്പുകൾ കൂമ്പാരമായി കൂട്ടി, സൈനികർക്ക് പിന്തുണ നൽകുന്ന കത്തുകൾ എഴുതി, മെഴുകുതിരികൾ കത്തിച്ച് ജാഗരണ യാത്രകൾ നടത്തി. യുദ്ധകാലത്ത് കുട്ടികളിൽ രാജ്യസ്നേഹം വളർത്താൻ സ്കൂളിൽ മേരാ ഭാരത് മഹാൻ എന്ന വിഷയത്തിൽ ഉപന്യാസ മത്സരം നടത്തി. നരേന്ദ്രന്റെ ഉപന്യാസമാണ് ടീച്ചർ ക്ലാസ്സിൽ ഉറക്കെ വായിച്ചത്. അവന്റെ സഹപാഠികളുടെ കണ്ണുകൾ വിടരുന്നത് നരേന്ദ്രൻ കണ്ടു. വാക്കുകൾക്ക് ശക്തിയുണ്ട്, ആശയങ്ങൾക്ക് സ്വാധീനമുണ്ട്, അവനതറിഞ്ഞു. വട്നഗറിലെ RSS ശാഖയിൽ വെച്ചാണ് പിന്നീട് തന്റെ രാഷ്ട്രീയ ഗുരുവും ആദ്യകാലങ്ങളിലെ വഴികാട്ടിയുമായിരുന്ന ലക്ഷ്മൺ റാവു ഇനാംദാറിനെ നരേന്ദ്രൻ കണ്ടുമുട്ടുന്നത്. വക്കീൽ സാഹിബ് എന്നാണ് ശാഖയിലെ മറ്റുള്ളവർ സ്നേഹത്തോടും ബഹുമാനത്തോടും അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ശാഖ ആ ക്ഷേത്രപറമ്പിലെ പരിശീലനവും പ്രഭാഷണവും മാത്രമല്ലെന്ന് ഇനാംദാറാണ് നരേന്ദ്രനോട് പറഞ്ഞത്. അത് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. നാഗ്പൂരിൽ നിന്ന് കൊൽക്കത്ത വരെയും കാശ്മീർ മുതൽ സിലോൺ കടലിടുക്ക് വരെയും അതിന് താല്പര്യങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമാവുക അല്ലെങ്കിൽ അതിൻ്റെ ഇരയാവുക. ഈ 2 തിരഞ്ഞെടുപ്പുകൾ മാത്രം ഇന്ത്യക്ക് ബാക്കിയാവുന്ന ഒരു സമയമുണ്ടാകുമെന്ന് ഇനാംദാർ നരേന്ദ്രനെ ഓർമ്മിപ്പിച്ചു. എന്നാൽ ഈ സമയം RSS അധികാരത്തെക്കുറിച്ച് സംസാരിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അധികാരം RSSന്റെ ലക്ഷ്യമല്ല, അതൊരു നിഴലായിരിക്കും. ഓരോ ഭാരതീയനിലും എത്ര തണലിലേക്ക് മാറി നിന്നാലും ഏതിരുട്ടിൽ ഒളിച്ചാലും ഒഴിഞ്ഞു മാറാനാവാത്ത നിഴൽ. അതിപ്പോൾ സേവനത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കൂ. സമയമാകുമ്പോൾ ദേശീയത എന്താണെന്ന് അത് ഭാരതത്തെ പഠിപ്പിക്കും. ഇനാംദാറിനെ കേൾക്കാൻ വേണ്ടി മാത്രമായി നരേന്ദ്രൻ ശാഖയിൽ പോകാൻ തുടങ്ങി. ശാഖാ പ്രഭാഷണങ്ങൾ നരേന്ദ്രൻ ദിനാന്ത്യത്തിൽ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നായി മാറി. അതിരാവിലെ മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ നരേന്ദ്രൻ ഉണർന്ന് വെളുത്ത ധോത്തിയും കറുത്ത തൊപ്പിയും കെട്ടി അടുത്തുള്ള മൈതാനത്തേക്ക് പോകും. സംഘത്തിലൂടെ അന്ന് ഗുജറാത്തിലെ തന്നെ പ്രമുഖ സ്വയംസേവകരായ വസന്ത് ഗജേന്ദ്ര ഗാഡ്കർ, നാഥാലാൽ ജഗ്ദ എന്നിവരെയും നരേന്ദ്രൻ പരിചയപ്പെട്ടു. അവർ നരേന്ദ്രനെ പോലുള്ള യുവ സ്വയംസേവകരുമായി ഇടപഴകുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചിന്തകൾ ശ്രദ്ധിക്കുകയും രാഷ്ട്രം, അതിൻ്റെ വെല്ലുവിളികൾ, അതിൻ്റെ ദിശ എന്നിവയെക്കുറിച്ച് ചിന്തിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. 1980 ഭാരതീയ ജനതാ പാർട്ടി ഗുജറാത്ത് സംസ്ഥാന ഘടകം രൂപീകരിക്കാൻ മുൻകൈയെടുത്തവരാണ് വസന്ത് ഗജേന്ദ്ര ഗാഡ്കറും നാഥാലാൽ ജഗ്ദയും. RSSന്റെ കാക്കിയും NCC കേഡറ്റുകളുടെ കാക്കിയും അക്കാലത്ത് നരേന്ദ്രൻ അണിഞ്ഞു. NCC നരേന്ദ്രൻ RSSൽ നിന്ന് പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ പൂർണ്ണമാക്കി. രാജ്യത്തോടുള്ള സ്നേഹം, അച്ചടക്കത്തോടുള്ള ആദരം, കടമയോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധത. ആ വർഷങ്ങളിൽ ക്ലാസ് മുറികളിൽ പുസ്തകം തിന്നല്ല നരേന്ദ്രൻ ജീവിച്ചത്. പരേഡ് മൈതാനങ്ങളിലായിരുന്നു അവൻ്റെ സ്വത്വം വെളിപ്പെട്ടത്. നരേന്ദ്രന്റെ മാതാപിതാക്കൾക്ക് അവൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ വ്യാപ്തി മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല. മാതാവ് ഹീരാബെൻ ചിലപ്പോൾ വിഷമിച്ചിരുന്നു. നരേന്ദ്ര, നീ എന്തിനാണ് അവിടെ ഇത്രയധികം സമയം ചിലവഴിക്കുന്നത്? മറ്റുള്ളവരെ പോലെ നീ എന്നെങ്കിലും ഒതുങ്ങി ജീവിക്കുമോ? അവർ ചോദിക്കുമായിരുന്നു. എന്നാൽ ശാഖയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ കണ്ട തിളക്കം, ക്ഷീണിതനും വിയർത്തവനുമെങ്കിലും ലക്ഷ്യബോധത്തോടെ തിളങ്ങുന്നവൻ, അത് ഹീരാബെന്നിന് പോലും നിഷേധിക്കാൻ കഴിഞ്ഞില്ല. നേതൃത്വം എന്നത് മറ്റുള്ളവർക്ക് മുകളിൽ സ്വയം പ്രതിഷ്ഠിക്കുന്നതിനെക്കുറിച്ചല്ലെന്ന് ആ കാലം അവനെ പഠിപ്പിച്ചു. അത് താൻ നയിക്കുന്നവർക്കൊപ്പം നിൽക്കുന്നതിനെക്കുറിച്ചാണ്. വെയിലത്ത് വിയർക്കുന്നതിനെക്കുറിച്ചാണ്. പരേഡ് മാർച്ചിൽ വീഴുകയും വീണ്ടും എഴുന്നേൽക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ്. പരിശീലന സെഷന് ശേഷം മൈതാനം വൃത്തിയാക്കുന്നതിനെക്കുറിച്ചാണ്. സഹപ്രവർത്തകർക്ക് വെള്ളം നൽകുന്നതിനെക്കുറിച്ചാണ്. 17-ാം വയസ്സിൽ നരേന്ദ്രൻ യശോദാബെൻ ചിമൻലാൽ മോഡിയുടെ ഭർത്താവായി. സമുദായ ആചാരമനുസരിച്ച് 2 കുടുംബങ്ങൾ പരസ്പരം കരാറാക്കിയ പരമ്പരാഗത ചടങ്ങായിരുന്നു അത്. പ്രണയമോ വട്നഗറിലെ ഗലികളിൽ ഒരുമിച്ച് പ്രാവുകളെ പറത്തലോ ഉണ്ടായില്ല. കാര്യങ്ങൾ ഇങ്ങനെയാണ് നടക്കുന്നത് എന്നൊരു ധാരണ മാത്രം. എന്നാൽ വിവാഹ ചടങ്ങുകൾ അവസാനിച്ച നിമിഷം മുതൽ ഒരു ഗൃഹസ്ഥന്റെ ജീവിതത്തിന് താൻ ഉതകുന്നവനല്ല എന്ന ധാരണ അവനുണ്ടായിരുന്നു.
അവൻ അതിനുവേണ്ടിയല്ല തയ്യാറെടുക്കപ്പെട്ടിട്ടുള്ളത്. ശാഖയിലെ ഏതോ ഒരു പൂജയോ സ്മരണാഞ്ജലിയോ കഴിഞ്ഞതുപോലെ ലളിതമായി അത് നരേന്ദ്രന് അനുഭവപ്പെട്ടു. അവന് ശത്രുതയോ ലജ്ജയോ തോന്നിയില്ല. പ്രസ്ഥാനത്തിൽ ബ്രഹ്മചര്യം ആവശ്യമായിരുന്നില്ല. എന്നാൽ അത് നിഷേധിക്കാനാവാത്ത യോഗ്യതയായിരുന്നു. നരേന്ദ്രന് സന്യാസിയാകണം. സന്യാസത്തിന്റെയും ആത്മത്യാഗത്തിന്റെയും ഏത് കൈവഴിയിൽ ചേരണമെന്നോ ആരുടെ പാത പിന്തുടരണമെന്നോ നരേന്ദ്രന് വ്യക്തതയില്ല. ആത്മാവിലേക്ക് തണുത്ത കാറ്റ് വീശിയടിക്കും പോലെ അവന് അക്കാലത്ത് അനുഭവപ്പെട്ടിരുന്നത് വിവേകാനന്ദന്റെ ആനന്ദമാർഗമാണ്. കർമ്മോത്സുകമാകുന്ന സന്യാസം. വിവേകാനന്ദനെ പോലെയാവുക, അതവന്റെ ലക്ഷ്യമായി. അങ്ങനെയാണ് നരേന്ദ്രൻ 17-ാം വയസ്സിൽ വീട് വിടുന്നത്. ഒരു രാത്രി ആരോടും യാത്ര പറയാൻ നിൽക്കാതെ നരേന്ദ്രൻ വഡ്നഗർ വിട്ടു. തന്റെ ചെറിയ റെയിൽവേ സ്റ്റേഷൻ, പരിശീലിച്ച പരേഡ് മൈതാനം, സ്കൂളിൽ നിന്നും ഓടി വീട്ടിലേക്കെത്തിയ ഇടവഴികൾ, തെരുവിലെമ്പാടും നിറയുന്ന എള്ളെണ്ണയുടെ മണം. യശോദാബെൻ, വഡ്നഗർ പിന്നിൽ മറയുകയായിരുന്നു. നരേന്ദ്രന്റെ കയ്യിൽ യാത്രയുടെ മാപ്പില്ലായിരുന്നു. വഴികളൊന്നും വ്യക്തമല്ല. ഇനിയുള്ള കാലം സന്യാസം എന്ന ചിന്ത മാത്രം. ഒളിച്ചോട്ടത്തേക്കാൾ തീർത്ഥാടനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒന്നാകണമതെന്ന് നരേന്ദ്രന് നിർബന്ധമുണ്ടായിരുന്നു. മഹാന്മാർ നടന്ന വഴികളിലേക്ക്, തന്നെക്കാൾ വലിയ ചോദ്യങ്ങളുമായി അന്വേഷകർ എരിഞ്ഞ ഇടങ്ങളിലേക്ക്. മഹാതീർത്ഥയാത്ര. സ്വാമി വിവേകാനന്ദന്റെ ആശയങ്ങൾ പിൻപറ്റാനാണ് നരേന്ദ്രൻ തീരുമാനിച്ചത്. അവൻ കിഴക്കോട്ട് യാത്ര ചെയ്തു. രാമകൃഷ്ണ മിഷന്റെ ആത്മീയ ഹൃദയമായ ബേലൂർ മഠത്തിലേക്കാണ് ആദ്യമെത്തിയത്. വഡ്നഗറിന് പുറത്തെ ലോകം സങ്കല്പിക്കുമ്പോഴെല്ലാം അവൻ വായിക്കുകയും സ്വപ്നം കാണുകയും ചെയ്തിരുന്നൊരു സ്ഥലമായിരുന്നു അത്. അവിടെ എത്തിയാൽ തന്നെ ഒരു സഹയാത്രികനായി സ്വീകരിക്കുമെന്ന് ഉറപ്പിച്ചിരുന്നു. നരേന്ദ്രൻ അറിയാം, ജീവിതം പലപ്പോഴും അങ്ങനെയാണ്. അതിന് മറ്റു പദ്ധതികളുണ്ടാകും. നരേന്ദ്രന് ബേലൂർ മഠത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടു. ഒരുപക്ഷെ നരേന്ദ്രൻ വളരെ ചെറുപ്പമായിരുന്നിരിക്കാം, ലക്ഷ്യമില്ലാത്തവനായിരുന്നിരിക്കാം, അസംസ്കൃതനായിരുന്നിരിക്കാം. എന്നാൽ ആ കവാടങ്ങൾക്ക് പുറത്ത് അവന്റെ ഹൃദയം പിന്തിരിയാൻ മടിച്ചു. നിരാകരണം നരേന്ദ്രനെ തളർത്തിയില്ല. പിന്നീടുള്ള യാത്രകളെ അത് മെച്ചപ്പെടുത്തി. കൊൽക്കത്തയിലേക്കാണ് പോയത്. ആനന്ദനഗരം ശബ്ദങ്ങളുടെയും നിറങ്ങളുടെയും വൈരുദ്ധ്യങ്ങളുടെയും ചുഴിയായിരുന്നു. ഹൂഗ്ലി നദിയുടെ തീരത്തൂടെ നടന്ന് പഴയ കൊളോണിയൽ കെട്ടിടങ്ങൾക്ക് മുന്നിലൂടെ ട്രാം കുലുങ്ങി കടന്നു പോകുന്നത് കണ്ടു. തലമുറകളിലേക്ക് വേരിറങ്ങിയ ആൽമരങ്ങളുടെ തണലിൽ നിശബ്ദമായിരുന്നു. ഓരോ നിമിഷവും ചരിത്രത്തിൽ കുതിർന്നതായി തോന്നി. മണ്ണ് വിപ്ലവങ്ങളെ ഓർക്കുന്നതായും വായു ടാഗോറിന്റെ വരികൾ മന്ത്രിക്കുന്നതായും തോന്നി. കൊൽക്കത്തയിൽ നിന്ന് സിലിഗുരിയിലേക്ക് പോയി. അത് കൂടുതൽ ശാന്തമായൊരിടമാണ്. മലഞ്ചെരുവുകളിൽ നേപ്പാളിന്റെയും ഭൂട്ടാന്റെയും അതിർത്തികളോട് ചേർന്ന് ഇന്ത്യ സ്വതന്ത്രയായെന്ന് പോലും അറിയാതെ തണുത്ത കാറ്റിൽ പൈൻ മരങ്ങളുടെയും സാധ്യതയുടെയും ഗന്ധത്തിൽ ആണ്ട് പൂണ്ട് ജീവിക്കുന്ന സിലിഗുരി. പലപ്പോഴും രാത്രികൾ പ്രാദേശിക ക്ഷേത്രങ്ങളിലോ ധർമ്മശാലകളിലോ ആണ് നരേന്ദ്രൻ ചിലവഴിച്ചിരുന്നത്. ഭക്ഷണം കുറവായിരുന്നു, സംഭാഷണങ്ങൾ വിരളം. നരേന്ദ്രൻ രോഗം ചലിക്കുന്ന മാർഗത്തിൽ നിന്ന് ഓടിപ്പോവുകയായിരുന്നില്ല, അത് ശ്രദ്ധിക്കാൻ പഠിക്കുകയായിരുന്നു. പാത അസമിലേക്ക് നീണ്ടു. വടക്കുകിഴക്കിന്റെ ഹൃദയമായ ഗുവാഹട്ടിയെ ബ്രഹ്മപുത്ര നദി തിടം വെച്ച് വളർത്തിയ നഗരത്തിന് സമീപം ഒരു പുരാതന കാവൽക്കാരനെ പോലെ ഒഴുകി. കഴിയുന്നിടത്തെല്ലാം നരേന്ദ്രൻ സന്നദ്ധ പ്രവർത്തനം നടത്തി. ക്ഷേത്രമൈതാനങ്ങളിൽ തൂത്തുവാരി, പുരോഹിതരെ സഹായിച്ചു. ഉടുത്ത വസ്ത്രത്തിന് പുറമെ 2 ജോഡി മാത്രമേ അധികമായുള്ളൂ. ചെല്ലുന്നയിടങ്ങളിലെ പ്രധാന ഘാട്ടുകളിൽ നരേന്ദ്രൻ കുളിക്കുകയും വസ്ത്രങ്ങൾ കഴുകുകയും ചെയ്തു. ക്ഷേത്രങ്ങളിലെ നൈവേദ്യവും പ്രസാദമായ റൊട്ടിയുമായിരുന്നു പ്രധാന ഭക്ഷണം. ക്ഷേത്രങ്ങളിൽ അടിഞ്ഞുകൂടുന്ന നൂറുകണക്കിന് അശരണർക്കും ഭിക്ഷക്കാർക്കുമൊപ്പമായിരുന്നു അക്കാലത്ത് ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയുടെ ഊണും ഉറക്കവും. അലച്ചിലിനിടയിലും അസ്വസ്ഥത നരേന്ദ്രന്റെ കൂട്ടാളിയായിരുന്നു. ഒരിടത്തും കൂടുതൽ കാലം തങ്ങാൻ കഴിഞ്ഞില്ല. കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ കാണാനുമുള്ള ആഗ്രഹം മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നു. ഉത്തരാഖണ്ഡിലെ മലനിരകളിൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അൽമോറയിലെ രാമകൃഷ്ണ ആശ്രമത്തെക്കുറിച്ച് നരേന്ദ്രൻ കേട്ടിരുന്നു. നിശബ്ദതയും സാധനയും കൈകോർത്ത് നടക്കുന്ന ഒരിടം. ഹിമാലയൻ നിശബ്ദതയിൽ താൻ ധ്യാനിക്കുന്നതും ജീവിതം താൻ ആഴത്തിൽ ആഗ്രഹിച്ച അത്രയും വ്യക്തതയോടെ കണ്ടെത്തുന്നതും നരേന്ദ്രൻ സങ്കല്പിച്ചു. അൽമോറയിലേക്കുള്ള യാത്ര ദുഷ്കരമായിരുന്നു. ചുറ്റിത്തിരിയുന്ന മലമ്പാതകൾ, തണുത്ത കാറ്റും ഭക്ഷണവും. നരേന്ദ്രന്റെ ഹൃദയം പ്രതീക്ഷയാൽ നിറഞ്ഞിരുന്നു. ഇത്തവണ അൽമോറ ആശ്രമത്തിലും അവൻ നിരാകരിക്കപ്പെട്ടു. നിരാശയുടെ കുത്ത് അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് ലോകം തന്റെ നേർക്ക് വാതിലുകൾ കൊട്ടിയടയ്ക്കുന്നത്? ആ ചോദ്യം കുറച്ചുകാലം നരേന്ദ്രനെ വേട്ടയാടി. എന്നാൽ പതിയെ നിശബ്ദത ഉത്തരം നൽകാൻ തുടങ്ങി. ഒറ്റപ്പെടൽ ഒരു ക്ഷേത്രത്തിനോ സന്യാസിക്കോ പഠിപ്പിക്കാൻ കഴിയാത്തത് അവനെ പഠിപ്പിച്ചു. തന്റെ യാത്ര യാഥാർത്ഥ്യമാകാൻ ലോകം അതിനെ സാധൂകരിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. നരേന്ദ്രൻ അൽമോറയിൽ നിന്ന് തിരിഞ്ഞു നടന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘം RSS എപ്പോഴും തന്നോട് ഇണങ്ങുകയും തന്റെ ചിന്തകളെ പ്രകോപിപ്പിക്കുകയും ചെയ്ത അതേ ഇടത്തിലായിരുന്നു തന്റെ ഹൃദയമെന്ന് ഇപ്പോൾ നരേന്ദ്രന് അറിയാം. അവിടെയാണ് അവൻ തന്റെ പ്രയാണങ്ങളുടെ അവസാനം കണ്ടെത്തിയത്. ഒരാശ്രമത്തിന്റെ നിശബ്ദതയിലല്ല, സേവനത്തിന്റെ ചിട്ടയായ താളത്തിൽ. 1969 നരേന്ദ്രമോദി ഗുജറാത്തിലേക്ക് മടങ്ങി. മനസ്സുകൊണ്ട് ഉപേക്ഷിച്ച വഡ്നഗറിലേക്ക് പോയില്ല. അഹമ്മദാബാദിൽ തങ്ങി. ഇത്തവണ ശാഖയിലെ 3 വരി മനുഷ്യരിൽ മുന്നിലെയാളല്ല, ഔദ്യോഗികമായി RSS മെമ്പർഷിപ്പ് നേടിയാണ് നരേന്ദ്രൻ തുടങ്ങിയത്. ദിനവൃത്താന്തം പഴയതു തന്നെ. കായിക പരിശീലനം, പ്രത്യയശാസ്ത്ര പഠനം, സാമൂഹിക പ്രവർത്തനം. സ്വത്തുക്കളോ സുഹൃത്തുക്കളോ ഇല്ലായിരുന്നു. ഒരു തുണിസഞ്ചി, ഏതാനും പുസ്തകങ്ങൾ, ലക്ഷ്യബോധത്താൽ നിറഞ്ഞു തുളുമ്പുന്ന ഒരു ഹൃദയം.
അഹമ്മദാബാദിലെമ്പാടും നരേന്ദ്രൻ നിരന്തരം യാത്ര ചെയ്തു, ശാഖകൾ സംഘടിപ്പിച്ചു, യുവാക്കളെ ഉപദേശിച്ചു, ഗ്രാമങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി. വർഷങ്ങൾ കടന്നുപോയി. ലക്ഷ്യമില്ലായ്മയുടെ ഭാരം നരേന്ദ്രന് അനുഭവപ്പെട്ടില്ല. എടുത്ത പ്രതിജ്ഞകൾ: ബ്രഹ്മചാരിയായി ജീവിക്കാൻ, അധികാരത്തിനോ സ്ഥാനത്തിനോ ആഗ്രഹിക്കാതെ സേവിക്കാൻ അവനെ ഉറപ്പിച്ചു നിർത്തി. RSSന് വേണ്ടിയുള്ള അലച്ചിലും ചെറിയ പ്രഭാഷണങ്ങൾ കൊണ്ടും ജീവിതം മുന്നോട്ടു പോകുമായിരുന്നില്ല. 1970 അഹമ്മദാബാദിൽ അമ്മാവൻ ബാബുഭായ് മോഡിയോടൊപ്പമായിരുന്നു നരേന്ദ്രന്റെ താമസം. ഗുജറാത്ത് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ് സ്റ്റാൻഡിൽ അമ്മാവൻ കാന്റീൻ നടത്തിയിരുന്നു. നരേന്ദ്രൻ കാന്റീനിൽ ജോലി ചെയ്തു. മേശ തുടച്ചു, സപ്ലയറായി, കുശിനിക്കാരനായി. കാന്റീനിലെ ജോലി കടുപ്പമായിരുന്നു. അഹമ്മദാബാദിലെ ഗലികളിൽ RSS പ്രചാരണവും ഇതോടൊപ്പം നടക്കണം. ആഴ്ചയിൽ 5 ദിവസം നരേന്ദ്രൻ അമ്മാവന്റെ കടയിൽ കഠിനമായി അധ്വാനിക്കും. വൈകിട്ട് ശാഖയിലേക്ക് പോകും. RSSന്റെ അക്കാലത്തെ അഹമ്മദാബാദ് ഓഫീസ് പ്രാകൃത രൂപത്തിലുള്ളതാണ്. പൊട്ടിപ്പൊളിഞ്ഞ കസേരകളിലും ബെഞ്ചുകളിലും ഇരിക്കുന്ന സ്വയംസേവകർക്ക് RSS വിഭാവനം ചെയ്യുന്ന സ്വാഭിമാന ഭാരതത്തെക്കുറിച്ച് നരേന്ദ്രൻ പഠന ക്ലാസ് എടുക്കും. ഇതേ ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് അന്ന് തന്നെ വൈകിട്ട് കാന്റീനിൽ മോഡി ചായ സപ്ലൈ ചെയ്യും. അതൊരു അഭിമാനക്കുറവായി അദ്ദേഹത്തിന് തോന്നിയിരുന്നില്ല. RSSന്റെ സേവനം എന്ന ആശയത്തെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതായി മാത്രം കരുതി. കാന്റീനിലെ ഒരു മൂലയിൽ വിരിച്ച് രാത്രി കിടന്നുറങ്ങും. അപ്പോഴാണ് പുസ്തക വായന. കൂടുതലും വിവേകാനന്ദന്റെയും ഹെഡ്ഗേവാറിന്റെയും ആശയങ്ങൾ. വീർ സവർക്കറെക്കുറിച്ച് പഠിക്കും. കീഴടങ്ങാൻ തയ്യാറില്ലാത്തവർക്ക് മാത്രമേ സ്വാഭിമാന ജന്മഭൂമി സാധ്യമാക്കാനാകൂവെന്ന് മനസ്സിൽ 100 വട്ടം ഉരുവിടും. അഹമ്മദാബാദിൽ വെച്ച് വഡ്നഗറിലെ ശാഖയിൽ തന്റെ രാഷ്ട്രീയ ഗുരുവായി നരേന്ദ്രൻ മനസ്സിൽ കണ്ടിരുന്ന ലക്ഷ്മൺ റാവു ഇനാംദാറിനെ വീണ്ടും കണ്ടുമുട്ടി. അദ്ദേഹം ഒരു പഠന ക്ലാസ് നയിക്കാനെത്തിയതായിരുന്നു. വഡ്നഗറിൽ ഒരു കുട്ടിയായിരുന്നപ്പോൾ തന്റെ ചിന്തകളെ ആദ്യമായി രൂപപ്പെടുത്തിയ മനുഷ്യൻ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ അവൻ നിന്നു. റെയിൽവേ സ്റ്റേഷനിലെ ചായക്കടക്കാരൻ പയ്യനായിട്ടല്ല, തീവ്രമായ ഊർജം നിറഞ്ഞ, ദിശാബോധം തേടുന്ന, ലക്ഷ്യം തേടുന്ന അസ്വസ്ഥനായ ഒരു യുവാവായി. നരേന്ദ്രൻ ഇനാംദാറിനോടെല്ലാം പറഞ്ഞു. ബ്രഹ്മചര്യം കാംക്ഷിച്ച് വീട്ടിൽ നിന്ന് ഒളിച്ചോടിയത്, കിഴക്കോട്ട് യാത്ര ചെയ്തത്, ഭിക്ഷക്കാർക്കൊപ്പം 1.5 വർഷത്തോളം കിടന്നുറങ്ങിയത്, ബേലൂർ മഠത്തിൽ നിന്നും രാമകൃഷ്ണ മിഷനിൽ നിന്നും തിരസ്കാരം നേരിട്ടത്, ഒരു സന്യാസിയാവുക അസാധ്യമാണെന്ന തിരിച്ചറിവുണ്ടായത്, എല്ലാം പറഞ്ഞു. ഇനാംദാർ നരേന്ദ്രനോട് ചോദിച്ചു, RSSനെ കുറിച്ചല്ല, രാഷ്ട്രീയത്തെക്കുറിച്ച് നിനക്ക് എത്ര അറിയാം? നരേന്ദ്രൻ സംസാരിച്ച് അധികമാകും മുമ്പ് ഇനാംദാർ തടസ്സപ്പെടുത്തി. രാഷ്ട്രത്തെ സാമാന്യവൽക്കരിക്കുന്ന രാഷ്ട്രീയമല്ല, കക്ഷി രാഷ്ട്രീയമാണ് താൻ ഉദ്ദേശിച്ചത്. നരേന്ദ്രന് അതറിയുമായിരുന്നില്ല. അധികാരം വരുന്ന വഴി, കക്ഷികൾ രൂപീകരിക്കപ്പെടുന്നത്, പുതിയ നേതാക്കൾ ഉണ്ടാകുന്നത്, അവർ രാജ്യത്തെ ജനങ്ങളെ ഗൗനിക്കാതിരിക്കുന്നത്, ഇതൊന്നും നരേന്ദ്രൻ അതുവരെ ചിന്തിച്ചിരുന്നില്ല. RSS, അതിൻ്റെ മാനവസേവ, അതുമാത്രമേ അറിയാമായിരുന്നുള്ളൂ. ഇനാംദാർ അവനോട് പറഞ്ഞു, നരേന്ദ്ര, നീ ആത്മീയ സന്യാസിയല്ല, രാഷ്ട്രീയ സന്യാസിയാവൂ. നമ്മുടെ രാജ്യത്തിന് അത്തരക്കാരെ ആവശ്യമുണ്ട്. അഹമ്മദാബാദിലെ റോഡ് ട്രാൻസ്പോർട്ടേഷൻ കോർപ്പറേഷൻ ബസ് സ്റ്റാൻഡിലെ കാന്റീനിൽ ആ നിമിഷത്തിലാണ് നരേന്ദ്രൻ പിന്നീട് തൻ്റെ ജീവിതം എന്നേക്കുമായി മാറ്റിയ ആ ഉപദേശം കേട്ടത്. അവനത് മനസ്സുകൊണ്ടും ആത്മാവുകൊണ്ടും സ്വീകരിച്ചു. ആ ദിവസങ്ങളിൽ ഇന്ത്യ ഒരു വഴിത്തിരിവിലായിരുന്നു. വിഭജനത്തിൻ്റെ മുറിവുകൾ ഇനിയും ഉണങ്ങിയിട്ടില്ല. അതിന്മേൽ ഒരു പുതിയ വ്രണം രൂപപ്പെട്ടിരിക്കുന്നു. അവിഭക്ത പാകിസ്ഥാൻ. കിഴക്കൻ ബംഗാളികൾക്ക് പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം. അവരുടെ മുറവിളികൾ ഗുജറാത്തിലും അലയൊലികൾ ഉണ്ടാക്കി. ഇക്കാര്യം അച്ചടിക്കാൻ ധൈര്യപ്പെട്ട ചില പത്രങ്ങളിൽ അടിച്ചമർത്തലിൻ്റെ കഥകൾ, സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ജനതയുടെ വിലാപം എന്നിവയിൽ നിറഞ്ഞിരുന്നു. ആ പോരാട്ടത്തിന്റെ ഹൃദയമായിരുന്നു മുക്തിബാഹിനി. ബംഗ്ലാദേശികളെ വിമോചിപ്പിക്കാൻ ഉറച്ച് ജീവൻ കൊടുക്കാനിറങ്ങിയ മുക്തിബാഹിനി. ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രതീക്ഷയുടെ പ്രതീകമായി മാറിയ പ്രതിരോധ പ്രസ്ഥാനം. നരേന്ദ്രന് അന്ന് 21 വയസ്സായിരുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രത്യയശാസ്ത്രത്തെ രാഷ്ട്രീയ അർത്ഥത്തിൽ കൂട്ടിയിണക്കിയ ജനസംഘം 1971 അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഒരു സത്യാഗ്രഹം സംഘടിപ്പിച്ചു. മുക്തിബാഹിനിക്കും കിഴക്കൻ പാകിസ്ഥാനിലെ അവരുടെ ന്യായമായ പോരാട്ടത്തിനും ഇന്ത്യൻ സർക്കാരിന്റെ സജീവ പിന്തുണ ആവശ്യപ്പെടുകയായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. 1964 ജവഹർലാൽ നെഹ്റു അന്തരിച്ചതിന് ശേഷം ഇന്ത്യയിൽ ഇന്ദിരായുഗമായിരുന്നു. കിഴക്കൻ ബംഗാളിൽ ഇടപെടാൻ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ മടിച്ചു നിന്നു. അവരുടെ നയതന്ത്രം ജാഗ്രതയുള്ളതായിരുന്നു. അവരുടെ വാക്കുകൾ സംയമനം പാലിച്ചു. അത് ഭീരുത്വമാണെന്നാണ് RSSും ജനസംഘവും വിശ്വസിച്ചത്. ഇന്ത്യയുടെ ആത്മാവ് പരീക്ഷിക്കപ്പെടുകയാണെന്ന് RSS പ്രഖ്യാപിച്ചു. മുക്തിബാഹിനിക്ക് ഇന്ത്യ പിന്തുണ നൽകണം. ഇന്ത്യയുടെ കിഴക്കൻ വാതിലിൽ വംശഹത്യ നടക്കുന്നത് നോക്കി നിൽക്കരുത്. ലക്ഷ്മൺ റാവു ഇനാംദാർ നരേന്ദ്രനെ ഉപദേശിച്ചു. ഈ ക്യാൻറ്റീനിലെ അഴുക്ക് പിടിച്ച കാക്കി ഊരിവെക്കണം. RSSന്റെ ശുദ്ധിയുള്ള കാക്കി എണ്ണ തൊട്ട് തേച്ച് മടക്കി പെട്ടിയിലെടുത്ത് വയ്ക്കണം. ഡൽഹിക്ക് പോകണം. കഴിയുമെങ്കിൽ അടൽ ബിഹാരി വാജ്പേയിയെ കാണണം. മുക്തിബാഹിനിയെ അനുകൂലിച്ച് RSSും ജനസംഘവും നടത്തുന്ന ഡൽഹിയിലെ സമരത്തിൽ കൈമേ മറന്ന് പോരാടണം. നരേന്ദ്രൻ രാഷ്ട്രീയ ഗുരുവിന്റെ ഉപദേശം സ്വീകരിച്ചു. ഡൽഹിയിലേക്ക് പോയി.
സത്യാഗ്രഹത്തിന്റെ ഹൃദയത്തിലേക്ക് നിശബ്ദമായി കടന്നു ചെന്നു. അന്ന് അവിടെ കൂടിയിരുന്ന രാജ്യസ്നേഹികളുടെ കൂട്ടത്തിലെ ഒരു മുഖം മാത്രമായിരുന്നു നരേന്ദ്രൻ. അവരുടെ കണ്ണുകൾ ലക്ഷ്യബോധത്താൽ ജ്വലിച്ചു. മുദ്രാവാക്യങ്ങൾ മുഴക്കി, പ്ലക്കാർഡുകൾ വീശി ബംഗാളി ജനതയെ പിന്തുണയ്ക്കാൻ നേതാക്കളോട് ആഹ്വാനം ചെയ്തു. ഡൽഹി പോലീസ് സമരം അടിച്ചമർത്താൻ ശ്രമിച്ചു. നരേന്ദ്രനടക്കം 300ഓളം പേരെ അറസ്റ്റ് ചെയ്തു. മറ്റുള്ളവരോടൊപ്പം വലിച്ചിഴച്ച് തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോയി. നരേന്ദ്രന് അതൊരു വിചിത്ര നിമിഷമായിരുന്നു. തിഹാറിന്റെ തണുത്ത ഇരുമ്പ് കമ്പികൾക്ക് പിന്നിൽ താൻ ബന്ധിതനായിരിക്കുന്നു. എന്തെന്നില്ലാത്ത ആവേശമാണ് ആ 21കാരന് തോന്നിയത്. താൻ ശരിയായ പാതയിലാണെന്ന് അവന്റെ ഹൃദയം പറഞ്ഞു. മങ്ങിയ വെളിച്ചവും അസ്വസ്ഥമായ രാത്രിയുടെ ശബ്ദങ്ങളും മാറ്റൊലിക്കുന്ന ആ ജയിൽ മുറി ഒരുതരം ക്ലാസ് മുറിയായി. ആ കുറച്ചു ദിവസങ്ങളിൽ അവൻ ഏതൊരു പുസ്തകത്തിൽ നിന്നും പഠിച്ചതിനേക്കാൾ കൂടുതൽ ധൈര്യത്തെക്കുറിച്ചും സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നതിന്റെ വിലയെക്കുറിച്ചും പഠിച്ചു. 33 ദിവസങ്ങൾക്ക് ശേഷം നരേന്ദ്രൻ ജയിൽ മോചിതനായി. പുറത്തിറങ്ങിയെങ്കിലും നരേന്ദ്രന് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ കഴിഞ്ഞില്ല. ആ ഹ്രസ്വകാല തടവ് ഒരു ശിക്ഷയായിരുന്നില്ല, അതൊരു ദീക്ഷയായിരുന്നു. അവനവനു വേണ്ടി ബലിയിട്ട് ഇന്ത്യയുടെ ആത്മാവിലേക്ക് സന്യാസത്തിനായി ഇറങ്ങിത്തിരിച്ച ദീക്ഷ. അഹമ്മദാബാദിലേക്ക് നരേന്ദ്രൻ തിരിച്ചു വന്നത് ചിലതെല്ലാം മനസ്സിൽ ഉറപ്പിച്ചായിരുന്നു. വന്നപാടെ ആദ്യം കാണാനോടിയത് ഇനാംദാറിനെ. പ്രാദേശിക ശാഖയുടെ ഒരു നിശബ്ദ കോണിലിരുന്ന് അവൻ അദ്ദേഹത്തോടെല്ലാം പറഞ്ഞു. ഡൽഹിയെക്കുറിച്ചും പ്രതിഷേധത്തെക്കുറിച്ചും തിഹാർ ജയിലിനെക്കുറിച്ചും ഇപ്പോൾ തനിക്കുള്ളിൽ കൂടുതൽ പ്രകാശത്തോടെ ജ്വലിക്കുന്ന തീയെക്കുറിച്ചും. അദ്ദേഹം അവനെ ദീർഘനേരം നോക്കി, കണ്ണു ചിമ്മാതെ. പിന്നെ അദ്ദേഹത്തിന് മാത്രം സ്വന്തമായ ശാന്തമായ അധികാരത്തോടെ പറഞ്ഞു, നരേന്ദ്ര, ഇപ്പോൾ നിങ്ങൾ രാഷ്ട്രത്തിനായി പൂർണ്ണമായി സമർപ്പിക്കേണ്ട സമയമാണ്. മനസ്സിൽ ഉറച്ച കാര്യങ്ങളെ താങ്ങി നിർത്തിയ വാക്കുകൾ. നരേന്ദ്രൻ കൂടുതലായി വായിക്കാൻ തുടങ്ങി. ഇത്തവണ ആത്മീയതയിലൂന്നിയ രാഷ്ട്രസങ്കല്പത്തെക്കുറിച്ചല്ല, മറിച്ച് കക്ഷി രാഷ്ട്രീയത്തെക്കുറിച്ചും പാർലമെന്ററി ജനാധിപത്യത്തെക്കുറിച്ചും. അമ്മാവന്റെ ക്യാന്റീനിലെ ജോലി ഉപേക്ഷിച്ചു. തനിക്കുള്ളതെല്ലാം കെട്ടിപ്പൊട്ടി. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഒരു മുഴുവൻ സമയ പ്രചാരകനായി നരേന്ദ്രനെ സംഘടന അംഗീകരിച്ചു. RSSന്റെ അഹമ്മദാബാദിലെ താൽക്കാലിക താവളത്തിലേക്ക് നരേന്ദ്രൻ താമസം മാറ്റി. പ്രഭാതങ്ങൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ആരംഭിച്ചു. ശാഖയിലെ ദിനചര്യകൾ കഴിഞ്ഞ് യാത്രകൾ തുടങ്ങി. ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്ത് പുതിയ ശാഖകൾ പ്രവർത്തനം ആരംഭിച്ചു. വർക്ക്ഷോപ്പുകൾ നടത്തി, മീറ്റിംഗുകൾ സംഘടിപ്പിച്ചു. സംഘടനയുടെ വേരുകൾ ശക്തിപ്പെടുത്തി. സന്നദ്ധ പ്രവർത്തകരുടെ വീടുകളിൽ താമസിച്ചു. നിലത്ത് കിടന്നുറങ്ങി. നൽകിയതെന്തായാലും കഴിച്ചു. പണത്തിന് ജീവിതത്തിൽ സ്ഥാനമില്ലായിരുന്നു, ദൗത്യം മാത്രം. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധം വിജയകരമായി അവസാനിച്ചപ്പോഴും ആഭ്യന്തര പിരിമുറുക്കങ്ങൾ വർദ്ധിച്ചിരുന്നു. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും വ്യാപകം. പഞ്ചവത്സര പദ്ധതികളിൽ ഒരു വിഭാഗം സംശയം പ്രകടിപ്പിച്ചു തുടങ്ങി. സോഷ്യലിസ്റ്റ് ചേരി ശക്തിപ്പെട്ടു വരുന്നു. ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ കൂടുതൽ സ്വേച്ഛാധിപത്യപരമായി പെരുമാറാൻ തുടങ്ങി. മുഴുവൻ സമയ പ്രചാരകന്റെ ചുമതല വഹിച്ച് ഗുജറാത്തിലെമ്പാടും RSS ശാഖകൾ വ്യാപകമാക്കാനുള്ള അലച്ചിലിനിടയിൽ രാഷ്ട്രീയം, പ്രത്യയശാസ്ത്രം, ഭരണം, നേതൃത്വം എന്നിവയെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി അറിയാൻ നരേന്ദ്രന് ആഗ്രഹം തോന്നി. പൊളിറ്റിക്കൽ സയൻസിൽ ഒരു ബിരുദം വേണം. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ഓപ്പൺ ലേണിംഗിൽ വിദൂര വിദ്യാഭ്യാസ സ്കീമിൽ നരേന്ദ്രൻ ചേർന്നു. യാത്രകൾക്കിടയിൽ പഠിക്കാൻ തുടങ്ങി. സ്വയം ചോദ്യങ്ങൾ ചോദിച്ചുള്ള രസകരമായ പഠനം. 1978 നരേന്ദ്രൻ പൊളിറ്റിക്കൽ സയൻസിൽ BA ബിരുദം നേടി. അതൊരു നിശബ്ദമായ നേട്ടമായിരുന്നു. ആർഭാടമോ ആഘോഷമോ ഉണ്ടായിരുന്നില്ല. അക്കാഡമിക് യാത്ര തുടർന്നു. ഇത്തവണ ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 1983 പൊളിറ്റിക്കൽ സയൻസിൽ മാസ്റ്റർ ഓഫ് ആർട്സ് ബിരുദം നേടി. ഇക്കാലത്തിനിടെ ഇന്ത്യ ഇനി ഒരിക്കലും പഴയതുപോലെയാകാത്ത രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വേദിയായി മാറിക്കഴിഞ്ഞിരുന്നു. 1975 ജൂണിൽ ഇന്ത്യ അതിന്റെ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളിലൊന്നിലൂടെ കടന്നുപോയി. തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ മൂലം 1971 തിരഞ്ഞെടുപ്പ് വിജയം അസാധുവാക്കിയ കോടതി വിധിയിൽ പകച്ചുപോയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യവ്യാപകമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഭരണഘടന റദ്ദാക്കി. പൗരസ്വാതന്ത്ര്യം തടഞ്ഞു. പത്രസ്വാതന്ത്ര്യം ഇല്ലാതാക്കി. പ്രതിപക്ഷ നേതാക്കളെ കൂട്ടത്തോടെ ജയിലിലടച്ചു. 21 മാസത്തോളം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്ന ഊർജ്ജസ്വലമായ ജനാധിപത്യ രാജ്യമല്ല, മറിച്ച് ഭയവും നിശബ്ദതയും നിറഞ്ഞ ഒരു സ്വേച്ഛാധിപത്യ രാജ്യമായി അത് മാറി. നരേന്ദ്രന് അന്ന് 25 വയസ്സായിരുന്നു. ഭാരതം തങ്ങളുടെ ആത്മാവിനോട് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന സചേതനമായ ഊർജ്ജപ്രവാഹമാണെന്ന് വിശ്വസിക്കുന്ന സ്വയം സേവകർക്ക് ആത്മനിന്ദ തോന്നിയ സമയമായിരുന്നു അത്. അവർ അടങ്ങിയിരുന്നില്ല. അടിയന്തരാവസ്ഥയുടെ ഏതാണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ RSS നിരോധിക്കപ്പെട്ടു. അതിന്റെ ഓഫീസുകൾ പൂട്ടിയതോടെ നരേന്ദ്രന് അക്ഷരാർത്ഥത്തിൽ കിടപ്പാടമില്ലാതായി. ഭയപ്പെട്ട് നരേന്ദ്രന് ഭക്ഷണം നിഷേധിച്ച ഹോട്ടലുകൾ പോലുമുണ്ടായി. RSSന്റെ പ്രമുഖ നേതാക്കളെയെല്ലാം തടങ്കലിലാക്കി. നരേന്ദ്രനെ അന്വേഷിച്ച് ദിവസത്തിൽ 2 തവണയെന്ന കണക്കിൽ അദ്ദേഹത്തിന്റെ അമ്മാവന്റെ ക്യാന്റീനിൽ പോലീസെത്തി. രാജ്യനിർമ്മാണത്തിലും വികേന്ദ്രീകൃത ഭരണത്തിലുമുള്ള RSSന്റെ ദീർഘകാല വിശ്വാസം അടിയന്തരാവസ്ഥ പ്രതിനിധാനം ചെയ്ത സ്വേച്ഛാധിപത്യത്തിന് വിരുദ്ധമായിരുന്നു. സംഘടനയുടെ മൂല്യങ്ങളോട് സ്വയം സമർപ്പിച്ച നരേന്ദ്രന് ഇനി എന്തു ചെയ്യണമെന്ന് കൃത്യമായി അറിയാമായിരുന്നു. താൻ ഒളിച്ചിരിക്കില്ല, മനസ്സുകൊണ്ടെങ്കിലും നിഴലിൽ നിന്നാണെങ്കിലും പോരാടും. ക്യാന്റീനിന്റെ അടുത്തു തന്നെയുള്ള ഒരു പ്രവർത്തകന്റെ പൂട്ടിക്കിടക്കുന്ന പ്രസ്സിലായിരുന്നു അന്ന് നരേന്ദ്രന്റെ ഒളിത്താവളം.
1975 ജൂലൈ 8 വൈകുന്നേരം. പിറ്റേന്ന് സംഘം പ്രവർത്തകർക്ക് അയക്കാനുള്ള ലഘുലേഖയുടെ അവസാന മിനുക്കുപണികളിൽ മുഴുകിയിരിക്കുകയായിരുന്ന നരേന്ദ്രനെ കാണാൻ ഒരു സ്വയം സേവകനെത്തി. നാഗ്പൂരുമായി ബന്ധമുണ്ടായിരുന്ന അഹമ്മദാബാദ് സ്വദേശിയായ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കത്തുണ്ടായിരുന്നു നരേന്ദ്രനുള്ളത്. അദ്ദേഹം അത് വാങ്ങി വായിച്ചു. ഗുജറാത്തിലുടനീളം അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ RSS രൂപീകരിച്ച പ്രതിരോധ മുന്നണിയായ ഗുജറാത്ത് ലോക് സംഘർഷ സമിതിയുടെ ജനറൽ സെക്രട്ടറിയായി നരേന്ദ്രമോദിയെ നിയമിച്ചിരിക്കുന്നു. അതായിരുന്നു സന്ദേശം. താൻ നിലത്തുനിന്ന് അല്പസമയത്തേക്ക് സ്വയം ഉയർത്തപ്പെട്ടതുപോലെ അദ്ദേഹത്തിന് തോന്നി. തന്റെ പ്രസ്ഥാനം തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതുവരെ ഒരു മുഴുവൻ സമയ സ്വയം സേവകൻ മാത്രമായിരുന്ന അദ്ദേഹത്തിന് ആദ്യത്തെ ഔദ്യോഗിക ചുമതല. ചെറുപ്പമായിരുന്നെങ്കിലും മോദിയുടെ ഊർജവും ബുദ്ധിയും പ്രതിബദ്ധതയുമാണ് അദ്ദേഹത്തിന് ആ ഉത്തരവാദിത്തം നേടിക്കൊടുത്തത്. സാഹചര്യം അപകടകരമാണെന്ന് കത്തിലുണ്ട്. സൂക്ഷിച്ചു നീങ്ങണം. സ്വയം സേവകരുമായി ബന്ധപ്പെടുമ്പോൾ അവരുടെ ജീവനും ജീവിതത്തിനും അപകടമുണ്ടാക്കരുത്. നരേന്ദ്രമോദിക്ക് ഇതാദ്യ അവസരമാണ് താൻ ലക്ഷ്യമിടുന്ന രാഷ്ട്രീയ സന്യാസത്തിലേക്ക് പ്രവേശിക്കാനുള്ള. ഈ നിരാശയുടെ കറുപ്പ് വ്യാപിക്കുന്ന കാലത്ത് രാജ്യത്തിന്റെ ആത്മാവ് വീണ്ടെടുക്കാനുള്ള അവസരം. ആദ്യമായി നരേന്ദ്രമോദിക്ക് ഒരു പദ്ധതി തയ്യാറാക്കേണ്ടതുണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്യപ്പെടരുത്. അതേസമയം സംസ്ഥാനമെമ്പാടുമുള്ള സ്വയം സേവകരെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ സജ്ജരാക്കുകയും വേണം. യാത്രകൾ നിഴലിലൂടെയാകണം. അത്യാവശ്യ ചെലവുകൾക്കുള്ള പണം കണ്ടെത്തണം. അത് നരേന്ദ്രന് പരിചിതമില്ലാത്തൊരു ലോകവും ശൈലിയുമായിരുന്നു. കത്ത് ലഭിച്ചതിന് പിന്നാലെ ഒറ്റ രാത്രി കൊണ്ട് മോദിക്ക് പൊതുജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷനാകേണ്ടി വന്നു. പോലീസിന്റെ പക്കൽ ഗുജറാത്തിലെ RSS നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒരു പട്ടികയുണ്ടായിരുന്നു. നരേന്ദ്രനാണ് അതിലെ ഒന്നാം പേരുകാരൻ. നാഗ്പൂരിൽ നിന്ന് നരേന്ദ്രനെ ഗുജറാത്ത് ലോക് സംഘർഷ സമിതിയുടെ ജനറൽ സെക്രട്ടറിയായി നിയമിച്ച അതേ നിമിഷം പോലീസും അതറിഞ്ഞിരിക്കുന്നു. സുഹൃത്തുക്കൾ ബാധ്യതയായി, വീടുകൾ കെണികളായി. ഒരു കാലത്ത് ഗുജറാത്തിലെ ഗ്രാമങ്ങളിലൂടെ സ്വതന്ത്രമായി സഞ്ചരിച്ച് ശാഖകൾ സംഘടിപ്പിക്കുകയും സ്വഭാവ രൂപീകരണത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്ത നരേന്ദ്രന് ഇപ്പോൾ നിശബ്ദമായും രഹസ്യങ്ങളുടെ മറവിലും നീങ്ങേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ ദിവസങ്ങൾ കോഡ് ചെയ്ത സന്ദേശങ്ങളുടെയും വ്യാജ തിരിച്ചറിയൽ രേഖകളുടെയും രഹസ്യ കൂടിക്കാഴ്ചകളുടെയും പിറകെ പോയി. ചിലപ്പോൾ തലമുണ്ടനം ചെയ്ത് താടി വളർത്തി സന്യാസിയുടെ കാവ്യവസ്ത്രങ്ങൾ ധരിച്ചു നടന്നു. മറ്റൊരിക്കൽ ചെക്ക് പോസ്റ്റുകളിലൂടെ ആരും ശ്രദ്ധിക്കാതെ കടന്നുപോകാൻ അദ്ദേഹം തലപ്പാവും താടിയുമുള്ള ഒരു സിഖുകാരനായി വേഷം മാറി. ചെറുപ്പത്തിലുള്ള തന്റെ നാടക പാടവം അതിനായി വിനിയോഗിച്ചു. അദ്ദേഹത്തിന്റെ മനസ്സ് ചലനാത്മകമായി. അപകട സാധ്യതകൾ മുൻകൂട്ടി കണ്ട് അടുത്ത സുരക്ഷിതമായ നീക്കം ആസൂത്രണം ചെയ്യുകയും ചെയ്തു. ഒരു ചെറിയ തെറ്റുപോലും അറസ്റ്റിനും പീഡനത്തിനും തടവറയ്ക്കും കാരണമാകുമായിരുന്നു. ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആ ദിവസങ്ങളിൽ വിശ്വസിക്കാൻ കഴിയുന്ന ചുരുക്കം ചിലരെ മാത്രം ആശ്രയിക്കാൻ നരേന്ദ്രൻ പഠിച്ചു. അദ്ദേഹം സുരക്ഷിത താവളങ്ങളിൽ മാത്രമാണ് തങ്ങിയത്. ചിലപ്പോൾ ധാന്യ ഗോഡൌണുകളിലും മറ്റു ചിലപ്പോൾ വിദൂര ഗ്രാമങ്ങളിലെ കുടിലുകളിലും ഉറങ്ങി. അദ്ദേഹം ആവശ്യവസ്തുക്കൾ മാത്രമേ കൈവശം വെച്ചിരുന്നുള്ളൂ. കുറച്ച് വസ്ത്രങ്ങൾ, ലഘുലേഖകൾ, തിരിച്ചറിയൽ കാർഡുകൾ. എല്ലാറ്റിനും ഉപരിയായി ഏറ്റവും പ്രധാനപ്പെട്ടതായി അദ്ദേഹത്തിന്റെ നോട്ട്ബുക്ക്. ആ നോട്ട്ബുക്കിൽ അടിയന്തരാവസ്ഥയെ നരേന്ദ്രൻ ചെറുകുറിപ്പുകളാക്കി പതിച്ചു വെച്ചു. സഹപ്രവർത്തകരുടെ പേരുകൾ, താൽപ്പര്യമുള്ള സ്ഥലങ്ങൾ, പ്രതിഷേധങ്ങളുടെ തീയതികൾ, ചെറുത്തുനിൽപ്പിനുള്ള ആശയങ്ങൾ, സ്വന്തം ചിന്തകൾ. ഈ കാലഘട്ടം ഭയപ്പെടുത്തുന്നതായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ സഹജവാസനകളെ മൂർച്ച കൂട്ടുകയും സ്വഭാവം രൂപപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയം ഒരിക്കലും ദുർബലമായില്ല. ഒളിവിൽ കഴിഞ്ഞ ഓരോ നിമിഷവും താൻ എന്തിനാണിത് ചെയ്യുന്നത് എന്ന് അദ്ദേഹം ഓർത്തു. തനിക്ക് വേണ്ടിയല്ല, ഇന്ത്യയുടെ ആത്മാവിനു വേണ്ടി. അടിയന്തരാവസ്ഥയിലൂടെയുള്ള നരേന്ദ്രന്റെ യാത്ര രാഷ്ട്രീയമായിരുന്നില്ല. അത് അഗാധമായ വൈകാരികതയായിരുന്നു. ചില രാത്രികളിൽ അദ്ദേഹം നിശബ്ദമായി കരഞ്ഞു. ഭയം കൊണ്ടായിരുന്നില്ല, മറിച്ച് ഇന്ത്യ എന്തായി തീർന്നു എന്നതിന്റെ ഭാരം കൊണ്ട്. മഹാത്മാഗാന്ധിയുടെയും സർദാർ പട്ടേലിന്റെയും ജനാധിപത്യത്തിന്റെയും സിവിൽ സംഘർഷങ്ങളുടെയും നാട് മൗനങ്ങളിലേക്കും രഹസ്യങ്ങളിലേക്കും ചുരുങ്ങിയിരുന്നു. ആളുകൾ സംസാരിക്കാൻ പോലും ഭയപ്പെടുന്നു. ഹെഡ്ഗേവാറും സവർക്കറും ഗോൾവാൾക്കറും പഠിപ്പിച്ച സ്വാഭിമാന ജനാധിപത്യം തകർന്നടിഞ്ഞിരിക്കുന്നു. പത്രങ്ങൾ പ്രതിഷേധ സൂചകമായി ബ്ലാങ്ക് എഡിറ്റോറിയലുകളാണ് അച്ചടിക്കുന്നത്. ശബ്ദമുയർത്തിയ വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയും തടവിലിടുകയും ചെയ്യുന്നു. തുറന്ന ആകാശത്തിന് കീഴെ സ്വതന്ത്രമായി നടക്കാൻ നരേന്ദ്രൻ കൊതിച്ചു. എന്നാൽ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുക എന്ന വലിയ ലക്ഷ്യത്തിൽ ഇവയെല്ലാം ചെറിയ ത്യാഗങ്ങളാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. തന്റെ നോട്ട്ബുക്കിലെ കുറിപ്പുകൾ ഉപയോഗിച്ച് അദ്ദേഹം ഗുജറാത്തിന്റെ സമരമുഖങ്ങളിലൂടെ എന്നർത്ഥം വരുന്ന സംഗ്രാമ ഗുജറാത്ത് എന്ന പുസ്തകം എഴുതി. പുസ്തകം സംഭവങ്ങളുടെ ഒരു വിവരണമായിരുന്നില്ല, ധൈര്യത്തിന്റെ ഒരു ഓർമ്മക്കുറിപ്പായിരുന്നു. സ്വേച്ഛാധിപത്യത്തിനെതിരെ നിലകൊണ്ട ഗുജറാത്തിലെ ജനങ്ങളുടെ ആത്മാവിന്റെ സാക്ഷ്യപത്രമായിരുന്നു. വിദ്യാർത്ഥികളും തൊഴിലാളികളും സാധാരണ പൗരന്മാരും എങ്ങനെ തലകുനിക്കാൻ വിസമ്മതിച്ചുവെന്ന് അദ്ദേഹം വിവരിച്ചു. സ്ത്രീകൾ തങ്ങളുടെ ചേലകൾക്കുള്ളിൽ കടത്തിക്കൊണ്ടുപോയ ലഘുലേഖകൾ, കുട്ടികൾ സ്കൂൾ ബാഗുകളിൽ ഒളിപ്പിച്ചെത്തിച്ചു തന്ന സന്ദേശങ്ങൾ, രാജ്യസ്നേഹികൾക്ക് ഒളിത്താവളങ്ങളായ ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും കന്നുകാലി തൊഴുത്തുകളും. പുസ്തകത്തിൽ അദ്ദേഹം സ്വന്തം പ്രയത്നങ്ങൾ മഹത്വവൽക്കരിച്ചില്ല. മോദി തന്റെ സ്വന്തം പങ്ക് എവിടെയും പരാമർശിച്ചില്ല. കൂട്ടായ പോരാട്ടത്തിനും ഐക്യത്തിനും അദ്ദേഹം ഊന്നൽ നൽകി. അദ്ദേഹത്തിന്റെ എഴുത്തിൽ അടിച്ചമർത്തലിന്റെ വേദനയും ചെറുത്തുനിൽപ്പിന്റെ അഭിമാനവും അനുഭവിക്കാൻ കഴിഞ്ഞു.
ഭാവിയിലേക്ക് വളരുന്ന ഗുജറാത്ത് നിശബ്ദമായിരുന്നില്ലെന്ന് വരും തലമുറ ഓർക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. രഹസ്യമായിട്ടാണ് സംഗ്രാം മാ ഗുജറാത്ത് അച്ചടിച്ചതും പ്രചരിപ്പിച്ചതും. അടിയന്തരാവസ്ഥയ്ക്കെതിരെ സ്വയം സേവകരെ ഒന്നിപ്പിക്കാൻ വേണ്ടി മാത്രം തങ്ങൾ നിയോഗിച്ച ഈ ചെറുപ്പക്കാരൻ അതിനപ്പുറം ചെയ്തിരിക്കുന്നത് നാഗ്പൂരിലെ RSS കാര്യാലയത്തിൽ മതിപ്പുളവാക്കി. അവിടേക്കും പുസ്തകം എത്തിയിരുന്നു. അടിയന്തരാവസ്ഥ കാലത്തെ ഗുജറാത്തി സ്വയം സേവകരുടെ ബൈബിളായി മാറുകയായിരുന്നു സംഗ്രാം മാ ഗുജറാത്ത്. തങ്ങൾ ഒറ്റയ്ക്കില്ലെന്നും അടിയന്തരാവസ്ഥയുടെ ഭാരം കൂസാത്ത ഒരു കലാപത്തിന്റെ സ്പന്ദനം ഇപ്പോഴും തുടിക്കുന്നുണ്ടെന്നും അത് ആളുകളെ ഓർമ്മിപ്പിച്ചു. 1977 അടിയന്തരാവസ്ഥ പിൻവലിക്കുകയും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ മോദി നിഴലുകളിൽ നിന്ന് പുറത്തു വന്നു. ചെറുപ്പമായിരുന്നെങ്കിലും രാഷ്ട്രീയ അധികാരത്തിന്റെ ഏറ്റവും മോശമായ അവസ്ഥയും ജനങ്ങളുടെ അതിജീവനശേഷിയുടെ ഏറ്റവും മികച്ച കാലവും അദ്ദേഹം കണ്ടുകഴിഞ്ഞിരുന്നു. അടിയന്തരാവസ്ഥയിലെ പോരാട്ടത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് കാണിക്കാൻ മെഡലുകളോ അവകാശപ്പെടാൻ രാഷ്ട്രീയ പദവികളോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ 2 വർഷങ്ങളിൽ അതിലും വിലപ്പെട്ട ഒന്ന് നരേന്ദ്രൻ നേടിയിരുന്നു: ധാർമ്മിക വ്യക്തതയും ആന്തരിക ശക്തിയും. അധികാര സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും അവ എങ്ങനെ വളച്ചൊടിക്കപ്പെടാമെന്നും അദ്ദേഹം പഠിച്ചു. ഭയം സമൂഹത്തെ എങ്ങനെ സ്തംഭിപ്പിക്കുമെന്നും ധൈര്യം അതിനെ എങ്ങനെ ജ്വലിപ്പിക്കുമെന്നും കണ്ടു. ഒളിഞ്ഞുകിടക്കുന്ന ശൃംഖലകളുടെ നിശബ്ദ ചെറുത്തുനിൽപ്പിന്റെ എഴുതപ്പെട്ട വാക്കിന്റെ ശക്തി അദ്ദേഹം മനസ്സിലാക്കി. സമ്മർദ്ദത്തിൽ നേതാക്കൾ തകരുന്നത് അദ്ദേഹം കണ്ടു. സാധാരണക്കാർ ചാരത്തിൽ നിന്ന് ഉയരുന്നത് കണ്ടു. അത്ഭുതകരമെന്നും വൈരുദ്ധ്യമെന്നും തോന്നുന്ന ഒരു സൗഹൃദത്തോടും പ്രത്യയശാസ്ത്രത്തോടും നരേന്ദ്രൻ ആകർഷിക്കപ്പെടുന്നത് ആ കാലത്താണ്. സോഷ്യലിസ്റ്റ് ചേരിയിലെ പ്രമുഖ ട്രേഡ് യൂണിയനിസ്റ്റ് ജോർജ് ഫെർണാണ്ടസ്, അടിയന്തരാവസ്ഥ കാലത്തെ ഏറ്റവും ധീരമായ ശബ്ദം. ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിനെതിരെ പ്രതികരിച്ചതിന് ഫെർണാണ്ടസിനെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ചെറുത്തുനിൽപ്പ് ജനാധിപത്യപരമായ ധിക്കാരത്തിന്റെ പ്രതീകമായി മാറി. ഫെർണാണ്ടസിന്റെ രാഷ്ട്രീയ അഭിനിവേശവും തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങളോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയും നരേന്ദ്രനെ ആഴത്തിൽ സ്വാധീനിച്ചു. അവർ വ്യത്യസ്ത പ്രത്യയശാസ്ത്ര പാരമ്പര്യങ്ങളിൽപ്പെട്ടവരായിരുന്നെങ്കിലും ത്യാഗത്തോടും അച്ചടക്കത്തോടുമുള്ള അവരുടെ പരസ്പര ബഹുമാനം നിശബ്ദവും ശക്തവുമായ ഒരു ബന്ധം രൂപപ്പെടുത്തി. ഫെർണാണ്ടസുമായും മറ്റ് ദേശീയ നേതാക്കളുമായുള്ള ബന്ധത്തിലൂടെ വിശാലമായ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ സൂക്ഷ്മതകൾ നരേന്ദ്രന് മനസ്സിലാകാൻ തുടങ്ങി. ഈ സഹവാസം അദ്ദേഹത്തെ RSSന്റെ ശാഖകളിലെയും പ്രാദേശിക പ്രവർത്തനങ്ങളിലെയും ലോകത്തേക്കാൾ വലുതായ ഒന്നിലേക്ക് തുറന്നുകാട്ടി. ദേശീയ നേതാക്കൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, വിവരണങ്ങൾ എങ്ങനെ രൂപപ്പെടുത്തുന്നു, ഉറച്ച ബോധ്യത്തിലൂടെയും ലക്ഷ്യബോധത്തിലൂടെയും ജനകീയ പ്രസ്ഥാനങ്ങളെ എങ്ങനെ നയിക്കുന്നു എന്ന് അദ്ദേഹം കണ്ടു. ഈ പാഠങ്ങൾ ക്ലാസ് മുറികളിൽ പഠിച്ചതല്ല, മറിച്ച് ചർച്ചയുടെയും പ്രവർത്തനത്തിന്റെയും പ്രത്യയശാസ്ത്ര പോരാട്ടത്തിന്റെയും തീവ്രമായ ചൂടിൽ പഠിച്ചതായിരുന്നു. 1978 RSSനോടുള്ള നരേന്ദ്രന്റെ അക്ഷീണമായ പ്രതിബദ്ധത അദ്ദേഹത്തിന് ഒരു പ്രധാന സ്ഥാനക്കയറ്റം നേടിക്കൊടുത്തു. ഒരു വലിയ ജില്ലയേക്കാൾ വലിപ്പമുള്ളത്രയും പ്രദേശത്ത് സംഘടനയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനുള്ള മേഖലാ സംഘാടകനായ സംഭാഗ പ്രചാരകായി അദ്ദേഹം നിയമിതനായി. ക്ലേശകരമായ ജോലിയാണ്. ഗുജറാത്തിലെ രാഷ്ട്രീയമായി ഏറ്റവും സജീവമായ നഗരങ്ങളായ സൂററ്റ്, വഡോദര എന്നിവിടങ്ങളിലെ RSSന്റെ ചുമതല അദ്ദേഹം ഏറ്റെടുത്തു. നരേന്ദ്രൻ പുതിയ ജോലികളിൽ മുഴുകി. രാവും പകലും സൂറത്തിനും വഡോദരയ്ക്കുമിടയിൽ യാത്ര ചെയ്തു. അധികകാലം അത് തുടരാനായില്ല. പുതിയ ചുമതലയെത്തി. സംഘടനാപരമായ കഴിവുകൾ മാത്രമല്ല, നരേന്ദ്രന്റെ നിരീക്ഷണ ബുദ്ധിയും ചരിത്രപരമായ കാഴ്ചപ്പാടും ഉപയോഗിക്കേണ്ട ഒരു ജോലി. അടിയന്തരാവസ്ഥയെ പ്രതിരോധിക്കുന്നതിൽ RSS രാജ്യവ്യാപകമായി വഹിച്ച പങ്കിനെക്കുറിച്ച് ഗവേഷണം തുടങ്ങാൻ അടിയന്തരമായി ഡൽഹിയിലെത്താനായിരുന്നു നാഗ്പൂരിൽ നിന്നുള്ള സന്ദേശം. സംഗ്രാം മാ ഗുജറാത്തിന്റെ സൃഷ്ടാവെന്ന നിലയിൽ നരേന്ദ്രമോദി നാഗ്പൂരിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അടിയന്തരാവസ്ഥ കാലത്തെ RSS എന്ന വിഷയത്തിലെ ഗവേഷണം ഒരു ക്ലറിക്കൽ ജോലിയായിരുന്നില്ല. അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം തന്നെ RSS ആയിരുന്നു. വസ്തുതകളൊന്നും വിട്ടുപോകാൻ പാടില്ലായിരുന്നു. അങ്ങനെ നരേന്ദ്രൻ ഡൽഹിയിലേക്ക് പോയി. അധികാരം അവിടെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കണ്ടുപഠിക്കാൻ പറ്റിയ സ്ഥലം. താരതമ്യേന മികച്ച സൗകര്യങ്ങളാണ് RSS ഡൽഹിയിൽ നരേന്ദ്രമോദിക്ക് നൽകിയത്. ധാരാളം സഹായികൾ, ആവശ്യത്തിന് പണം, ഏറ്റവും മികച്ച റഫറൻസ് ലൈബ്രറികൾ. മാസങ്ങളോളം അദ്ദേഹം ഗവേഷണത്തിൽ മുഴുകി. ആർക്കൈവുകൾ സന്ദർശിച്ചു. തടവിലായിരുന്ന സ്വയം സേവകരെ അഭിമുഖം ചെയ്തു. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലെ പത്രങ്ങളും പോലീസ് റിപ്പോർട്ടുകളും സർക്കാർ രേഖകളും വായിച്ചു. ഒടിപിടിച്ച നിലവറകളിലും മെഴുകുതിരി വെളിച്ചമുള്ള മുറികളിലും അദ്ദേഹം ചെറുത്തുനിൽപ്പിന്റെയും പ്രതിരോധശേഷിയുടെയും ഇരുണ്ടതും എന്നാൽ ശക്തവുമായ ഒരു കഥ രൂപപ്പെടുത്തി. ഡൽഹിയിലെ താമസം നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു വിശാലമായ കാഴ്ചപ്പാട് നൽകി. ജനതാ പാർട്ടി പരീക്ഷണം തകരുന്നത് അദ്ദേഹം കണ്ടു. 1980 ഇന്ദിരാഗാന്ധിയുടെ തിരിച്ചുവരവ് കണ്ടു. രാജ്യത്തിന്റെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ പഠിച്ചു. അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ നിഷ്ക്രിയമായിരുന്നില്ല. രാഷ്ട്രീയ ശക്തികൾ എങ്ങനെ പരസ്പരം ഇടപഴകുന്നു, പൊതുജനാഭിപ്രായം എങ്ങനെ രൂപപ്പെടുന്നു, സംഘടനാപരമായ ശക്തിക്ക് എങ്ങനെ തിരഞ്ഞെടുപ്പെന്ന ഭാഗ്യപരീക്ഷണത്തെ മാറ്റി എഴുതാൻ കഴിയുന്നു എന്നതിനെക്കുറിച്ചെല്ലാം മോദി ഡൽഹിയിൽ ഒരു ഭൂപടം വികസിപ്പിക്കുകയായിരുന്നു. അക്കാലത്ത് ഡൽഹി അദ്ദേഹത്തിന് ഒരിക്കലും സ്വന്തം വീടായി തോന്നിയിട്ടില്ല. ഔപചാരികതയും ഉദ്യോഗസ്ഥ വൃന്ദവും സാധാരണക്കാരന് ആ നഗരത്തിലേക്കുള്ള ദൂരവും മോദിയെ അസ്വസ്ഥനാക്കി.
അദ്ദേഹത്തിന്റെ ഹൃദയം ഗുജറാത്തിൽ തന്നെയായിരുന്നു. 1980 തുടക്കത്തിൽ തന്റെ ചുമതല പൂർത്തിയാക്കിയ ശേഷം നരേന്ദ്രമോദി ഫയലുകളും രേഖകളും മാത്രമല്ല, ഇന്ത്യയുടെ രാഷ്ട്രീയ ശരീരത്തെക്കുറിച്ചുള്ള പുതിയ ധാരണയും പേറി അഹമ്മദാബാദിലേക്ക് മടങ്ങി. ഇനി നരേന്ദ്രനൊപ്പം അക്കാലത്ത് മൊട്ടിടുകയും വളരുകയും ചെയ്ത ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് കൂടി പറയണം. ഭാരതീയ ജനതാ പാർട്ടി എന്ന BJPയെക്കുറിച്ച്. 1980 ഏപ്രിൽ 6-നാണ് BJPയുടെ ജനനം. 1980 ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂമിക കൊടുങ്കാറ്റിന് ശേഷമുള്ള കടൽ പോലെയായിരുന്നു. ഉപരിതലം ശാന്തം, അടിയിൽ കാണാത്തിരകൾ അപ്പോഴും ഇരമ്പിക്കൊണ്ടിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയുടെ ഏകാധിപത്യത്തിനെതിരായ ഐക്യത്തിന്റെ പ്രതീകമായിരുന്ന ജനതാ പാർട്ടി എന്ന പരീക്ഷണം ആശയക്കുഴപ്പങ്ങളിലും ആഭ്യന്തര വൈരുദ്ധ്യങ്ങളിലും തകർന്നടിഞ്ഞു. BJPയുടെ രൂപീകരണം മനസ്സിലാക്കണമെങ്കിൽ ആ തലമുറയുടെ വൈകാരികമായ നിരാശ മനസ്സിലാക്കണം. ഇന്ദിരാഗാന്ധി അടിച്ചേൽപ്പിച്ച അടിയന്തരാവസ്ഥയുടെ അതിക്രമങ്ങൾക്കെതിരായ പ്രതികരണമായി 1977-ലാണ് ജനതാ പാർട്ടി അധികാരത്തിൽ വന്നത്. അടിയന്തരാവസ്ഥ കഴിഞ്ഞയുടൻ 1979 നടന്ന തിരഞ്ഞെടുപ്പിൽ അവർ ഇന്ദിരാഗാന്ധിക്കെതിരെ സഖ്യമായി മത്സരിച്ചു. വലിയ വിജയമായിരുന്നു. എന്നാൽ സഖ്യം വിചിത്രമായ കൂട്ടുകെട്ടുകളാലാണ് നിലനിന്നിരുന്നത്. സോഷ്യലിസ്റ്റുകൾ, യാഥാസ്ഥിതികർ, ഗാന്ധിയന്മാർ, മുൻ കോൺഗ്രസ് നേതാക്കൾ. ഇതിനൊപ്പം ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി 1951 സ്ഥാപിച്ച ഹിന്ദു ദേശീയ ധാരകളുമായി ചേർന്ന് നിൽക്കുന്ന ഭാരതീയ ജനസംഘത്തിലെ അംഗങ്ങളും. ഏകാധിപത്യത്തിനെതിരായ യുദ്ധത്തിൽ ജനതാ പാർട്ടി വിജയിച്ചെങ്കിലും ഐക്യത്തിനായുള്ള യുദ്ധത്തിൽ തോറ്റു. ജനതാ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ മുമ്പ് ജനസംഘമായിരുന്നവരോട് RSSുമായുള്ള ബന്ധം വിച്ഛേദിക്കണമെന്നാവശ്യപ്പെട്ടതോടെ സംഘർഷം ബ്രേക്കിംഗ് പോയിന്റിലെത്തി. അടൽ ബിഹാരി വാജ്പേയി, ലാൽകൃഷ്ണ അദ്വാനി, ജനസംഘത്തിലെ മറ്റ് പ്രമുഖർ എന്നിവർ പ്രതിഷേധ സൂചകമായി ജനതാ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി. 1980 ഏപ്രിൽ 6-ന് ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിച്ചു. അത് ജനനം മുതൽ കോൺഗ്രസിന് ഒരു ബദലായി മാത്രമല്ല, ഇന്ത്യൻ നാഗരിക മൂല്യങ്ങളുടെ സംരക്ഷകനായും സ്വയം നിലയുറപ്പിച്ചു. ഗാന്ധിയൻ സോഷ്യലിസം അതിന്റെ പ്രത്യയശാസ്ത്രപരമായ നിലപാടായി പ്രഖ്യാപിക്കപ്പെട്ടു. BJP ഏകാത്മ മാനവ ദർശനത്തിൽ വിശ്വസിച്ചു. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ദർശനം വികസനം കേവലം GDP വളർച്ചയല്ല, മറിച്ച് ഓരോ വ്യക്തിയുടെയും അവരുടെ സംസ്കാരവും സമൂഹവുമായി യോജിച്ച് സമഗ്രമായ പുരോഗതിയാണെന്ന ദർശനം. BJPയുടെ ആദ്യകാലം വൈകാരികമായി ശ്രമകരമായിരുന്നു. പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റായ അടൽ ബിഹാരി വാജ്പേയി ഒരു കവിയാണ്. അക്കാലത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ ധിക്കാരവും വേദനയും മങ്ങാത്ത പ്രതീക്ഷയും ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനെ പോലെയല്ല, ദൃഢനിശ്ചയമുള്ള മുറിവേറ്റ സൈനികനെ പോലെയാണ് സംസാരിച്ചത്. അന്തേര ഛട്ടേക, സൂരജ് നികലേക, കമൽ ഖിലേക, ഇരുട്ടുമാറും, സൂര്യനുദിക്കും, താമര വിരിയും. ഇത് കേവലം വാചാടോപപരമായ പ്രയോഗങ്ങളായിരുന്നില്ല, മറിച്ച് വിശ്വാസത്തിനായുള്ള ഒരു ആഹ്വാനമായിരുന്നു. ലാൽകൃഷ്ണ അദ്വാനി മറുവശത്ത് സംഘടനാപരമായ കരുത്ത് കൊണ്ടുവന്നു. അദ്ദേഹത്തിന് വ്യക്തവും തന്ത്രപരവുമായ ഒരു മനസ്സുണ്ടായിരുന്നു. കൂടാതെ പാർട്ടിക്ക് വികാരങ്ങളെ ആശ്രയിച്ച് മാത്രം നിലനിൽക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അതിന് അച്ചടക്കം, ഘടന, വ്യക്തത എന്നിവ ആവശ്യമായിരുന്നു. വാജ്പേയിയും അദ്വാനിയും ചേർന്ന് ശിരസും ഹൃദയവും, തീയും വെള്ളവും, തന്ത്രവും ആത്മാവും എന്നിവയെ പ്രതീകപ്പെടുത്തുന്ന ഒരു നേതൃത്വ കൂട്ടുകെട്ടുണ്ടാക്കി. BJPയുടെ രൂപീകരണത്തിന് തൊട്ട് പിന്നാലെ 1980 പൊതുതെരഞ്ഞെടുപ്പ് വന്നു. അത് വളരെ നേരത്തെയായിരുന്നു. ജനതാ പാർട്ടിയുടെ തകർച്ചയുടെ മുറിവുകൾ ഉണങ്ങിയിട്ടില്ല. BJPക്ക് വലിയ തിരിച്ചടി നേരിട്ടു. ലോക്സഭയിൽ 2 സീറ്റുകൾ മാത്രം. വിമർശകർ അതിനെ ഒരു പരാജയപ്പെട്ട പരീക്ഷണമായി പരിഹസിച്ചു. ഇന്ദിരാഗാന്ധി പ്രതികാരബുദ്ധിയോടെ അധികാരത്തിൽ തിരിച്ചെത്തി. BJP നിലനിൽക്കുമോ എന്ന് പലരും സംശയിച്ചു. എന്നാൽ പാർട്ടിയിലുള്ളവർ തളർന്നില്ല. പോരാട്ടങ്ങളാൽ അവർ ദൃഢരായി, വിശ്വാസത്താൽ ബന്ധിക്കപ്പെട്ടു, പ്രത്യയശാസ്ത്രത്താൽ ശക്തിപ്പെട്ടു. BJP RSSുമായി അടുത്ത ബന്ധം പുലർത്തി. ഈ ബന്ധം വിശാലമായ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വിവാദപരമായി തുടർന്നു. 1980കളുടെ തുടക്കത്തിൽ ദേശീയ ശ്രദ്ധ പാർട്ടിയിൽ നിന്ന് മാറിയപ്പോഴും BJP നിശബ്ദമായി അതിന്റെ അടിത്തറ കെട്ടിപ്പടുത്തു. അത് നഗരമധ്യവർഗത്തിലും ചെറുകിട വ്യാപാരികളിലും ദേശീയവാദികളായ യുവാക്കളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഗോസംരക്ഷണം, ദേശീയ സുരക്ഷ, ഏകീകൃത സിവിൽ കോഡ് തുടങ്ങിയ വിഷയങ്ങൾ ഒരു മതപരമായ വാചാടോപമായിട്ടല്ല, മറിച്ച് സ്വത്വത്തിന്റെയും നീതിയുടെയും ചോദ്യങ്ങളായി പ്രതിധ്വനിക്കാൻ തുടങ്ങി. BJPയെ വളരെ പെട്ടെന്ന് ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന രാമജന്മഭൂമി പ്രസ്ഥാനം അപ്പോഴും ആരംഭിച്ചിരുന്നില്ല. എന്നാൽ വൈകാരികവും പ്രത്യയശാസ്ത്രപരവും സംഘടനാപരവുമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഓരോ ഇഷ്ടികയായി സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നരേന്ദ്രനിലേക്ക് തിരികെ വരാം. ഡൽഹിയിൽ അടിയന്തരാവസ്ഥക്കാലത്തെ RSSന്റെ ചരിത്രം എഴുതി മടങ്ങി വന്ന ശേഷം അടുത്ത ഏതാനും വർഷങ്ങളിൽ മോദി കൂടുതൽ ഊർജ്ജസ്വലതയോടെ അഹമ്മദാബാദിലെ പ്രസ്ഥാനത്തിൽ സജീവമായി. ഇത്തവണ കൂടുതൽ പക്വതയോടെ, ഒരു സംഘാടകൻ എന്ന നിലയിൽ മാത്രമല്ല, ഒരു ചിന്തകനും ഒരു സാധ്യതയുള്ള നേതാവും എന്ന നിലയിൽ സ്വയം സേവകർ അദ്ദേഹത്തെ കാണാൻ തുടങ്ങി. ഗുജറാത്തിലെ വലിയ നേതാക്കൾ വസന്ത് ഗജേന്ദ്ര ഗാഡ്കർ, നാദാലാൽ ജഗ്ദ എന്നിവരടക്കം നരേന്ദ്രനിൽ പ്രതിബദ്ധത, വ്യക്തത, കഴിവ് എന്നിവയുടെ അപൂർവമായ ഒരു സംയോജനം തിരിച്ചറിഞ്ഞു. ഗുജറാത്തിൽ BJP ഘടകം 1980 തന്നെ സ്ഥാപിതമായിരുന്നെങ്കിലും ബഹുജന ശ്രദ്ധയിലേക്ക് വരുന്ന രീതിയിലുള്ള പാർട്ടി പദ്ധതികൾ നടപ്പാക്കാൻ സാധിച്ചിരുന്നില്ല. മിക്ക ജില്ലകളിലും BJP കമ്മിറ്റികൾ ഉണ്ടാക്കാൻ തന്നെ അവർ ബുദ്ധിമുട്ടി.
കേശുഭായ് പട്ടേലും AK പട്ടേലും നന്നായി പണിയെടുത്തിരുന്നെങ്കിലും BJPക്ക് ഗുജറാത്തിലെ രണ്ടാം നിര നഗരങ്ങളിലും ചെറുപട്ടണങ്ങളിലും വേരുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഗ്രാമങ്ങളിലുള്ളവർ BJPയെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. 5 വർഷം BJP ഇന്ധനമില്ലാത്ത വാഹനം പോലെ ഗുജറാത്തിന്റെ രാഷ്ട്രീയ പരിസരങ്ങളിൽ അവഗണിക്കപ്പെട്ട് കിടന്നു. ഇതിന് പരിഹാരം കാണണമെങ്കിൽ RSS വിചാരിക്കണമായിരുന്നു. കാരണം അവർക്ക് ഗുജറാത്തിലെ ഓരോ മുക്കിലും മൂലയിലും സാന്നിധ്യമുണ്ട്. ഓരോ ഹിന്ദുവിനെയും പേരെടുത്തറിയാവുന്ന വലിയ ഡാറ്റാബേസ് ഉണ്ട്. വാജ്പേയിയും അദ്വാനിയും നാഗ്പൂരിലെത്തി RSSനോട് നേരിട്ട് ആവശ്യപ്പെട്ടു. ഗുജറാത്ത് വലിയ പ്രതീക്ഷയുള്ള സംസ്ഥാനമാണ്. അവിടെ BJPയെ സഹായിക്കണം. RSS ആ വിളി കേട്ടു. 1985 ഗുജറാത്തിൽ RSSലെ ചുറുചുറുക്കുള്ള 10 നേതാക്കളെ BJPയിലേക്ക് അയക്കാൻ നാഗ്പൂരിൽ നിന്ന് തീരുമാനം വന്നു. അതിലൊരാൾ നരേന്ദ്രമോദിയായിരുന്നു. അഹമ്മദാബാദിൽ കർണാവതി മഹാനഗറിലെ ഇന്നത്തെ പണ്ഡിറ്റ് ദീൻദയാൽ ഭവനിലേക്ക് കയറി ചെന്ന ആദ്യ ദിവസം നരേന്ദ്രമോദി പിന്നീട് ഓർത്തെടുത്തിട്ടുണ്ട്. അത് 2 മുറികളുള്ള പൊടി നിറഞ്ഞൊരു കെട്ടിടമായിരുന്നു. താഴെ പാൻവാലകളും കിച്ചടി വിൽക്കുന്നവരും. BJP ഓഫീസ് മുറികളിൽ പച്ചയും കാവിയും നിറത്തിലുള്ള കൊടികളും തോരണങ്ങളും ചിതറിക്കിടക്കുന്നു. ചുവരിൽ വാജ്പേയിയുടെയും അദ്വാനിയുടെയും വിവേകാനന്ദന്റെയും ചിത്രങ്ങൾ. ഒരു BJP ഓഫീസിലേക്ക് നരേന്ദ്രമോദി കയറി ചെന്ന ആ ചരിത്ര ദിനം മുതലാണ് അവിടെ പാർട്ടിയുടെ വിധി മാറാൻ തുടങ്ങിയത്. RSSൽ നിന്നും തങ്ങളുടെ പാർട്ടിയെ സഹായിക്കാനും ഉപദേശിക്കാനും എത്തിയ നരേന്ദ്രനെ അവർ ആവേശപൂർവ്വം സ്വാഗതം ചെയ്തു. അവരൊരുമിച്ച് താഴെ പോയി കിച്ചടി കഴിച്ച് സംസാരിച്ചു. അടിയന്തരമായി ചെയ്യേണ്ട വിഷയങ്ങൾ, ദീർഘകാല ലക്ഷ്യങ്ങൾ എന്നിവയെല്ലാം, പൊതു ആശയവിനിമയം, മാധ്യമ മാനേജ്മെന്റ്, രാഷ്ട്രീയ തന്ത്രം എന്നിവ ഉൾപ്പെടുന്നൊരു കർമ്മ പദ്ധതിയാണ് നരേന്ദ്രമോദി പാർട്ടി നേതാക്കൾക്ക് മുന്നിൽ വച്ചത്. ഇതിനിടയിൽ വർഷങ്ങളെടുത്ത് അദ്ദേഹം രാഷ്ട്രീയ പാറ്റേണുകളെപ്പറ്റി പഠിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിശകലനം ചെയ്ത് മറ്റുള്ളവരുടെ വിജയങ്ങളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടിരുന്നു. നരേന്ദ്രമോദിക്ക് BJPയിൽ എടുത്തു പറയാവുന്ന ഒരു പദവി അപ്പോഴുമില്ല. ഒരു ഉപദേശകൻ, കമ്മിറ്റികളിലെ ക്ഷണിതാവ്, അതിനപ്പുറം ഒന്നുമില്ല. പിന്നെ കിടന്നുറങ്ങാൻ ഓഫീസ് ഉപയോഗിക്കാം. ഗുജറാത്തിൽ BJPയുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തുക, അതിൻ്റെ അടിത്തറ കെട്ടിപ്പടുക്കുക, അതിൻ്റെ ഘടന ഭദ്രമാണെന്ന് ഉറപ്പാക്കുക. ഇതാണ് RSS ഏൽപ്പിച്ചിരിക്കുന്ന ജോലി. 2 വർഷം എല്ല് നുറുങ്ങുവോളം പണിയെടുത്തു. പരിചയസമ്പന്നരല്ലാത്ത BJP നേതാക്കളെ പറഞ്ഞു പഠിപ്പിക്കുക എളുപ്പമല്ലായിരുന്നു. ജനക്കൂട്ടത്തോടെ എങ്ങനെ സംസാരിക്കണം, റാലികൾക്ക് എങ്ങനെ ആളെ കൂട്ടണം, എങ്ങനെ പൊതുജനങ്ങളെ ആകർഷിക്കുന്ന തരത്തിൽ സമരങ്ങൾ നടത്തണം, ജനകീയ വിഷയങ്ങൾ എങ്ങനെ ഏറ്റെടുക്കണം, എങ്ങനെ ഫണ്ട് കണ്ടെത്തണം, അതിനെ ആരുമായെല്ലാം ചങ്ങാത്തം വേണം, ഇങ്ങനെയെല്ലാം. പിന്നെ മോദിയുടെ സ്വരത്തിന് BJP ഓഫീസിൽ പ്രാമാണികത കിട്ടിത്തുടങ്ങി. ഡൽഹിയിൽ RSSന് വേണ്ടി ഗവേഷണം നടത്തിയ സ്വയം സേവകനെ അവരെല്ലാം ക്ഷമയോടെ കേട്ട് അനുസരിച്ചു തുടങ്ങി. 1987 മോദിക്ക് തന്റെ തന്ത്രങ്ങൾ പരീക്ഷിക്കാനുള്ള വേദി ലഭിച്ചു. അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ BJP തീരുമാനിച്ചു. അക്കാലത്ത് അഹമ്മദാബാദ് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ്. BJP ആകട്ടെ അപ്പോഴും ചിത്രത്തിലില്ലാത്ത പാർട്ടി. നഗരത്തിലെ കോൺഗ്രസ് ഭരണത്തിന് BJP ഒരു വെല്ലുവിളിയേ അല്ലെന്ന് എല്ലാവരും വിധിയെഴുതി. എന്നാൽ മോദി ഒരു സാധ്യത കണ്ടു. നഗരത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് മധ്യവർഗം, ബിസിനസ് ഉടമകൾ, യുവാക്കൾ കോൺഗ്രസിന്റെ അഴിമതിയിലും കാര്യക്ഷമതയില്ലായ്മയിലും നിരാശരാണെന്ന് നരേന്ദ്രമോദി മനസ്സിലാക്കി. അവർ മാറ്റത്തിനായി, അവരുടെ മൂല്യങ്ങളോടും അഭിലാഷങ്ങളോടും സംസാരിക്കുന്ന ഒരു ബദലിനായി ആഗ്രഹിക്കുന്നുണ്ട്. BJPയെ ഒരു പ്രത്യയശാസ്ത്ര പാർട്ടിയായി മാത്രമല്ല, കാര്യക്ഷമമായ ഭരണത്തിന്റെയും സത്യസന്ധതയുടെയും പാർട്ടിയായി അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ കാറ്റ് മാറി വീശുമെന്ന് മോദിക്കറിയാമായിരുന്നു. അദ്ദേഹം തീവ്രതയോടെ ജോലിക്കിറങ്ങി. ആഴ്ചകളോളം സൂക്ഷ്മമായ ആസൂത്രണം ചെയ്തു. ടീമുകളെ കൂട്ടിച്ചേർത്തു, പ്രസംഗങ്ങൾ തയ്യാറാക്കി, റാലികൾ സംഘടിപ്പിച്ചു, സന്നദ്ധ പ്രവർത്തകരെ ഏകോപിപ്പിച്ചു. ഏറ്റവും പ്രധാനമായി ജനങ്ങൾക്ക് ആകർഷണം തോന്നുന്ന ഒരു സന്ദേശം രൂപപ്പെടുത്തി. പ്രചരണം ചിട്ടയോടെയായിരുന്നു. പ്രധാന പ്രതിപക്ഷമായ ജനതാ പാർട്ടി അടക്കമുള്ളവരുടെ ഉച്ചത്തിലുള്ളതും അരാജകവുമായ പ്രചരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മോഡി നയിച്ച BJP തിരഞ്ഞെടുപ്പ് കമ്മിറ്റി അച്ചടക്കത്തിനും ശ്രദ്ധയ്ക്കും ഊന്നൽ നൽകി. അഹമ്മദാബാദ് നഗരസഭയിലെ ഓരോ വാർഡും ഓരോ ജനസംഖ്യാ കണക്കും നഗരത്തിന്റെ ഓരോ സ്പന്ദനവും അദ്ദേഹത്തിന് മനസ്സിലായി. ഫലങ്ങൾ ഞെട്ടിച്ചു. BJP അഹമ്മദാബാദ് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു. ഇത് ഗുജറാത്തിലുടനീളം അവിശ്വാസത്തോടെയാണ് കേട്ടത്. ഗുജറാത്തിലെ ഏറ്റവും ഗാംഭീര്യമുള്ള നഗരത്തിന്റെ ഭരണം തങ്ങൾ ഇതുവരെ അധികം കേട്ടിട്ട് പോലുമില്ലാത്തൊരു പാർട്ടി നേടിയിരിക്കുന്നു. ആദ്യമായി BJPക്ക് അതിന്റെ പ്രത്യയശാസ്ത്രത്തെ തിരഞ്ഞെടുപ്പ് വിജയമാക്കി മാറ്റാൻ കഴിയുമെന്ന് വ്യക്തമായി. രാഷ്ട്രീയ നിരീക്ഷകരും പാർട്ടി അംഗങ്ങളും ഒരേ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ഈ തന്ത്രപരമായ വിജയത്തിന് പിന്നിൽ ആരായിരുന്നു? ഉത്തരമായി ലഭിച്ച പേര് നരേന്ദ്രമോദി എന്നാണ്. 1984 ദേശീയ തിരഞ്ഞെടുപ്പിൽ BJPക്ക് വീണ്ടും ലഭിച്ചത് 2 സീറ്റുകൾ മാത്രം. ജനപിന്തുണയില്ലാതെയും രാഷ്ട്രീയ ദിശാബോധമില്ലാതെയും പാർട്ടി ദുർബലമായ അവസ്ഥയിലായിരുന്നു. ഈ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ലാൽകൃഷ്ണ അദ്വാനിയെ BJPയുടെ അധ്യക്ഷനായി നിയമിച്ചു. ഇക്കാലത്ത് RSSന്റെ ചിന്താധാരയിലും കാര്യമായ വ്യത്യാസങ്ങൾ വന്നിരുന്നു.
തങ്ങൾ ഏറെ പതിറ്റാണ്ടായി കാത്തിരുന്ന ദേശീയതയിലേക്കുള്ള പ്രയാണം ബി.ജെ.പിയിലൂടെ ആരംഭിക്കണമെന്ന് പൊതുധാരണയുണ്ടായി. അതിന് ബി.ജെ.പിയിൽ ആർ.എസ്.എസിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കണം. ജനസംഘത്തിന് സംഭവിച്ച അകാല മൃത്യു ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ടാകരുത്. ആർ.എസ്.എസ് തന്നെയാണ് ബി.ജെ.പി അധ്യക്ഷനായി എൽ.കെ. അദ്വാനിയെ വാഴിച്ചത്. നിഴലിൽ നിന്ന് രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നതിൽ സംഘം ഇനി തൃപ്തരായിരുന്നില്ല. ഇനി അവർ ഇന്ത്യയുടെ കഥ ഉള്ളിൽ നിന്ന് രൂപപ്പെടുത്തും. ഗുജറാത്തിലെ പൊതുജനങ്ങൾക്ക് അത്ര പരിചിതനല്ലായിരുന്ന നരേന്ദ്രമോദി അപ്പോഴേക്കും ആർ.എസ്.എസിലും അതിന്റെ രാഷ്ട്രീയ ഉപശാഖകളിലും ഒഴിച്ചുകൂടാനാവാത്ത വ്യക്തിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന് അപൂർവമായ ചില കഴിവുകളുണ്ടായിരുന്നു. ആൾക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള അവബോധം, സംഘടനാപരമായ കഴിവ്, പലരും അസാധ്യമെന്ന് കരുതിയ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള നിരന്തരമായ ക്ഷമ. അദ്ദേഹം ഒരു സാധാരണ രാഷ്ട്രീയക്കാരനായിരുന്നില്ല. കുടുംബ പാരമ്പര്യമോ സമ്പത്തോ ആശ്രയിക്കാൻ ഒരു മെന്ററോ അദ്ദേഹത്തിനില്ലായിരുന്നു. അദ്ദേഹത്തിനുണ്ടായിരുന്നത് വിശപ്പായിരുന്നു. സേവിക്കാനും ഉയരാനും സാംസ്കാരിക ദേശീയതയുടെ കാഴ്ചപ്പാടിൽ ഇന്ത്യയുടെ ഭാവിയെ പുനർനിർമ്മിക്കാനുമുള്ള വിശപ്പ്. 1987 മോദിയുടെ രാഷ്ട്രീയ യാത്ര വീണ്ടും ഗതിമാറി. അദ്ദേഹത്തിന്റെ സംഘടനാപരമായ പ്രതിഭയും അക്ഷീണമായ ഊർജവും തിരിച്ചറിഞ്ഞ ബി.ജെ.പി അദ്ദേഹത്തെ ഗുജറാത്ത് സംസ്ഥാനത്തിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി നിയമിച്ചു. ഇതൊരു സാധാരണ നിയമനമായിരുന്നില്ല. കൃത്യമായ ജാതി വിഭാഗങ്ങളും സംരംഭകത്വ മനോഭാവവും വളർന്നുവരുന്ന വർഗീയ സാഹചര്യങ്ങളുമുള്ള ഗുജറാത്ത് വെല്ലുവിളികളും സങ്കീർണതകളുമുള്ള ഒരു യുദ്ധക്കളമായിരുന്നു. സംസ്ഥാനത്ത് പാർട്ടി ദുർബലവും ഭിന്നിച്ചതും നിരാശയിലുമാണ്. മോദിയെപ്പോലൊരാൾ വേണ്ടിയിരുന്നു. അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റിയിലെ വിജയം അത്രമേൽ ആവേശഭരിതമാണ്. നരേന്ദ്രമോദി പൂർണ്ണമായും അതിൽ മുഴുകി. മാസങ്ങളോളം അദ്ദേഹം പ്രാദേശിക നേതാക്കളുമായി ചർച്ച നടത്തി. ഓരോ സ്ഥലത്തെയും ആർ.എസ്.എസ് നേതാക്കളെയും ബി.ജെ.പി നേതാക്കളെയും ഒരേ മേശയ്ക്ക് ഇരുപുറവുമിരുത്തി പരസ്പരം ഡാറ്റയും തന്ത്രങ്ങളും കൈമാറി. ലോജിസ്റ്റിക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടു. വിഭാഗീയ കലഹങ്ങൾ അടക്കി. അച്ചടക്കവും ആശയക്കുഴപ്പവും ഉണ്ടായിരുന്നിടത്ത് വിശ്വാസവും പരസ്പര ധാരണയും നിറച്ചു. ബി.ജെ.പിയിലുള്ള അദ്ദേഹത്തിന്റെ ഉയർച്ച മിന്നൽ വേഗത്തിലായിരുന്നില്ല. പക്ഷേ അത് സുസ്ഥിരവും അചഞ്ചലവും നിഷേധിക്കാനാവാത്തതുമായിരുന്നു. അദ്ദേഹം ഏറ്റെടുത്ത ഓരോ കാര്യവും കൃത്യതയോടെ പൂർത്തിയാക്കി. ഓരോ പുതിയ ചുമതലയും പഠിക്കാനും നയിക്കാനുമുള്ള അവസരമാക്കി മാറ്റി. 1990 ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം ഗുജറാത്തിൽ നിന്നുള്ള ഈ അക്ഷീണനായ സംഘാടകനെ ഗൗരവമായി ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന്റെ വിശ്വസ്തത ചോദ്യം ചെയ്യപ്പെടാനാവാത്തതായിരുന്നു. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം സമാനതകളില്ലാത്തതായിരുന്നു. അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ അതീവ മൂർച്ചയുള്ളതായിരുന്നു. അതിന് പ്രതിഫലം ലഭിച്ചു. ആ വർഷം അദ്ദേഹത്തെ ബി.ജെ.പി ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ അംഗമാക്കി. ദേശീയ തലത്തിൽ ആദ്യ ചുമതല. എന്നാൽ ചരിത്രം നരേന്ദ്രമോദിക്ക് പിന്നെയും ഏറെ കരുതി വച്ചിരുന്നു. 1990 വെറും രാഷ്ട്രീയ അഴിച്ചുപണിയുടെ വർഷം മാത്രമായിരുന്നില്ല. രാം രഥയാത്രയുടെ കൂടി വർഷമായിരുന്നു. അയോധ്യയിലെ തർക്കപ്രദേശത്തുള്ള ബാബറി മസ്ജിദ് പൊളിച്ചുമാറ്റി രാമക്ഷേത്രം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യത്തുടനീളം ഹിന്ദുവികാരം ഉണർത്താൻ അദ്വാനിയുടെ നേതൃത്വത്തിൽ ബി.ജെ.പി ശ്രമിച്ച വർഷമായിരുന്നു അത്. അതൊരു സാംസ്കാരിക ഉണർവിന്റെ നിമിഷമായിരുന്നു. അതിന്റെ കേന്ദ്രത്തിൽ മോദി സ്വയം കണ്ടെത്തി. രഥം പോലെ സജ്ജീകരിച്ച വാനിൽ നടത്തിയ ഈ മതരാഷ്ട്രീയ യാത്ര രാമന്റെ യാത്രയെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു. അതൊരു പ്രചാരണ പരിപാടി എന്നതിലുപരി ഒരു വിശ്വാസത്തിന്റെയും രോഷത്തിന്റെയും ആവേശത്തിന്റെയും കാഴ്ചയായി. നിർണായകമായ സംഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ നരേന്ദ്രമോദിക്കുമുണ്ടായിരുന്നു. ഏതാണ്ട് അദ്വാനിയുടെ സെക്കൻഡ് കമാൻഡ് എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹം യാത്രാമാർഗങ്ങളെ ഏകോപിപ്പിച്ചു. സന്നദ്ധ പ്രവർത്തകരെ ക്രമീകരിച്ചു. സുരക്ഷാ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. യാത്ര കടന്നുപോയ ഓരോ നഗരത്തിന്റെയും ജില്ലയുടെയും സ്പന്ദനം ഡോക്യുമെന്റ് ചെയ്തു. ഈ ലക്ഷ്യത്തിന്റെ വൈകാരിക തീവ്രത മനസ്സിലാക്കിയാണ് നരേന്ദ്രമോദി രഥയാത്രയിൽ പങ്കെടുത്തത്. ആർ.എസ്.എസ് ഇക്കാര്യത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നേരിട്ട് നൽകിയത് അദ്വാനിക്കും നരേന്ദ്രമോദിക്കുമാണ്. മോദി യാത്രയെ ഒരു രാഷ്ട്രീയ പരിപാടിയായി മാത്രമല്ല, ഒരു നാഗരിക പുനർനിർമ്മാണമായും കണ്ടു. അരാജകമായ ഒരു യാത്രയെ ചിട്ടയായ പ്രവർത്തനമാക്കി മാറ്റാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് പാർട്ടിയിലെ ഉന്നതരെ പോലും ആകർഷിച്ചു. മാധ്യമങ്ങളിൽ യാത്ര നിറഞ്ഞു നിൽക്കുന്നുവെന്നുറപ്പാക്കേണ്ട ചുമതല നരേന്ദ്രമോദിക്കായിരുന്നു. അദ്ദേഹം സ്വയം ശ്രദ്ധാകേന്ദ്രമാകാൻ ശ്രമിച്ചില്ല. എല്ലാം പിന്നിൽ നിന്ന് കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കി. ബീഹാറിൽ വെച്ച് എൽ.കെ. അദ്വാനിയെ അറസ്റ്റ് ചെയ്തതോടെ രഥയാത്ര തടസ്സപ്പെട്ടു. പക്ഷേ തീ ആളിക്കത്തിയിരുന്നു. വർഗീയ സംഘർഷങ്ങൾ വർദ്ധിച്ചു. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു. ഇത് ബി.ജെ.പിയുടെ രാഷ്ട്രീയ ഗ്രാഫും ഉയർത്തി. ഈ ചൂതാട്ടത്തിന് 1991 പൊതുതെരഞ്ഞെടുപ്പിൽ ഫലമുണ്ടായി. പാർട്ടി പാർലമെന്റിൽ പ്രധാന പ്രതിപക്ഷമായി. 20.11% വോട്ടും 120 സീറ്റുകളും. മോഡി പാർലമെന്റ് അംഗമായിരുന്നില്ലെങ്കിലും യാത്ര വിജയകരമാക്കിയ പ്രധാന ആസൂത്രകരിൽ ഒരാളായി അംഗീകരിക്കപ്പെട്ടു. അടുത്ത വർഷം മോഡിക്ക് വീണ്ടും വിളിയെത്തി. ഇത്തവണ മറ്റൊരു വലിയ പരിപാടി സംഘടിപ്പിക്കാനായിരുന്നു അത്. ഡോക്ടർ മുരളി മനോഹർ ജോഷിയുടെ നേതൃത്വത്തിൽ നടന്ന ഏകതാ യാത്ര. ദേശീയോദ്ഗ്രഥനത്തിന്റെ ശക്തമായ സന്ദേശം നൽകാൻ ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് ശ്രീനഗറിൽ അവസാനിക്കുന്ന യാത്ര. അവിടെ മുരളി മനോഹർ ജോഷി ലാൽ ചൗക്കിൽ ത്രിവർണ്ണ പതാക ഉയർത്തും. അന്ന് സംഘർഷഭരിതമായിരുന്ന ഒരു നഗരത്തിന്റെ ഹൃദയഭാഗത്ത്. മോഡി മുമ്പത്തെ അതേ തീവ്രതയോടെ യാത്രയിൽ മുഴുകി. ലോജിസ്റ്റിക്സ് കൂടുതൽ ദുരിതമായിരുന്നു. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടണം. അസ്ഥിരമായ പ്രദേശങ്ങളിലൂടെ കടന്നുപോകണം. നിരന്തരമായ ആക്രമണ ഭീഷണികളും. മോഡിക്ക് ഒരു കൂസലും ഉണ്ടായിരുന്നില്ല. എല്ലാ റാലിയും എല്ലാ പ്രസംഗവും
എല്ലാ ഇടത്താവളവും പദ്ധതിയനുസരിച്ച് നടക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ അദ്ദേഹം രാവും പകലും പ്രവർത്തിച്ചു. പലപ്പോഴും ഏതാനും മണിക്കൂറുകൾ മാത്രം ഉറങ്ങി. യാത്രാമാർഗത്തിൽ ബോംബുകൾ കണ്ടെത്തിയപ്പോഴും അദ്ദേഹം ശാന്തനും ദൃഢചിത്തനുമായി തുടർന്നു. സമ്മർദ്ദത്തിലായിരിക്കുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ ധൈര്യവും വിശദാംശങ്ങളിലുള്ള ശ്രദ്ധയും പാർട്ടിക്ക് വേരില്ലാത്ത പ്രദേശങ്ങളിൽ പോലും പ്രാദേശിക പിന്തുണ നേടാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും വീണ്ടും പ്രശംസ പിടിച്ചുപറ്റി. കനത്ത സുരക്ഷയിൽ മുരളി മനോഹർ ജോഷി ശ്രീനഗറിൽ ഇന്ത്യൻ പതാക ഉയർത്തിയപ്പോൾ അതൊരു പ്രതീകാത്മക നിമിഷമായിരുന്നു, മോദിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരവും. 1992 BJP 1986 പൊടി നിറഞ്ഞ കുടിസുമുറികളിലെ പാർട്ടിയായിരുന്നില്ല. അത് ആത്മവിശ്വാസത്തിലും അംഗസംഖ്യയിലും പ്രത്യയശാസ്ത്രപരമായ ഏകീകരണത്തിലും വളർന്നു. മോഡിയെപ്പോലുള്ള പ്രവർത്തകരിലൂടെ RSS BJPയിൽ കൃത്യമായി ഇഴുകിച്ചേർന്നു. മോഡി ഗുജറാത്തിന്റെ സംഘാടകൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം ഇപ്പോൾ ഒരു പ്രധാന ദേശീയ ആസ്തിയായി കണക്കാക്കപ്പെട്ടു. എന്നിട്ടും ലോകം അദ്ദേഹത്തെ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഒരു പഞ്ചായത്ത് അംഗം പോലുമല്ല, പാർട്ടിയിൽ എടുത്തു പറയാനൊരു സ്ഥാനമില്ല. എന്നിട്ടും നിശബ്ദൻ, ഏൽപ്പിക്കുന്ന ഏത് ജോലിയും കൃത്യമായി തീർത്ത് പാർട്ടിയെ 5 വർഷം മുന്നിലേക്ക് സഞ്ചരിപ്പിക്കുന്ന മാന്ത്രികൻ. ചരിത്രവും അദ്ദേഹത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 1992 ഭാരതീയ ജനതാ പാർട്ടി ഗുജറാത്തിൽ ഒരു വൈകാരിക പ്രതിസന്ധി അനുഭവിച്ചു. ദേശീയ നേതാക്കൾക്ക് പ്രിയപ്പെട്ട നരേന്ദ്രമോദി സംസ്ഥാന പാർട്ടിയിൽ സ്വാധീനത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലം. സംസ്ഥാനത്തു നിന്നുള്ള പ്രമുഖ BJP MPയും ഒരു കാലത്ത് മോദിയുടെ അടുത്ത സഹപ്രവർത്തകനുമായിരുന്ന ശങ്കർ സിംഗ് വഗേല ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ എതിരാളിയുടെ സ്ഥാനത്തെത്തി. പാർട്ടിയിൽ 2 അപ്രഖ്യാപിത ഗ്രൂപ്പുകൾ രൂപപ്പെട്ടു. ഇതിനൊപ്പം 3ാം ഗ്രൂപ്പും ഉണ്ടായിരുന്നു. പാർട്ടിയുടെ സ്ഥാപക നേതാവായ കേശുഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലാണ് 3ാം ഗ്രൂപ്പ്. രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾക്കും പ്രചാരണ രേഖകൾക്കും താഴെ പാർട്ടി നേതാക്കളുടെ അധികാരാഭിലാഷം, കൂറ്, ലക്ഷ്യം എന്നിവയുടെ സംഘർഷങ്ങളുമായി നിശബ്ദമായി മല്ലിടുന്ന ഒരു മനുഷ്യനായിരുന്നു അക്കാലത്ത് മോഡി. കേശുഭായ് പട്ടേലുമായി നരേന്ദ്രമോദി പുതിയ സൗഹൃദം ആരംഭിച്ചു. ഇത് ശങ്കർ സിംഗ് വഗേലയെ പ്രകോപിപ്പിച്ചു. വഗേലയും മോദിയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി. വഗേല ദേശീയ നേതൃത്വത്തോട് പരാതി പറഞ്ഞു. മോഡി പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നുവെന്നും അദ്ദേഹത്തിന്റെ അഹമ്മദാബാദിലെ സ്വാധീനം പാർട്ടിക്ക് ദോഷം ചെയ്യുന്നുവെന്നുമായിരുന്നു പരാതി. പലപ്പോഴും നിസ്സംഗനായിരുന്നെങ്കിലും മോദിക്ക് ആഴത്തിൽ മുറിവേറ്റു. ഗുജറാത്തിൽ BJP വളർത്തുന്നതിനായി അദ്ദേഹം വർഷങ്ങളോളം നിശബ്ദമായി കഠിന പ്രയത്നം ചെയ്തിരുന്നു. താഴെത്തലത്തിലുള്ള പ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നത് മുതൽ ഗ്രാമീണ മണ്ഡലങ്ങളിൽ സഖ്യങ്ങൾ രൂപീകരിക്കുന്നതുവരെ. എന്നിട്ടും ഇപ്പോൾ താൻ വളർത്തിയെടുത്ത അതേ രാഷ്ട്രീയ കുടുംബത്തിലെ ഒരു വിഭാഗത്താൽ അദ്ദേഹം അപകീർത്തിപ്പെട്ടു. ഈ ആഭ്യന്തര പോരാട്ടത്തിന്റെ വൈകാരിക ആഘാതം, വഞ്ചനയുടെ കയ്പ്, രാഷ്ട്രീയം ഉദ്ദേശപൂർണമായിരിക്കുന്നത് പോലെ തന്നെ ക്രൂരവുമാകാം എന്ന തിരിച്ചറിവ് മോദിയെ ഏകദേശം 2 പതിറ്റാണ്ടോളം തനിക്ക് നിർവചനം നൽകിയിരുന്ന ലോകത്തുനിന്ന് ഒരിടവേളയെടുക്കാൻ പ്രേരിപ്പിച്ചു. അതൊരു പരസ്യമായ പിന്മാറ്റമായിരുന്നില്ല. രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായും പിൻവാങ്ങി. താൻ അടിത്തട്ടിൽ നിന്ന് കെട്ടിപ്പടുക്കാൻ സഹായിച്ച പാർട്ടിയിൽ നിന്ന് അകലം പാലിച്ചു. അഹമ്മദാബാദിൽ ഒരു സ്കൂൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തിരക്കുകളിലേക്ക് മാറുകയാണ് താനെന്ന് മോദി മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ സത്യത്തിൽ ഈ ഇടവേള ആത്മീയവും വൈകാരികവുമായിരുന്നു. മോദിക്ക് സമയം വേണ്ടിയിരുന്നു ചിന്തിക്കാൻ, മുറിവുണക്കാൻ, താൻ യഥാർത്ഥത്തിൽ എവിടെയാണ് ഉൾപ്പെടുന്നത് എന്ന് വിലയിരുത്താൻ. ഈ ഇടവേളയിൽ മോദി രാജ്യമെമ്പാടും സഞ്ചരിച്ചു. ചെറുപ്പത്തിൽ ചെയ്തതുപോലെ ഹിമാലയത്തിൽ ദിവസങ്ങൾ ചെലവഴിച്ചു. സന്യാസിമാർക്കും മലകൾക്കും ഇടയിൽ നടന്നു. നിശബ്ദതയിൽ ആശ്വാസം കണ്ടെത്തി. കഠിനവും എന്നാൽ ശുദ്ധീകരിക്കുന്നതുമായ കാലാവസ്ഥ അദ്ദേഹത്തെ കുറെ ഭേദപ്പെടുത്തി. അദ്ദേഹം ധ്യാനിച്ചു, കവിതകൾ എഴുതി, ധാരാളം വായിച്ചു. അണിയറയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരാൾക്ക് ഈ ഇടവേള ആന്തരിക ശക്തി നൽകുമെന്ന് രാഷ്ട്രീയ എതിരാളികൾക്ക് മനസ്സിലായിരുന്നില്ല. 1994 ആയപ്പോഴേക്കും ഇന്ത്യൻ രാഷ്ട്രീയം വീണ്ടും മാറി. അടൽ ബിഹാരി വാജ്പേയി, LK അദ്വാനി തുടങ്ങിയ പ്രമുഖർ ദേശീയതലത്തിൽ തരംഗമാകാൻ തുടങ്ങി. നേതാക്കൾ BJP പ്രാദേശിക ശക്തി കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് ഗുജറാത്ത് ഏകീകരിക്കാൻ ലക്ഷ്യമിട്ടു തുടങ്ങിയിരുന്നു. മോഡിയെ അകറ്റി നിർത്തിയത് ഇക്കാര്യത്തിൽ വലിയ വിഡ്ഢിത്തരമായി നേതാക്കൾക്ക് തോന്നി. മോദിയുമായി പ്രത്യയശാസ്ത്രപരമായ യോജിപ്പ് മാത്രമല്ല, വ്യക്തിപരമായ അടുപ്പവും പങ്കിട്ടിരുന്ന LK അദ്വാനി അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. മോഡി ഒരു തീവ്ര RSS പ്രചാരകനിൽ നിന്ന് അച്ചടക്കമുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞനായി മാറുന്നത് അദ്വാനി വർഷങ്ങളോളം നിരീക്ഷിച്ചിരുന്നു. ഗുജറാത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചുള്ള മോദിയുടെ ധാരണ സമാനതകളില്ലാത്തതാണെന്നും BJPക്ക് തങ്ങളുടെ അഭിലാഷങ്ങളെ വിജയങ്ങളാക്കി മാറ്റണമെങ്കിൽ അദ്ദേഹത്തിന്റെ സംഘടനാപരമായ തിളക്കം ഒഴിച്ചുകൂടാനാവാത്തതാണെന്നും അദ്വാനിക്കറിയാമായിരുന്നു. ഹിമാലയൻ താഴ്വരയിൽ ഒരു ധ്യാന പദ്ധതിയിൽ പങ്കെടുക്കവെയാണ് അദ്വാനിയുടെ വിളിയെത്തിയത്. എത്രയും വേഗം ഡൽഹിയിലെത്താനും ഒരു കൂടിക്കാഴ്ചയ്ക്ക് മോദി ആഗ്രഹിക്കുന്ന നിമിഷം താൻ തയ്യാറാണെന്നും അദ്വാനി അറിയിച്ചു. അത് വെറുമൊരു ക്ഷണമായിരുന്നില്ല, അദ്വാനിയുടെയും പാർട്ടിയുടെയും മോദിയോടുള്ള വിശ്വാസത്തിന്റെ സൂചനയാണ്. വിഭാഗീയ രാഷ്ട്രീയത്തിൽ ഇപ്പോഴും ജാഗ്രത പുലർത്തുന്നവനാണ് മോഡി. പക്ഷേ പാർട്ടി പ്രസിഡന്റ് ഏൽപ്പിക്കുന്ന ദൗത്യത്തിന് ഗൗരവത്തിൽ ആകൃഷ്ടനായി മോഡി തിരിച്ചു വരാൻ സമ്മതിച്ചു. അദ്ദേഹം ഇപ്പോഴും RSSകാരനാണ്, ദൗത്യത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നവനല്ല. തീരുമാനം എളുപ്പമായിരുന്നില്ല. 1992 മുറിവുകൾ പൂർണ്ണമായും ഉണങ്ങിയിട്ടില്ല. അങ്ങനെ 1994 അദ്ദേഹം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് തിരികെ എത്തി. ഇത്തവണ ദൗത്യത്തെക്കുറിച്ചുള്ള ഒരു പുതിയ ബോധവും മുന്നോട്ടുള്ള പാതയെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയും ഉണ്ടായിരുന്നു.
തിരിച്ചെത്തിയ ഉടൻ മോദിയെ ഗുജറാത്തിലെ ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറിയായി അദ്വാനി നിയമിച്ചു. അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് പ്രതീക്ഷയുടെയും ജാഗ്രതയുടെയും സമ്മിശ്ര വികാരങ്ങളാണ് ഉയർത്തിയത്. പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അതൊരു ആഘോഷ നിമിഷമായിരുന്നു. ചില നേതാക്കൾക്ക് ജാഗ്രതയുടെ നിമിഷവും. ആദ്യ ദിനം മുതൽ ജോലിയുടെ ആഴങ്ങളിലേക്ക് മോഡി ഇറങ്ങി. സംസ്ഥാനം ചുറ്റി സഞ്ചരിച്ചു. നിഷ്ക്രിയമായിരുന്ന പാർട്ടി യൂണിറ്റുകളെ പുനരുജ്ജീവിപ്പിച്ചു. കാര്യകർത്താക്കളെ സംഘടിപ്പിച്ചു. ഗുജറാത്തിലെ ബി.ജെ.പിയുടെ സാധ്യതകളെ ഉടൻ തന്നെ മാറ്റിമറിക്കാൻ തുടങ്ങിയ മൈക്രോ മാനേജ്മെന്റ് നടപ്പാക്കി. മോദിയെ മറ്റു നേതാക്കളിൽ നിന്നും വേർതിരിച്ചത് അദ്ദേഹത്തിന്റെ സൂക്ഷ്മമായ ബുദ്ധിയോ അക്ഷീണമായ കഠിനാധ്വാനമോ മാത്രമായിരുന്നില്ല. അത് ജനങ്ങളുമായുള്ള അദ്ദേഹത്തിന്റെ വൈകാരിക ബന്ധമായിരുന്നു. അദ്ദേഹം പൊടി നിറഞ്ഞ ഗ്രാമീണ വീടുകളിൽ രാത്രികൾ ചിലവഴിച്ചു. തൊഴിലാളികൾക്കൊപ്പം ചായ കുടിച്ചു. കർഷകരുടെയും അധ്യാപകരുടെയും വ്യാപാരികളുടെയും ആശങ്കകൾക്ക് ചെവി കൊടുത്തു. കേൾക്കാനും കണക്കിലെടുക്കപ്പെടാനും ഉയർത്തപ്പെടാനുമുള്ള ആഗ്രഹം തന്നിലെരിയുന്ന അതേ തീ അദ്ദേഹം അവരുടെ കണ്ണുകളിൽ കണ്ടു. 1995 ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരു അഗ്നിപരീക്ഷയായിരുന്നു. ബി.ജെ.പിക്കും മോഡിക്കും. നഷ്ടപ്പെട്ട ഇടം തിരിച്ചുപിടിക്കാൻ മാത്രമല്ല, തന്റെ തന്ത്രങ്ങളും തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് ശൈലിയും ഒരുമിച്ച് നിലനിൽക്കുമെന്ന് തെളിയിക്കാനാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തിയത്. പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ഗുജറാത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും സൂക്ഷ്മമായി സംഘടിപ്പിക്കപ്പെട്ട പ്രചാരണങ്ങളിലൊന്നാണ് അദ്ദേഹം നടത്തിയത്. ബൂത്ത് തല ആസൂത്രണം മുതൽ സംസ്ഥാനതല സന്ദേശം വരെ ഓരോ നീക്കത്തിലും മോദിയുടെ തനതായ കൃത്യത പ്രകടമായിരുന്നു. ബി.ജെ.പി. തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി. 182 സീറ്റുകളിൽ 121. കേശുഭായ് പട്ടേൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. എന്നാൽ അണിയറയിൽ വിജയത്തിന്റെ യഥാർത്ഥ ശില്പി ആരാണെന്ന് പലർക്കും അറിയാമായിരുന്നു. മോദിയെ സംബന്ധിച്ചിടത്തോളം ആ നിമിഷം മധുരവും കയ്പും നിറഞ്ഞതാണ്. ചരിത്രപരമായ ഒരു വിജയം അദ്ദേഹം നേടി. എന്നിട്ടും പൊതുജന ശ്രദ്ധയിൽ നിന്ന് വിട്ടുനിന്നു. അദ്ദേഹം നിഴലിൽ പ്രവർത്തിക്കുന്നതിൽ സംതൃപ്തനായിരുന്നു. അത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ പ്രതീകമായിരുന്നു. അംഗീകാരത്തെക്കാൾ ഫലങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാൾ. ഈ വിജയം ബി.ജെ.പിയുടെ ദേശീയ ഘടനയിൽ മോദിക്ക് പുതിയ വിശ്വാസ്യത നൽകി. ഗുജറാത്തിലെ അദ്ദേഹത്തിന്റെ വിജയം രാജ്യമെമ്പാടുമുള്ള നേതാക്കളുടെ ശ്രദ്ധ ആകർഷിച്ചു. പല സംസ്ഥാനങ്ങളിലും ഗുജറാത്ത് മോഡൽ നടപ്പാക്കപ്പെട്ടു. 1995 നവംബറിൽ പാർട്ടി ഒരു തന്ത്രപരമായ തീരുമാനമെടുത്തു. മോഡിയെ ബി.ജെ.പിയുടെ ദേശീയ സെക്രട്ടറിയായി നിയമിക്കുകയും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഹൃദയമായ ഡൽഹിയിലേക്ക് മാറ്റുകയും ചെയ്തു. അവിടെ ഹരിയാനയിലും ഹിമാചൽ പ്രദേശിലുമുള്ള പാർട്ടി കാര്യങ്ങളുടെ ചുമതല അദ്ദേഹത്തിന് നൽകി. അതുല്യമായ രാഷ്ട്രീയ ഗതിമാറ്റങ്ങളും ബി.ജെ.പിയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയ അഭിലാഷങ്ങൾക്ക് നിർണായക പ്രാധാന്യവുമുള്ള രണ്ട് സംസ്ഥാനങ്ങൾ. മോഡിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിലേക്കുള്ള മാറ്റം ഒരു ഉന്നമനവും പരീക്ഷണവുമായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഗുജറാത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. തന്റെ തന്ത്രങ്ങളും സഹജാവബോധവും തന്റെ സ്വന്തം മണ്ണിൽ നിന്ന് മാറി പാർട്ടിയുടെ ഭാഗധേയം രൂപപ്പെടുത്താൻ ഉപയോഗിക്കപ്പെട്ടു. ഹരിയാനയിൽ ആഴത്തിൽ വേരൂന്നിയ ജാതി അധിഷ്ഠിത രാഷ്ട്രീയമുള്ളൊരു സംസ്ഥാനത്ത് ബി.ജെ.പി. സ്വാധീനം വളർത്തുന്നതിന്റെ വെല്ലുവിളി അദ്ദേഹം നേരിട്ടു. ഹിമാചൽ പ്രദേശിൽ ചെറുതും എന്നാൽ രാഷ്ട്രീയമായി സജീവവുമായ ഒരു പ്രദേശത്തെ കുന്നുകളിലൂടെയും താഴ്വരകളിലൂടെയും അദ്ദേഹത്തിന് സഞ്ചരിക്കേണ്ടി വന്നു. അവിടെ ബി.ജെ.പിക്ക് ശ്രദ്ധാപൂർവമായ പൊളിച്ചെഴുത്ത് ആവശ്യമായിരുന്നു. മോഡി ഈ ചുമതലകളെ ഗുജറാത്തിൽ കാണിച്ച അതേ പ്രതിബദ്ധതയോടെയാണ് സമീപിച്ചത്. അദ്ദേഹം പ്രാദേശിക സംസ്കാരങ്ങളിൽ മുഴുകി പ്രദേശങ്ങളുടെ ചരിത്രങ്ങൾ പഠിച്ചു. താഴെത്തലത്തിലുള്ള പ്രവർത്തകരുമായി ബന്ധപ്പെട്ടു. എല്ലായിടത്തും ഒരുപോലെ ചേരുന്ന തന്ത്രങ്ങൾ അടിച്ചേൽപ്പിക്കാതെ പ്രാദേശിക വികാരങ്ങളുമായി ചേർന്നു പോകുന്ന വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള പ്രചാരണങ്ങൾ അദ്ദേഹം രൂപീകരിച്ചു. പൊരുത്തപ്പെടാനും സഹാനുഭൂതിയോടെ പെരുമാറാനും മുന്നിൽ നിന്ന് നയിക്കാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ബി.ജെ.പിയുടെ സംഘടനാ സംസ്കാരത്തെ പുനർനിർവചിക്കാൻ തുടങ്ങി. ബി.ജെ.പി. മാറി. നരേന്ദ്ര ദാമോദർ ദാസ് മോഡി അതിനെ മാറ്റി. തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആഹ്ലാദാരവങ്ങൾ ഒഴിയും മുമ്പ് പാർട്ടിക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് ലഭിച്ചു. ഗുജറാത്തിലെ ബി.ജെ.പിയുടെ മുഖങ്ങളിൽ ഒരാളായ ശങ്കർ സിംഗ് വഗേല തന്റെ രാഷ്ട്രീയ സ്വപ്നങ്ങൾ പരിപോഷിപ്പിച്ച പാർട്ടി ഉപേക്ഷിച്ചു പോയി. അദ്ദേഹത്തിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്കുള്ള കൂറുമാറ്റം മോദിയെ അടക്കം ഞെട്ടിച്ചു. അതൊരു കേവലമായ കൂറുമാറ്റമായിരുന്നില്ല. അത് ബി.ജെ.പിയുടെ ആന്തരിക കെട്ടുറപ്പിനെ പരീക്ഷിക്കുകയും അതിന്റെ നേതൃഘടനയുടെ ദുർബലമായ പോരായ്മകളെ തുറന്നുകാട്ടുകയും ചെയ്ത രാഷ്ട്രീയ വഞ്ചനയായിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിയെ തുടർന്നാണ് വഗേലയുടെ പുറത്തുപോകൽ. താൻ ആവശ്യപ്പെട്ട സീറ്റ് ലഭിക്കാതിരുന്നതാണ് തോൽവിക്ക് കാരണമെന്ന് ശങ്കർ സിംഗ് വഗേല കുറ്റപ്പെടുത്തി. താൻ പാർശ്വവൽക്കരിക്കപ്പെട്ടുവെന്നും തന്റെ സംഭാവനകൾക്ക് മതിയായ വില ലഭിച്ചില്ലെന്നും സംസ്ഥാനത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടുകൾ കേന്ദ്ര പാർട്ടി നേതാക്കളാൽ അടിച്ചമർത്തപ്പെട്ടുവെന്നും അദ്ദേഹം ആരോപിച്ചു. അതൊരു കലാപമായിരുന്നു. ബി.ജെ.പിയുടെ ഗുജറാത്ത് ഘടകത്തിൽ ആഴത്തിലുള്ളതും രക്തം വാർന്നൊഴുകുന്നതുമായ ഒരു മുറിവ് അവശേഷിപ്പിച്ച കലാപം. ഈ പ്രക്ഷോഭത്തിന്റെ നിഴലിലും പാർട്ടി സെക്രട്ടറി മോദി അചഞ്ചലനായി നിന്നു. ശങ്കർ സിംഗ് വഗേല പുറത്തുപോയതോടെ മുഖ്യമന്ത്രി കേശുഭായ് പട്ടേലിന് രാജിവെക്കേണ്ടി വന്നു. 48 എം.എൽ.എമാരെ വലിച്ച് ഖജുരാഹോയിലെ റിസോർട്ടിലാക്കിയാണ് ശങ്കർ സിംഗ് വഗേല കോൺഗ്രസിലേക്ക് പോയത്. ആടിയുലഞ്ഞ സർക്കാരിനെ നയിക്കാൻ നരേന്ദ്രമോദിയോട് വലിയ അടുപ്പം സൂക്ഷിക്കാത്ത സുരേഷ് മേത്ത മുഖ്യമന്ത്രിയായി. 1996 ശങ്കർ സിംഗ് വഗേല ബി.ജെ.പിക്ക് അടുത്ത പ്രഹരമേൽപ്പിച്ചു. തന്റെ കൂടെ പോന്ന എം.എൽ.എമാരെ കൂട്ടി അദ്ദേഹം രാഷ്ട്രീയ ജനതാ പാർട്ടി രൂപീകരിച്ചിരുന്നു. അവർ സുരേഷ് മേത്തയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചു. കോൺഗ്രസും വഗേലയും ചേർന്ന് ബി.ജെ.പി. സർക്കാരിനെ മറിച്ചിട്ടു.
സംസ്ഥാനത്ത് ആർക്കും ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ 1998 വരെ രാഷ്ട്രപതി ഭരണം വന്നു. 1998 ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ആന്തരിക കലഹത്താൽ ഉലഞ്ഞ വോട്ടർമാർക്കിടയിൽ ആത്മവിശ്വാസം പുനഃസ്ഥാപിക്കാൻ ബി.ജെ.പിക്ക് ഒരു ഉണർവും ഒരു ഏകീകൃത തന്ത്രവും ആവശ്യമായിരുന്നു. തെരഞ്ഞെടുപ്പിനായുള്ള പാർട്ടിയുടെ സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് മോദിയെ നിയമിച്ചു. നിശബ്ദമെങ്കിലും ശക്തമായ ഒരു പദവി. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ തന്ത്രപരമായ പ്രതിഭ വ്യക്തമായ തിളക്കത്തോടെ പ്രകാശിക്കാൻ തുടങ്ങിയത്. വഘേലയുടെ കലാപകാലത്ത് വിശ്വസ്തനായി ഒപ്പം നിന്ന കേശുഭായ് പട്ടേലിനു വേണ്ടി മോദി ശക്തമായി വാദിച്ചു. കേശുഭായ് പ്രായം കാരണം അവശനാണെങ്കിലും പാർട്ടി അണികൾക്കിടയിലും പട്ടേൽ സമുദായത്തിനിടയിലും അദ്ദേഹത്തിന് ഇപ്പോഴും സ്വാധീനമുണ്ടായിരുന്നു. നല്ല പ്രതിച്ഛായയുള്ളവരും ജനകീയ പിന്തുണയുള്ളവരും ശക്തമായ സംഘടനാ പ്രതിബദ്ധതയുള്ളവരുമായ സ്ഥാനാർത്ഥികളെ അദ്ദേഹം കണ്ടെത്തി. നരേന്ദ്രമോദി സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയിരുന്നത് ജനപ്രീതി അടിസ്ഥാനമാക്കി മാത്രമായിരുന്നില്ല. അവ സാധ്യതകളെയും പ്രത്യയശാസ്ത്രത്തെയും ദീർഘകാല ഏകീകരണത്തിനായുള്ള കാഴ്ചപ്പാടിനെയും അടിസ്ഥാനമാക്കിയാണ്. ഫലങ്ങൾ അതുപോലെ തന്നെ അമ്പരപ്പിച്ചു. 1998 ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തി. 117 സീറ്റുകൾ. പ്രതിപക്ഷമായ കോൺഗ്രസിന് 53 സീറ്റ് മാത്രം. ശങ്കർ സിംഗ് വഘേലയുടെ രാഷ്ട്രീയ ജനതാ പാർട്ടി 4 സീറ്റിൽ ഒതുങ്ങി. കേശുഭായ് പട്ടേൽ മുഖ്യമന്ത്രിയായി തിരിച്ചെത്തിയെങ്കിലും പാർട്ടിയുടെ ഉന്നത തലങ്ങളിൽ അംഗീകാരം നേടിയത് നരേന്ദ്രമോദിയുടെ പിന്നിൽ നിന്നുള്ള നിശബ്ദമായ നീക്കങ്ങളായിരുന്നു. 1998 മെയ് മാസത്തിൽ അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ അംഗീകരിക്കപ്പെട്ടു. ബി.ജെ.പിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയായി നരേന്ദ്രമോദിയെ നിയമിച്ചു. ദേശീയ പ്രാധാന്യമുള്ള ശക്തമായ പദവി. ആർ.എസ്.എസിന്റെ ആശീർവാദത്തോടെ മോഡി ഡൽഹിയിൽ തിരിച്ചെത്തി പണി തുടങ്ങി. ഇന്ത്യയിലുടനീളം ബി.ജെ.പിയുടെ വികാസത്തിനുള്ള രൂപരേഖകൾ ഇക്കാലത്ത് നരേന്ദ്രമോദി തയ്യാറാക്കി. ഇന്നും ഈ റൂട്ട് മാപ്പാണ് പാർട്ടി ഉപയോഗിക്കുന്നത്. അത്രമാത്രം സൂക്ഷ്മമായിരുന്നു ഇവയോരോന്നും. എന്നിട്ടും അദ്ദേഹത്തിന്റെ ഹൃദയം ഗുജറാത്ത് പൂർണ്ണമായി വിട്ടുപോയില്ല. പ്രായത്തിന്റെ ക്ഷീണം ബാധിച്ച കേശുഭായ് പട്ടേലിന്റെ കീഴിൽ സംസ്ഥാന ഭരണം കിതയ്ക്കുന്നുണ്ടായിരുന്നു. 2001 ഗുജറാത്തിന് മേൽ ഇരുണ്ട മേഘങ്ങൾ തളം കെട്ടി. അവശനായ കേശുഭായ് പട്ടേലിന് ഭരണത്തിലുള്ള പിടി അയഞ്ഞു. ഉദ്യോഗസ്ഥ കെടുകാര്യസ്ഥത, ഭരണപരമായ നിഷ്ക്രിയത്വം, വർദ്ധിച്ചുവരുന്ന പൊതുജന അസംതൃപ്തി എന്നിവ 1998 നേടിയെടുത്ത ഗുഡ്വിൽ ഇല്ലാതാക്കാൻ തുടങ്ങി. പാർട്ടിക്ക് കൂനിന്മേൽ കുരുവായി. 2001 ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷ ദിനത്തിൽ രാവിലെ ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ ഭൂച്ച് പട്ടണത്തിൽ വലിയ ഭൂകമ്പമുണ്ടായി. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു അത്. 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം. കെട്ടിടങ്ങൾ തകർന്നു. കുടുംബങ്ങളെ ജീവനോടെ കുഴിച്ചുമൂടി. തയ്യാറെടുപ്പില്ലാത്തൊരു സംസ്ഥാനത്തിന്റെ ദുർബലമായ അടിസ്ഥാന സൗകര്യങ്ങളെ തകർത്തു. 20,000-ലധികം ജീവനുകൾ നഷ്ടപ്പെട്ടു. 10,000-കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടില്ലാതായി. സംസ്ഥാനത്തിന്റെ പ്രതികരണം മന്ദഗതിയിലുള്ളതും താറുമാറായതും മോശം ഏകോപനമുള്ളതുമായിരുന്നു. ഇത് വേദന വർദ്ധിപ്പിച്ചു. മോഡി ദൂരെ നിന്ന് ദുഃഖിതനും അസ്വസ്ഥനുമായി നോക്കി നിന്നു. ഗുജറാത്തിലെ ജനങ്ങൾ സഹായത്തിനായി നിലവിളിച്ചപ്പോൾ സംസ്ഥാന ഭരണം പതറി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായി. സഹായ വിതരണത്തിൽ അഴിമതി കടന്നുകൂടി. അധികാര ദുരുപയോഗ ആരോപണങ്ങൾ കനലുകൾക്ക് മുകളിൽ നിന്ന് പുക പോലെ ഉയരാൻ തുടങ്ങി. പൊതുജനാഭിപ്രായം ആദ്യം ദുഃഖകരവും പിന്നീട് കോപാകുലവുമായി മാറി. ഒരിക്കൽ ബി.ജെ.പിയുടെ തീവ്ര അനുഭാവികളായിരുന്ന പൗരന്മാർ പാർട്ടിയുടെ ധാർമ്മിക അധികാരത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. മോശം ഭരണവും ഇരകളോടുള്ള ക്രൂരമായ മനോഭാവവും കേശുഭായ് പട്ടേൽ സർക്കാരിനെ വേട്ടയാടി. അതിനെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പുകൾ വർദ്ധിച്ചുവരുന്ന നിരാശ വെളിപ്പെടുത്തി. ബി.ജെ.പിക്ക് നിർണായകമായ നിയമസഭാ സീറ്റുകൾ നഷ്ടപ്പെട്ടു. ചുമരിലെഴുതിയത് വ്യക്തമായിരുന്നു. മാറ്റം ആവശ്യമായിരുന്നില്ല, അത് അനിവാര്യമായിരുന്നു. ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം കൂടിയാലോചനകൾ ആരംഭിച്ചു. കേശുഭായ് പട്ടേലിന് സ്ഥാനമൊഴിയേണ്ടി വന്നു. പാർട്ടിയുടെ ഇടനാഴികളിൽ ആ വലിയ ചോദ്യം ഉയർന്നു വന്നു: അദ്ദേഹത്തിന് പകരം ആര് വരും? അനേകം മത്സരാർത്ഥികളുണ്ടായിരുന്നു. പരിചയസമ്പന്നരായ കൈകളും വിശ്വസ്തരായ നേതാക്കളും. എന്നാൽ ഒരു പേര് വീണ്ടും മേശപ്പുറത്തെത്തി: നരേന്ദ്രമോദി. വർഷങ്ങളോളം അദ്ദേഹം നിശബ്ദനായ ശില്പിയും പിന്നണിയിലെ തന്ത്രജ്ഞനും ഗുജറാത്തിന്റെ ആത്മാവിനെയും രാഷ്ട്രീയ യന്ത്രത്തിന്റെ പ്രവർത്തനങ്ങളെയും മനസ്സിലാക്കിയ ആളുമായിരുന്നു. അദ്ദേഹത്തിന് ഭരണപരമായ പരിചയമില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് കാഴ്ചപ്പാടിൽ സമാനതകളില്ലാത്ത വ്യക്തതയും സംഘടനാപരമായ അച്ചടക്കവും ആർ.എസ്.എസിന്റെയും ബി.ജെ.പിയുടെയും ആദർശങ്ങളുമായുള്ള ആഴത്തിലുള്ള ഏതാണ്ട് ആത്മീയമായ ബന്ധവുമുണ്ടായിരുന്നു. തീരുമാനം എളുപ്പമായിരുന്നില്ല. പാർട്ടിയിലെ ചിലർ പൊതുപദവികൾ വഹിച്ചിട്ടില്ലാത്ത ഒരാളെ കൊണ്ടുവരുന്നതിനെതിരെ വാദിച്ചു. മറ്റു ചിലർ അദ്ദേഹത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത സ്വഭാവത്തെ ഭയപ്പെട്ടു. എന്നാൽ ബി.ജെ.പിയുടെ ഏറ്റവും വലിയ നേതാക്കളായ വാജ്പേയിക്കും അദ്വാനിക്കും അറിയാമായിരുന്നു ഗുജറാത്തിന് ദൃഢനിശ്ചയവും നവീകരണ മനോഭാവവുമുള്ള ഒരു നേതാവിനെ ആവശ്യമാണെന്ന്. മോഡിയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. തന്ത്രങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തെ വീട്ടിലേക്ക് തിരിച്ചയക്കുകയാണെന്ന് പറയാനായിരുന്നു ഇത്തവണ. നയിക്കാൻ മുഖ്യമന്ത്രിയാവാനല്ല നരേന്ദ്രമോദിയെ വിളിപ്പിച്ചത്. ഗുജറാത്തിലെ കുത്തഴിഞ്ഞ അവസ്ഥ നേരെയാക്കാൻ കേശുഭായ് പട്ടേലിന്റെ കീഴിൽ ഉപമുഖ്യമന്ത്രിയാവാനായിരുന്നു ആവശ്യം. മോദി പാർട്ടി നേതൃത്വം പറയുന്നത് മുഴുവൻ കേട്ടു. അവസാനം തീരുമാനം അവിടെ വെച്ച് തന്നെ പറഞ്ഞു: ഉപമുഖ്യമന്ത്രിയാവാനില്ല, സാധിക്കുമെങ്കിൽ പൂർണ്ണ നിയന്ത്രണം നൽകി മുഖ്യമന്ത്രിയാക്കുക, അല്ലെങ്കിൽ യാതൊന്നും ആവശ്യമില്ല. പാർട്ടി നേതൃത്വം അന്താളിച്ചു.
അത്രയും ആത്മവിശ്വാസമുള്ള മറ്റൊരു മനുഷ്യനെ ആ കമ്മിറ്റിക്ക് മുന്നിൽ അവർ കണ്ടിട്ടില്ലായിരുന്നു. വിവരം അറിയിക്കാമെന്ന് പറഞ്ഞ് അദ്വാനി മോദിയെ തിരിച്ചയച്ചു. അധികം വൈകിയില്ല. ഗുജറാത്തിലേക്ക് പുറപ്പെടാനും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാനും മോദിക്ക് സന്ദേശമെത്തി. മോദിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വൈകാരിക നിമിഷമായിരുന്നു. വർഷങ്ങളോളം അദ്ദേഹം ശ്രദ്ധിക്കപ്പെടാതെ പാർട്ടിയെ സേവിച്ചു. അദ്ദേഹം പാർശ്വവൽക്കരണം സഹിച്ചു. നിശബ്ദമായ നിഴലുകളിൽ നിന്നു തന്റെ ആദർശങ്ങൾ യഥാർത്ഥ അധികാരത്തിന്റെ അഗ്നിപരീക്ഷയിൽ സ്ഫുടം ചെയ്യുന്ന ഒരു നിമിഷത്തിനായി കാത്തിരുന്നു. ആ നിമിഷം വന്നെത്തിയിരുന്നു. 2001 ഒക്ടോബർ 7 നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 2002 ഫെബ്രുവരി 24 രാജ്കോട്ട് 2 മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ അശ്വിൻ മേത്തയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഗുജറാത്ത് സംസ്ഥാന നിയമസഭയിലേക്ക് പ്രവേശിച്ചു. ഭൂകമ്പത്തിന്റെ ആഘാതത്തിൽ നിന്ന് സംസ്ഥാനം കരകയറുന്നതേയുള്ളൂ. ജനങ്ങൾക്ക് തങ്ങളെ സംരക്ഷിക്കാനും സേവിക്കാനുമുള്ള സ്ഥാപനങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥ. മോദി തന്റെ സ്ഥാനക്കയറ്റം ആഘോഷിച്ചില്ല. പകരം കൈകൾ മടക്കി കെട്ടി ജോലി തുടങ്ങി. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിച്ചു. ഇരകളോട് സംസാരിച്ചു. രാത്രി വൈകിയും ഫയലുകൾ പരിശോധിച്ചു. ഓരോ ഉദ്യോഗസ്ഥനിൽ നിന്നും വകുപ്പിൽ നിന്നും ഉത്തരവാദിത്വം ആവശ്യപ്പെട്ടു. ഭുജിൽ കാര്യങ്ങൾ നേരെയാവാൻ തുടങ്ങി. 2002 ഫെബ്രുവരി 27 രാവിലെ അയോധ്യയിൽ നിന്ന് മടങ്ങുകയായിരുന്ന തീർത്ഥാടകർ സഞ്ചരിച്ച സബർമതി എക്സ്പ്രസ് ട്രെയിൻ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ ആക്രമിക്കപ്പെട്ടു. ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടാൻ ശ്രമിക്കവേ മുസ്ലിം ജനക്കൂട്ടം അതിനെ ആക്രമിച്ചു എന്നായിരുന്നു ആരോപണം. ട്രെയിനിന്റെ S6 കോച്ച് അഗ്നിക്കിരയായി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 59 പേർ ആ അഗ്നിയിൽ വെന്തു മരിച്ചു. കരിഞ്ഞ മൃതദേഹങ്ങൾ പലതും തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം വികൃതമായിരുന്നു. ഗോദ്ര സംഭവം ദുരന്തം എന്നതിലുപരി രാഷ്ട്രീയമായും വർഗീയമായും സ്ഫോടനാത്മകമായി. മണിക്കൂറുകൾക്കുള്ളിൽ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന വ്യാപകമായി ബന്ദിന് ആഹ്വാനം ചെയ്തു. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും അക്രമാസക്തവും രക്തരൂഷിതവുമായ വർഗീയ കലാപങ്ങളിലൊന്നാണ് ആ ബന്ദിനിടെ സംഭവിച്ചത്. മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ ഗോദ്രയിൽ നിന്ന് കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ അഹമ്മദാബാദിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തു. സോള സിവിൽ ഹോസ്പിറ്റലിലേക്ക് ഒരു വിലാപയാത്രയായി മൃതദേഹങ്ങൾ കൊണ്ടുവന്നു. അവിടെ വലിയ ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു. ഈ നടപടി പല നിരീക്ഷകരുടെയും വിമർശകരുടെയും അഭിപ്രായത്തിൽ വർഗീയ സംഘർഷങ്ങൾ ആളിക്കത്തിക്കുകയും പ്രതികാരത്തിന് വളക്കൂറുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. മോദിയുടെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം സുതാര്യതയുടെയും പൊതു ഉത്തരവാദിത്വത്തിന്റെയും വിഷയമായിരുന്നു. അദ്ദേഹത്തിന്റെ വിമർശകർക്ക് ഇത് പ്രകോപനം ലക്ഷ്യമിട്ടുള്ള ആസൂത്രിത രാഷ്ട്രീയ നടപടിയായിരുന്നു. അടുത്ത ദിവസം 2002 ഫെബ്രുവരി 28 അഹമ്മദാബാദിന് അന്നോളം മനസ്സിലാക്കാൻ കഴിയാതിരുന്ന വണ്ണം ആ നഗരം മാറി. ഗോദ്രയ്ക്ക് പ്രതികാരം എന്ന പേരിൽ മുസ്ലിം പ്രദേശങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, വീടുകൾ, ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിലേക്ക് ജനക്കൂട്ടം ഇരച്ചു കയറി. കലാപകാരികൾ നിർദാക്ഷിണ്യം കൊള്ളയടിക്കുകയും കത്തിക്കുകയും കൊല്ലുകയും ചെയ്തു. അഹമ്മദാബാദ്, വഡോദര, ഗുജറാത്തിന്റെ മറ്റു ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെ നഗരങ്ങളിൽ സുരക്ഷിതമെന്ന് കരുതിയ സ്വന്തം വീടുകളിൽ കയറി മനുഷ്യരെ കൂട്ടക്കൊല ചെയ്തു. കലാപത്തിന്റെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളിലൊന്ന് അഹമ്മദാബാദിലെ ഗുൽബർഗ് സൊസൈറ്റിയിലായിരുന്നു. മുൻ പാർലമെന്റ് അംഗം എഹ്സാൻ ജാഫ്രി സായുധരായ ജനക്കൂട്ടം ഹൗസിംഗ് സൊസൈറ്റി വളഞ്ഞപ്പോൾ സഹായത്തിനായി പോലീസിനെ വിളിച്ച് തന്റെ അയൽക്കാരെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ അപേക്ഷകൾക്ക് മറുപടി ലഭിച്ചില്ല. ജനക്കൂട്ടം ഗേറ്റുകൾ തകർത്ത് കൂട്ടക്കൊല നടത്തി. ജാഫ്രിയെ വലിച്ചിഴിച്ച് മർദ്ദിക്കുകയും ജീവനോടെ കത്തിക്കുകയും ചെയ്തു. ഗുൽബർഗിൽ അന്ന് 69 പേർ കൊല്ലപ്പെട്ടു. അവരിൽ പലരും കുട്ടികളായിരുന്നു. കത്തിക്കരിഞ്ഞ മാംസത്തിന്റെ രൂക്ഷഗന്ധവും ഒരിക്കലും പൊറുക്കാനാവാത്ത നിലവിളികളും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നു. സംസ്ഥാനത്തുടനീളം സമാനമായ രംഗങ്ങൾ അരങ്ങേറി. സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്യുകയും അംഗഭംഗം വരുത്തുകയും മരിക്കാൻ ഉപേക്ഷിക്കുകയും ചെയ്തു. കുട്ടികളെയും വെറുതെ വിട്ടില്ല. മുഴുവൻ കുടുംബങ്ങളും തീജ്വാലകളിൽ അപ്രത്യക്ഷമായി. ചിലർ ഹിറ്റ്ലറിന്റെ ഗെറ്റോകളെ ഓർമ്മിപ്പിക്കുന്ന അഭയാർത്ഥി ക്യാമ്പുകളിൽ എത്തിച്ചേർന്നു. ഏകദേശം 1,50,000 ആളുകൾ. അവരിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങൾ. സ്വന്തം വീടുകളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും കുടിയിറക്കപ്പെട്ടു. ക്യാമ്പുകൾ താൽക്കാലികമായിരുന്നു. ആശ്വാസമോ ഭക്ഷണമോ സുരക്ഷയോ കാര്യമായി നൽകിയില്ല. അതിജീവിച്ചവർക്ക് മുറിവുകൾ മാത്രമല്ല, വേദനയിൽ കുതിർന്ന കഥകളും ഉണ്ടായിരുന്നു. ഔദ്യോഗിക സർക്കാർ കണക്കുകൾ പ്രകാരം 1044 പേർ മരിച്ചു. 790 മുസ്ലിങ്ങളും 254 ഹിന്ദുക്കളും. സ്വതന്ത്ര മനുഷ്യാവകാശ സംഘടനകളും പത്രപ്രവർത്തകരും മരണസംഖ്യ 2000-ലധികം വരുമെന്ന് കണക്കാക്കി. ഔദ്യോഗിക കണക്കുകളും ഫീൽഡ് റിപ്പോർട്ടുകളും തമ്മിലുള്ള വ്യത്യാസം കലാപത്തിന്റെ 1000 മുഖങ്ങളുള്ള വിവാദങ്ങളിൽ ഒന്നായി അവശേഷിക്കുന്നു. അക്രമത്തിന്റെ വ്യാപ്തി, അത് പടർന്ന വേഗത, ആക്രമണങ്ങളുടെ ക്രൂരമായ സ്വഭാവം എന്നിവ ഗുജറാത്ത് സർക്കാരിന് കലാപത്തിലുള്ള പങ്കിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തി. പോലീസ് എന്തുകൊണ്ട് സമയത്ത് ഇടപെട്ടില്ല? ആയുധധാരികളായ സംഘങ്ങളെ എന്തുകൊണ്ട് ഒത്തുകൂടാൻ അനുവദിച്ചു? ഇത് വർഗീയ രോഷത്തിന്റെ ഒരു സ്വാഭാവിക പ്രകടനമായിരുന്നോ, അതോ രാഷ്ട്രീയ ഒത്താശയുടെ ആസൂത്രണം ചെയ്ത വംശഹത്യയോ? സംസ്ഥാന സർക്കാരിന്റെ തലവൻ എന്ന നിലയിൽ നരേന്ദ്രമോദി ഓഡിറ്റ് ചെയ്യപ്പെട്ടു. കലാപത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ഭരണകൂടം 26 പ്രധാന നഗരങ്ങളിൽ കർഫ്യൂ ഏർപ്പെടുത്തുകയും അക്രമം തടയാൻ കണ്ടാലുടൻ വെടിവെക്കാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഈ നിർദ്ദേശങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ പാലിക്കാൻ ഉദ്ദേശിച്ചുള്ളവയായിരുന്നില്ല. ജനക്കൂട്ടം കൊള്ളയടിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഉദ്യോഗസ്ഥർ കാഴ്ചക്കാരായി നിന്നുവെന്നും ചിലപ്പോഴെങ്കിലും സജീവമായി പങ്കെടുത്തുവെന്നും ഇരകൾ വിവരിച്ചു.
ലോകം മുഴുവനുമുള്ള മനുഷ്യാവകാശ സംഘടനകൾ നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തി. അദ്ദേഹം കൂട്ടക്കൊലയ്ക്ക് കണ്ണടച്ചുവെന്നും ആസൂത്രിത രാഷ്ട്രീയ തന്ത്രമെന്ന നിലയിൽ കലാപത്തിന് അനുമതി നൽകിയെന്നും അവർ ആരോപിച്ചു. ആരോപണങ്ങൾ മോദി ശക്തമായി നിഷേധിച്ചു. അക്രമം തടയാനും ക്രമസമാധാനം പുനഃസ്ഥാപിക്കാനും തന്റെ ഭരണകൂടം തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്തു. 3 ദിവസത്തിനുള്ളിൽ അക്രമം തടഞ്ഞിരുന്നില്ലെങ്കിൽ അത് അനിശ്ചിതമായി തുടരുമായിരുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. യാഥാർത്ഥ്യം കൂടുതൽ അവ്യക്തവും സങ്കീർണവുമായിരുന്നു. കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിരവധി കമ്മീഷനുകൾ രൂപീകരിച്ചു. അതിലെ പ്രധാനപ്പെട്ട ഒന്നായ നാനാവതി കമ്മീഷൻ നരേന്ദ്രമോദിക്ക് ക്ലീൻ ചിറ്റ് നൽകി. അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള പങ്കാളിത്തത്തിന് തെളിവുകളൊന്നുമില്ലെന്നാണ് കമ്മീഷൻ കണ്ടെത്തിയത്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, ആംനസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള സ്വതന്ത്ര സംഘടനകളുടെ റിപ്പോർട്ടുകൾ കൂടുതൽ ഭീകരമായ ചിത്രം വരച്ചുകാട്ടി. സംസ്ഥാന സംവിധാനം അക്രമം തടയുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് മാത്രമല്ല, ചില സന്ദർഭങ്ങളിൽ അതിനെ സഹായിക്കുകയും ചെയ്തുവെന്ന് അവർ ആരോപിച്ചു. കലാപം നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ യാത്രയിലെ ഒരു വഴിത്തിരിവായി മാറി. അദ്ദേഹത്തിന്റെ അനുയായികളുടെ കണ്ണിൽ അഭൂതപൂർവമായ പ്രതിസന്ധി ഘട്ടത്തിൽ വേഗത്തിൽ പ്രതികരിച്ച ഒരു ദൃഢനിശ്ചയമുള്ള നേതാവായിരുന്നു മോദി. വിമർശകരെ സംബന്ധിച്ചിടത്തോളം മോദി ഒരു കൂട്ടക്കൊലയുടെ ശില്പിയായിരുന്നു. മതപരമായ ദേശീയതയുടെയും ഭൂരിപക്ഷവാദത്തിന്റെയും അപകടകരമായ കടലിൽ നീന്തുന്ന ഒരു മനുഷ്യൻ. അക്രമങ്ങൾക്ക് ശേഷം സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള രാഷ്ട്രീയക്കാരിൽ നിന്ന് BJP നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ പങ്കാളികളായ ദ്രാവിഡ മുന്നേറ്റ കഴകം, തെലുങ്ക് ദേശം പാർട്ടി എന്നിവയിലെ നേതാക്കളും പ്രതിപക്ഷ പാർട്ടികളും ഉൾപ്പെടെ മോദി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യമുയർന്നു. കലാപങ്ങളിൽ മോദിയുടെ പങ്കിനെക്കുറിച്ച് രാജ്യമെമ്പാടും സംവാദങ്ങൾ നടക്കുന്നതിനിടെ 2002 ഏപ്രിലിൽ ഗോവയിൽ നടന്ന BJP ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ മോദി രാജി സമർപ്പിച്ചുവെങ്കിലും സ്വീകരിക്കപ്പെട്ടില്ല. അന്താരാഷ്ട്ര പ്രതിഷേധം നിലനിൽക്കെ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ആക്ട് പ്രകാരം 2005 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മോദിക്ക് വിസ നിഷേധിച്ചു. ഈ നിയമപ്രകാരം US വിസ നിഷേധിക്കപ്പെട്ട ഏക വ്യക്തിയാണ് നരേന്ദ്രമോദി. കലാപത്തിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം 2002 ഡിസംബറിൽ നടന്ന ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മോദി BJPയെ വൻ വിജയത്തിലേക്ക് നയിച്ചു. 127 സീറ്റുകൾ. മണിനഗർ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി യതിൻ ഓസയെ പരാജയപ്പെടുത്തി 2ാം വട്ടവും ഗുജറാത്ത് മുഖ്യമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തു. ഗുജറാത്ത് കലാപങ്ങളുടെ പേരിൽ അടുത്ത 20 വർഷങ്ങൾ അന്ത്യമില്ലാത്ത നിയമയുദ്ധങ്ങളിൽ നരേന്ദ്രമോദി പ്രതിസ്ഥാനത്തു നിന്നു. ആധുനിക ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ധ്രുവീകരിക്കപ്പെട്ട അധ്യായങ്ങളിൽ ഒന്നായി 2002 ഗുജറാത്ത് കലാപം അവശേഷിക്കുന്നു. നീതിയെയും ഉത്തരവാദിത്തത്തെയും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആത്മാവിനെയും കുറിച്ച് അത് കഠിനമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. പ്രവചനാതീതമായ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തിയിൽ ആശയക്കുഴപ്പത്തിലായ ഒരു മനുഷ്യനായിരുന്നു നരേന്ദ്രമോദി. അതോ തിന്മയുടെ മുന്നിൽ നിർണായകമായി പ്രവർത്തിക്കാൻ പരാജയപ്പെട്ടൊരു നേതാവോ, അല്ലെങ്കിൽ വംശഹത്യയെ നിശബ്ദമായി അംഗീകരിച്ച ഒരാളോ? ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇന്നും ഒരു രാജ്യത്തെ വിഭജിക്കുന്നു. ധ്രുവീകരണ രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലൻ എന്ന വിശേഷണം മാറ്റിയെടുക്കാനുള്ള വർഷങ്ങളായിരുന്നു പിന്നീട്. വികസനത്തിന്റെ നായകനാവുക എന്ന തന്റെ നിത്യഹരിത രാഷ്ട്രീയ പദ്ധതിയിലേക്ക് നരേന്ദ്രമോദി പ്രവേശിച്ചു. വർഗീയ കലാപങ്ങളുടെ മുറിപ്പാടുകളിൽ നിന്ന് കരകയറാൻ പാടുപെടുന്ന ഒരു സംസ്ഥാനത്തിനും ജനങ്ങൾക്കും മോദിയുടെ അടുത്ത നീക്കം ധീരമായിരുന്നു. ശ്രദ്ധ ധ്രുവീകരണത്തിൽ നിന്ന് പുരോഗതിയിലേക്കും അക്രമത്തിൽ നിന്ന് കാഴ്ചപ്പാടുകളിലേക്കും മാറ്റുക. ഗുജറാത്ത് ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രവും ക്ഷേത്രങ്ങൾക്കും ആത്മീയ പ്രഭാവത്തിനും പേരുകേട്ട നഗരവുമായ ഗാന്ധിനഗറിൽ മോദി ഒരു വിവാദ നടപടി സ്വീകരിച്ചു. സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച 200-ലധികം ക്ഷേത്രങ്ങൾ പൊളിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. വിശ്വഹിന്ദു പരിഷത്ത് ഇതിനെതിരെ പരസ്യ സമരത്തിനിറങ്ങി. മോദിയുടെ ബുൾഡോസറുകൾ മുന്നോട്ട് നീങ്ങി. മോദിയുടെ ഭരണത്തിന്റെ ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നിരുന്ന VHP ഇപ്പോൾ തങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന അതേ വ്യക്തിയുമായി വിയോജിപ്പിലായി. സംഘടനയിലെ നേതാക്കൾ പൊളിച്ച നീക്കലുകളെ ഹിന്ദുവിരുദ്ധമെന്ന് അപലപിച്ചു. എന്നാൽ മോദി കുലുങ്ങിയില്ല. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഒരു വലിയ ലക്ഷ്യത്തിലേക്കായിരുന്നു. ഗുജറാത്തിനെ അടിസ്ഥാന സൗകര്യങ്ങളുടെയും ശുചിത്വത്തിന്റെയും നിക്ഷേപത്തിന്റെയും ഒരു വിളക്കുമാടമാക്കി മാറ്റുക. മോഡൽ സ്റ്റേറ്റ് പദവി നേടുക. മോദി അപ്പോൾ മുതൽ RSSന്റെ തണലിലുള്ള ഹിന്ദുത്വ നേതാവ് മാത്രമായിരുന്നില്ല. അദ്ദേഹം സ്വയം ഗുജറാത്തിന്റെ CEO ആയി പുനഃസ്ഥാപിക്കുകയായിരുന്നു. ഒരു സംരംഭകന്റെ നിശ്ചയദാർഢ്യവും രാഷ്ട്രതന്ത്രജ്ഞന്റെ ദീർഘവീക്ഷണവുമുള്ള ഒരാൾ. ഗ്രാമീണ മേഖലകളിൽ 24 മണിക്കൂറും 3 ഫേസ് കണക്ഷനോടെ വൈദ്യുതി വിതരണം ഉറപ്പാക്കുന്ന വിപ്ലവകരമായ പദ്ധതിയായ ജ്യോതിഗ്രാം യോജന മോദി ആരംഭിച്ചു. കാർഷികേതര വൈദ്യുതി ഫീഡറുകൾ വേർതിരിച്ചു. ഈ പരിപാടി ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ, പ്രത്യേകിച്ച് കർഷകരെ മാറ്റിമറിച്ചു. ഈ ഗവേണൻസ് നടപ്പാക്കിയതിലൂടെ അദ്ദേഹം ഭരണപരമായ സുതാര്യതയും കാര്യക്ഷമതയും വർദ്ധിപ്പിച്ചു. സുവിധ യോജന പോലുള്ള സംരംഭങ്ങൾ, സേവനങ്ങൾ കേന്ദ്രീകരിച്ചു. ആളുകൾക്ക് ജനന മരണ സർട്ടിഫിക്കറ്റുകൾ, റേഷൻ കാർഡുകൾ, ഭൂമിരേഖകൾ എന്നിവ ഓൺലൈനായി ലഭ്യമാക്കി. അക്കാലത്ത് ഇന്ത്യയിൽ അതൊരു അപൂർവതയായിരുന്നു. ഗുജറാത്തിനെ നിക്ഷേപ സൗഹൃദ ലക്ഷ്യസ്ഥാനമായി ഉയർത്തിക്കാട്ടുന്നതിനായി മോദി 2003 വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഇൻവെസ്റ്റർ സമ്മിറ്റുകൾ ആരംഭിച്ചു. ഈ ദിവത്സര പരിപാടികൾ ലോകമെമ്പാടുമുള്ള ബിസിനസ് നേതാക്കളെയും നിക്ഷേപകരെയും ഗുജറാത്തിലേക്ക് കൊണ്ടുവന്നു. മോദിയുടെ പ്രസംഗങ്ങൾ ആത്മവിശ്വാസവും അഭിലാഷവും നിറഞ്ഞതായിരുന്നു.
ഗുജറാത്തിനെ ആഗോള മൂലധനത്തിലേക്കുള്ള ഇന്ത്യയുടെ കവാടമായി അവതരിപ്പിച്ചു. കമ്പനികൾ ഇതിനോട് പ്രതികരിച്ചു. കോടിക്കണക്കിന് ഡോളറിന്റെ ധാരണാപത്രങ്ങൾ ഒപ്പിട്ടു. ഗുജറാത്ത് ഒരു മാനുഫാക്ചറിംഗ് സ്റ്റേറ്റ് സ്റ്റാറ്റസ് സ്വന്തമാക്കി. മോദി സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ കാര്യക്ഷമമാക്കി. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി. നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിച്ചു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഗുജറാത്തിൽ ഓട്ടോമൊബൈൽ നിർമ്മാണം, രാസവസ്തുക്കൾ, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളിൽ അതിവേഗ വളർച്ചയുണ്ടായി. 2008 ടാറ്റ മോട്ടോഴ്സ് അതിന്റെ നാനോ കാർ പദ്ധതി പശ്ചിമ ബംഗാളിൽ നിന്ന് ഗുജറാത്തിലേക്ക് മാറ്റി. ഇത് മോദിയുടെ നേതൃത്വത്തിലുള്ള കോർപ്പറേറ്റ് ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന വിശ്വാസത്തെ സൂചിപ്പിച്ചു. മോദി ഗുജറാത്തിലെ കർഷകരെ അവഗണിച്ചില്ല. അദ്ദേഹത്തിന്റെ സർക്കാർ മൈക്രോ ഇറിഗേഷൻ, കൃഷി മഹോത്സവങ്ങൾ, മണ്ണിന്റെ ആരോഗ്യ കാർഡുകൾ എന്നിവ പ്രോത്സാഹിപ്പിച്ചു. അദ്ദേഹത്തിന്റെ കീഴിൽ ഗുജറാത്തിന്റെ കാർഷിക വളർച്ച ദേശീയ ശരാശരി കവിഞ്ഞു. ഭൂമിശാസ്ത്രപരമായി ഒരു വരൾച്ചാ പ്രദേശമായ ഗുജറാത്തിന് ഇത് അത്ഭുതകരമായ നേട്ടമായിരുന്നു. സംസ്ഥാനത്തെ റോഡ് ശൃംഖലകളിലും തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങളിലും അദ്ദേഹം വലിയ തോതിലുള്ള നവീകരണങ്ങൾ നടത്തി. ഗുജറാത്തിനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കണക്ടിവിറ്റി സംസ്ഥാനങ്ങളിൽ ഒന്നാക്കി മാറ്റി. സാഗർമാല സംരംഭത്തിന് മുൻഗാമിയായ പോർട്ട് ലെഡ് ഡെവലപ്മെന്റ് പോലുള്ള പദ്ധതികൾ ഗുജറാത്തിനെ ഒരു വ്യാപാര കയറ്റുമതി കേന്ദ്രമാക്കി മാറ്റി. കന്യാ കേളവാണി യോജന, ശാലാ പ്രവേശോത്സവം തുടങ്ങിയ സംരംഭങ്ങൾ സ്കൂളുകളിൽ പെൺകുട്ടികളുടെ പ്രവേശനം വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഈ പരിപാടികൾ വൈകാരികമായ ആകർഷണത്തോടെയാണ് രൂപകൽപ്പന ചെയ്തത്. മോദി തന്നെ ഈ ഡ്രൈവുകളിൽ പങ്കെടുക്കുകയും വീടുകൾ സന്ദർശിക്കുകയും പെൺമക്കളെ പഠിപ്പിക്കാൻ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ചെക്ക് ഡാമുകൾ, കനാൽ ശൃംഖലകൾ, നദികളെ ബന്ധിപ്പിക്കൽ എന്നിവയിലൂടെ മോദി ജലസംരക്ഷണത്തിന് വലിയ ഊന്നൽ നൽകി. അദ്ദേഹത്തിന്റെ നർമ്മദ അണക്കെട്ട് പദ്ധതികൾ വരണ്ട പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളവും ജലസേചനവും എത്തിക്കാൻ ലക്ഷ്യമിട്ടു. കൃത്യമായി ഡിസൈൻ ചെയ്ത PR സംവിധാനങ്ങൾ വികസന നേട്ടങ്ങൾ രാജ്യമെമ്പാടും എത്തിച്ചിരുന്നെങ്കിലും 2002 കലാപങ്ങളുടെ നിഴലിൽ നിന്ന് മാറി ഒരു മോദിയില്ല. 2004 ദേശീയ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ മിതത്വത്തിന് പേരുകേട്ട രാഷ്ട്രതന്ത്രജ്ഞനായ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഒരു പൊതു പ്രസ്താവന നടത്തി. അത് BJPയുടെ അണികളെ ഞെട്ടിച്ചു. ഗുജറാത്ത് കലാപത്തിന് ശേഷം പ്രധാന വോട്ടർ ഗ്രൂപ്പുകളിൽ BJPക്ക് വിശ്വാസ്യത നഷ്ടപ്പെട്ട കാര്യം സൂചിപ്പിച്ച് അദ്ദേഹം പറഞ്ഞു, കലാപത്തിന് ശേഷം മോദിയെ നീക്കം ചെയ്യാതിരുന്നത് ഒരുപക്ഷെ ഞങ്ങളുടെ തെറ്റായിരിക്കാം. അതൊരു കടുത്ത ശാസനയായിരുന്നു, ഒരു വിധി നിർണയിക്കുന്ന നിമിഷം. നേരത്തെ മോദിയോട് രാജധർമ്മം പാലിക്കാൻ ഉപദേശിച്ച വാജ്പേയി ഇപ്പോൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നതിന്റെ രാഷ്ട്രീയ നഷ്ടം പരസ്യമായി പറഞ്ഞിരിക്കുന്നു. ഇത് നരേന്ദ്രമോദി അക്കാലത്ത് ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്ന രാഷ്ട്രീയ പദ്ധതിയെ അപകടത്തിലാക്കി. ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ ഭാവി അനിശ്ചിതമാക്കുന്നതാണ് വാജ്പേയിയുടെ പ്രസ്താവന. പിൻവാങ്ങുന്നതിന് പകരം മോദി ഭരണത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിമർശനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം പ്രതിരോധമായിരുന്നില്ല, മറിച്ച് ഡാറ്റയായിരുന്നു. GDP വളർച്ചാ നിരക്കുകൾ, വിദേശ നിക്ഷേപം, വൈദ്യുതി ലഭ്യത, മെച്ചപ്പെട്ട സാക്ഷരതാ സ്ഥിതിവിവര കണക്കുകൾ. 2004 2007 മോദി തന്റെ പൊതുവ്യക്തിത്വം പരിഷ്കരിച്ചു. കേവലം ഒരു ഹിന്ദുത്വവാദിയായി മാത്രം കാണപ്പെടാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഒരു ശക്തനായ ആധുനികവാദിയുടെ പ്രതിച്ഛായ അദ്ദേഹം സ്വീകരിച്ചു. വളർച്ച നൽകാനും ക്രമസമാധാനം ഉറപ്പാക്കാനും തീവ്രവാദികളുടെ ഹൃദയങ്ങളിൽ ഭയം വിതയ്ക്കാനും കഴിയുന്ന ഒരാൾ. മുംബൈയിലും ഡൽഹിയിലും നടന്ന ഭീകരാക്രമണങ്ങളിൽ ഇന്ത്യ ഉലഞ്ഞപ്പോൾ പൊതുജനാഭിപ്രായം കൂടുതൽ ഉറച്ച സുരക്ഷാ കേന്ദ്രീകൃതമായ നേതൃത്വത്തിലേക്ക് മാറാൻ തുടങ്ങി. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങളിൽ പലപ്പോഴും തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരാളായി ചിത്രീകരിക്കപ്പെട്ടപ്പോൾ ഗുജറാത്തിലെ നരേന്ദ്രമോദിയാണ് ഉദാഹരണമായി എടുത്തു കാണിക്കപ്പെട്ടത്. ഈ അവസരം മോദി മുതലെടുത്തു. 2007 ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെയും 2009 ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെയും മുന്നോടിയായി മോദി കോൺഗ്രസിനെക്കുറിച്ചുള്ള തന്റെ വിമർശനം മൂർച്ച കൂട്ടി. മൻമോഹൻ സിംഗിനെ നേരിട്ട് ലക്ഷ്യമിട്ട് അദ്ദേഹത്തെ ദുർബലനും നിഷ്ക്രിയനും പൊതുജനബോധ്യം കുറഞ്ഞ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് അടിമപ്പെട്ടവനുമായി ചിത്രീകരിച്ചു. ഭീകരവാദമായിരുന്നു പ്രധാന വിഷയങ്ങളിലൊന്ന്. മോദി വിമർശനത്തിനുപയോഗിച്ച വാക്കുകൾക്ക് ഒരു മിതത്വവും കാണിച്ചില്ല. 2002 തീവ്രവാദ വിരുദ്ധ നിയമം പുനരുജ്ജീവിപ്പിക്കാനുള്ള മൻമോഹൻ സിംഗിന്റെ വൈമനസ്യത്തെ അദ്ദേഹം വിമർശിച്ചു. UPA സർക്കാർ നേരത്തെ അത് റദ്ദാക്കിയിരുന്നു. നമ്മൾ തീവ്രവാദികളെയാണോ അതോ ജനങ്ങളെയാണോ സംരക്ഷിക്കേണ്ടത്? മോദി റാലികളിൽ ആഞ്ഞടിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗം ദുർബലമായ രാഷ്ട്രീയത്തിൽ മടുത്ത വോട്ടർമാരുമായി അടുത്തു. തീവ്രവാദികളെ ഒരു പാഠം പഠിപ്പിക്കാൻ കഴിയുന്ന നേതാവ് എന്ന മോദിയുടെ പ്രതിച്ഛായ ഇന്ത്യയിലുടനീളം പ്രചാരം നേടി. 2007 ഗുജറാത്ത് തിരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോൾ അതൊരു സംസ്ഥാന തിരഞ്ഞെടുപ്പ് മാത്രമായിരുന്നില്ല, മോദിയുടെ ഹിതപരിശോധനയായിരുന്നു. പലരും അസഹിഷ്ണുവായി കണ്ടിരുന്ന ഒരു വ്യക്തിയെ തുടർന്നും പിന്തുണയ്ക്കുമോ അതോ തഴയുമോ? ഫലം വന്നു. 182 സീറ്റുകളിൽ 117 നേടി. കൂടുതൽ ശക്തമായ ജനവിധിയോടെ മോദി മുഖ്യമന്ത്രിയായി തിരിച്ചെത്തി. 2007 നരേന്ദ്രമോദി കർമ്മയോഗ് എന്ന പേരിൽ 101 പേജുള്ള ഒരു പുസ്തകം രചിച്ചു. ശുചീകരണ തൊഴിലാളികളുടെ, പ്രത്യേകിച്ച് വാൽമീകി സമുദായത്തിലെ തൊഴിലാളികളുടെ ജീവിതവും കടമകളുമാണ് ഈ പുസ്തകം വിശദീകരിച്ചത്. മനുഷ്യവിസർജ്യം കൈകൊണ്ട് വൃത്തിയാക്കുക എന്ന ചരിത്രപരമായി ഏറ്റവും മനുഷ്യത്വരഹിതമായ ജോലിക്ക് നിയോഗിക്കപ്പെട്ട ദളിത് ഉപജാതിയാണ് വാൽമീകി സമൂഹം. ഈ പുസ്തകത്തിൽ വാൽമീകി സമൂഹത്തിലെ തൊഴിലാളികൾ തങ്ങളുടെ ജോലിയെ ഒരു
ആത്മീയ അനുഭവമായാണ് കരുതുന്നത് എന്ന് മോദി എഴുതി. ഈ നിരീക്ഷണങ്ങൾ ദളിത് നേതാക്കൾക്കും പ്രവർത്തകർക്കുമിടയിൽ വിവാദവും അസ്വസ്ഥതയും സൃഷ്ടിച്ചു. ജാതി അടിസ്ഥാനമാക്കിയുള്ള അടിച്ചമർത്തലിനെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമമായാണ് അവർ ഈ പരാമർശങ്ങൾ വ്യാഖ്യാനിച്ചത്. പ്രതികരണങ്ങൾ പെട്ടെന്നുണ്ടായി. ചിലർക്ക് മോദിയുടെ വാക്കുകൾ ജോലിയുടെ അന്തസ്സ് അംഗീകരിക്കാനുള്ള ആത്മാർത്ഥമായ, എന്നാൽ ഒരുപക്ഷെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ശ്രമം മാത്രമായിരുന്നു. മറ്റുള്ളവർക്ക് അവ ഇന്ത്യൻ സമൂഹത്തെ ഇപ്പോഴും വേട്ടയാടുന്ന ആഴത്തിലുള്ള ജാതിപരമായ പക്ഷപാതങ്ങളുടെ പ്രതീകമായിരുന്നു. ഈ സമ്പ്രദായം ഇല്ലാതാക്കാൻ ശക്തമായി പ്രവർത്തിക്കാതെ മനുഷ്യവിസർജ്യം കൈകൊണ്ട് വൃത്തിയാക്കുന്നവരുടെ ജോലിയെ മഹത്വവൽക്കരിക്കുന്നത് തലമുറകളെ മനുഷ്യത്വരഹിതമാക്കിയ ഒരു വ്യവസ്ഥയെ വിശദീകരിക്കുന്നതിന് തുല്യമാണെന്ന് വിമർശകർ വാദിച്ചു. എന്നിട്ടും മോദി ഈ കൊടുങ്കാറ്റിൽ കുലുങ്ങിയില്ല. അദ്ദേഹം ഒരു ക്ഷമാപണമോ വിശദീകരണമോ നൽകിയില്ല. 2007 ജൂലൈ ആയപ്പോഴേക്കും ചുരുക്കം ചില ഇന്ത്യൻ രാഷ്ട്രീയക്കാർക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന രാഷ്ട്രീയ നാഴികക്കല്ല് മോദി പിന്നിട്ടു. ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അദ്ദേഹം തുടർച്ചയായി 2063 ദിവസം പൂർത്തിയാക്കി. ആ പദവിയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിക്കുന്ന വ്യക്തി. ഇത് ഒരു സ്ഥിതിവിവരക്കണക്ക് മാത്രമല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അതിജീവനത്തിന്റെയും തന്ത്രജ്ഞതയുടെയും അദ്ദേഹത്തിന്റെ പേരിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾക്കിടയിലും അധികാരം ഏകീകരിക്കാനുള്ള കഴിവിന്റെയും തെളിവായിരുന്നു. ഒരു RSS പ്രചാരകനിൽ നിന്ന് ഇന്ത്യയിലെ സാമ്പത്തികമായി ഏറ്റവും ചലനാത്മകമായ സംസ്ഥാനങ്ങളിൽ ഒന്നിന്റെ തലവനായി മാറിയ അദ്ദേഹത്തിന്റെ യാത്ര പ്രതിരോധശേഷിയെയും തന്റെ കാഴ്ചപ്പാടിനോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയെയും പ്രതിഫലിപ്പിച്ചു. 2007 അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടി മികച്ച ഭൂരിപക്ഷം നേടി. 182 സീറ്റുകളിൽ 122 എണ്ണത്തിലും വിജയിച്ചു. ഈ വിജയം ഗുജറാത്തിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവെന്ന നിലയിൽ മോദിയുടെ സ്ഥാനമുറപ്പിച്ചു. BJPയുടെ ദേശീയ ഘടനയിൽ വളർന്നുവരുന്ന ഒരു ശക്തിയായും അദ്ദേഹത്തെ മാറ്റി. ജനങ്ങളെ അണിനിരത്താനും സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കാനും സ്വയം സംരക്ഷകനും പരിഷ്കർത്താവുമായി അവതരിപ്പിക്കാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവ് കേരളം മുതൽ കാശ്മീർ വരെ അംഗീകരിക്കപ്പെട്ടു. ഗുജറാത്ത് PR വകുപ്പിന്റെ പരസ്യങ്ങൾ ഇടതടവില്ലാതെ എല്ലാ ഇന്ത്യൻ പ്രാദേശിക ഭാഷാപത്രങ്ങളിലും പ്രസിദ്ധീകരിക്കപ്പെട്ടു. മൂന്നാം ഊഴത്തിലും മോദി മാറിയില്ല. സമ്പന്ന ഗുജറാത്ത് വ്യാപാരികളെ തന്നിലേക്ക് അദ്ദേഹം അടുപ്പിക്കുന്നത് ഈ കാലത്താണ്. മോദി അധികാരമേൽക്കുമ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മുകേഷ് അംബാനി ഇന്ത്യൻ വ്യവസായത്തിന്റെ മുഖമായിരുന്നു. പെട്രോകെമിക്കൽസ്, ഊർജ്ജം എന്നീ മേഖലകളിൽ റിലയൻസിന് ഗുജറാത്തിൽ ദീർഘകാല തന്ത്രപരമായ താൽപ്പര്യങ്ങളുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറികളിലൊന്നായ ജാംനഗർ റിഫൈനറി ഗുജറാത്തിന്റെ സാമ്പത്തിക രംഗത്ത് റിലയൻസിന്റെ പങ്കാളിത്തത്തിന് തെളിവാണ്. മോദി സർക്കാർ റിലയൻസിനെ ഹൈ പ്രയോറിറ്റി നിക്ഷേപകനായി അംഗീകരിക്കുകയും പിന്തുണ നൽകുകയും ചെയ്തു. മോദിയുടെ കീഴിലുള്ള സംസ്ഥാന നയങ്ങൾ, ലളിതമായ വ്യവസായ അനുമതികൾ, ഏകജാലക ക്ലിയറൻസുകൾ, നിക്ഷേപക സംഗമങ്ങൾ എന്നിവ റിലയൻസിനെ പോലുള്ള വമ്പന്മാരെ ആകർഷിക്കാനും നിലനിർത്താനും വേണ്ടി രൂപകൽപ്പന ചെയ്തവയായിരുന്നു. ഈ ബന്ധം പരസ്പരം പ്രയോജനപ്പെടുന്ന ഒന്നായിരുന്നു. മോദി ഒരു ബിസിനസ് സൗഹൃദ അന്തരീക്ഷം ഒരുക്കിയപ്പോൾ റിലയൻസ് തൊഴിലവസരങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, സാമ്പത്തിക മുന്നേറ്റം എന്നിവ വാഗ്ദാനം ചെയ്തു. 2003 ആരംഭിച്ച വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടികൾ ഈ ബന്ധം വളർത്തുന്നതിനുള്ള ഒരു സ്ഥിരം വേദിയായി മാറി. ഓരോ ഉച്ചകോടിയും ഒരു സാധാരണ ബിസിനസ് മീറ്റിംഗ് എന്നതിലുപരി ഒരു വലിയ ആഘോഷവും മോദിയുടെ അഭിലാഷത്തിന്റെ പ്രതീകവുമായിരുന്നു. മുകേഷ് അംബാനി ഈ പരിപാടികളിൽ പതിവായി പങ്കെടുക്കുന്ന ഒരു പ്രധാന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം വെറും ഔപചാരികമായിരുന്നില്ല, അതൊരു അംഗീകാരമായിരുന്നു. ഇത് എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് മോദിക്ക് നന്നായി അറിയാമായിരുന്നു. ഞാനിവിടെ നിക്ഷേപിക്കാൻ വന്നതല്ല, ഒരിക്കൽ ഒരു വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിയിൽ അംബാനി പറഞ്ഞു. മോദിയുടെ കാഴ്ചപ്പാടിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് വന്നത്. ആ പ്രസ്താവനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. മൂലധനത്തിന്റെ ഭാഷ മനസ്സിലാകുന്ന ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ ഗുജറാത്ത് ബിസിനസ്സിനായി തുറന്നുകൊടുത്തിരിക്കുന്നു എന്ന് കോർപ്പറേറ്റ് ലോകത്തിന് അത് സൂചന നൽകി. ഈ ബന്ധം വിമർശനങ്ങൾക്കും വിധേയമായി. ഗുജറാത്തിൽ റിലയൻസിന്റെ വികസനത്തിന് പലപ്പോഴും അനുകൂലമായ ഭൂമി അനുവദിക്കലും റെഗുലേഷനുകളിൽ ഇളവുകളും ലഭിച്ചുവെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടി. തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതും GDP വളർച്ചയും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചതും ചൂണ്ടിക്കാട്ടി മോദി ഈ ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞു. നരേന്ദ്രമോദിക്കൊപ്പം ഇന്ത്യയിൽ ഗ്രാഫ് ഉയർത്തിയ വ്യവസായിയാണ് ഗൗതം അദാനി. മുന്ദ്ര പോർട്ടിനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖങ്ങളിലൊന്നായി വികസിപ്പിച്ചത് ഈ പങ്കാളിത്തത്തിന്റെ പ്രതീകമാണ്. മോദി സർക്കാർ നയപരമായ പിന്തുണയും ഭൂമിയും ലോജിസ്റ്റിക് പിന്തുണയും നൽകിയപ്പോൾ അദാനി മൂലധനം നിക്ഷേപിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുകയും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. മുന്ദ്ര താമസിയാതെ മോദിയുടെ ഗുജറാത്ത് മോഡലിന്റെ ഒരു ലൈറ്റ് ഹൗസായി മാറി. ആ ബന്ധങ്ങൾ 2014 അവസാനിച്ചില്ല. മോദിയുടെ ദേശീയ പദവിയിലേക്ക് വരെ അവ വളർന്നു. മോദിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വൈകാരികവും പ്രത്യയശാസ്ത്രപരമായി ധ്രുവീകരിക്കപ്പെട്ടതുമായ പ്രചാരണങ്ങളിൽ ഒന്നായിരുന്നു 2012 ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ്. BJPയിൽ ദേശീയ തലത്തിൽ തന്നെ ഒരു വിഭാഗം നരേന്ദ്രമോദിയെ ഇല്ലാതാക്കാനുള്ള ദൗത്യം ആരംഭിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മുസ്ലിം പുരോഹിതന്മാർ നൽകിയ തൊപ്പി ധരിക്കാൻ മോദി 2 തവണ വിസമ്മതിച്ചു. ഇത് മുസ്ലിം സമുദായത്തോടുള്ള ഒരു തിരസ്കരണമായി പരക്കെ വിലയിരുത്തപ്പെട്ടു. അദ്ദേഹത്തിന്റെ പിന്തുണക്കാർക്ക് ഇത് ആത്മാർത്ഥതയുടെയും ധിക്കാരത്തിന്റെയും പ്രവൃത്തിയായിട്ടാണ് തോന്നിയത്.
മോദി അനുനയ രാഷ്ട്രീയം കളിക്കില്ല എന്നതിന്റെ തെളിവായിരുന്നു ഇത്. അതേസമയം ദാവൂദി ബോറ മുസ്ലിം സമുദായവുമായി അദ്ദേഹം സൗഹൃദപരമായ ബന്ധം പുലർത്തി. സ്വാധീനമുള്ള ഈ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗം അവരുടെ ബിസിനസ് വൈദഗ്ധ്യത്തിനും ഗുജറാത്തിന്റെ സാമ്പത്തിക ഘടനയിലേക്കുള്ള സംയോജനത്തിനും പേരുകേട്ടതാണ്. ബോറ പരിപാടികളിൽ മോദിയുടെ സന്ദർശനങ്ങൾ, അവരുടെ നേതൃത്വവുമായുള്ള ഊഷ്മളമായ ഇടപെടലുകൾ, അവരുടെ സംഭാവനകളെ അംഗീകരിച്ച് സംസാരിക്കൽ എന്നിവ അണികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. നരേന്ദ്രമോദിയുടെ 2012 പ്രചാരണത്തിലും ഭൂരിപക്ഷ വർഗീയത അലിഞ്ഞു ചേർന്നിരുന്നു. 2001 പാർലമെന്റ് ആക്രമണത്തിൽ പങ്കുണ്ടെന്നാരോപിച്ച് ശിക്ഷിക്കപ്പെട്ട അഫ്സൽ ഗുരുവിനെക്കുറിച്ച് മോദി പലതവണ പരാമർശിക്കുകയും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ വധശിക്ഷ നടപ്പാക്കുന്നതിലെ കാലതാമസം ചോദ്യം ചെയ്യുകയും ചെയ്തു. ഗുജറാത്ത് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെ പ്രതിചേർത്ത് നിയമവിരുദ്ധമായ അക്രമാരോപണങ്ങൾക്ക് കാരണമായ സോറാബുദ്ദീൻ ഷെയ്ഖിന്റെ വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകത്തെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. ഒരുപക്ഷേ 2012 തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ വശങ്ങളിലൊന്ന് BJP ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെപ്പോലും മത്സരിപ്പിച്ചില്ല എന്നതാണ്. ആകെ ജനസംഖ്യയിൽ 9% മുസ്ലിം ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനത്ത് ഈ നീക്കം ഒരു വ്യക്തമായ പ്രസ്താവനയായിരുന്നു. മോദി ഇങ്ങനെയായിരിക്കും: വികസനം എല്ലാവർക്കു വേണ്ടിയും, അധികാരം RSSന് വേണ്ടിയും. വിമർശനങ്ങൾക്കിടയിലും ഫലങ്ങൾ മോദിയാണ് ശരിയെന്ന് വ്യക്തമാക്കി. അദ്ദേഹം തുടർച്ചയായി 3ാം തവണയും മുഖ്യമന്ത്രിയായി വിജയിച്ചു. മണിനഗർ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും 2002 കലാപങ്ങളിൽ മോദിയുടെ പങ്ക് ശക്തമായി ഉന്നയിച്ചിരുന്ന മുൻ IPS ഉദ്യോഗസ്ഥനായ സഞ്ജീവ് ഭട്ടിന്റെ ഭാര്യ ശ്വേതാ ഭട്ടിനെയാണ് പരാജയപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സ്ഥാനാർത്ഥിത്വം മോദിയുടെ ധാർമ്മിക അധികാരത്തിനു നേരെയുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായിരുന്നു. 182 സീറ്റുകളിൽ 115 സീറ്റുകൾ BJPക്ക് ലഭിച്ചു. 2007 അല്പം കുറവാണെങ്കിലും തനിച്ച് ഭരിക്കാൻ വ്യക്തമായ ഭൂരിപക്ഷമായിരുന്നു ഇത്. സാമ്പത്തിക വികസനം, മുൻപിൻ നോക്കാതെയുള്ള വ്യവസായവൽക്കരണം, ഉറച്ച നേതൃത്വം എന്നിവയാൽ സവിശേഷമായ അദ്ദേഹത്തിന്റെ ഗുജറാത്ത് മോഡൽ ഇന്ത്യയുടെ ഭാവിക്കുള്ള മാതൃകയായി ഉയർത്തിക്കാട്ടപ്പെട്ടു. BJPക്കുള്ളിൽ അടക്കംപറച്ചിലുകൾ ഉച്ചത്തിലായി. 2014 ഈ ഗുജറാത്തി ദേശീയ തെരഞ്ഞെടുപ്പ് നയിക്കുമോ? 2013 ആകുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം മടുപ്പിന്റെ അങ്ങേയറ്റത്തെത്തിയിരുന്നു. 2014 ദേശീയ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വന്നേക്കുമെന്ന് ദേശീയ മാധ്യമങ്ങളും പ്രവചിച്ചു. ഒരു ദശാബ്ദത്തോളം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA ഭരണത്തിന് കീഴിൽ അവസാന വർഷങ്ങളിൽ അഴിമതി ആരോപണങ്ങൾ ഒരു ദിവസം ഒന്നെന്ന നിലയിലായിരുന്നു. അധികാരം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ BJP തുടർച്ചയായി ചിന്തൻ ശിബിർ സംഘടിപ്പിക്കുന്നു. UPAയിലെ ഘടകകക്ഷികളെല്ലാം അസംതൃപ്തരാണ്. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ഇവരെ ഒരുമിപ്പിച്ച് നിർത്താൻ സാധിക്കുന്നില്ല. 2009 ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തോൽവിയിൽ നിന്ന് BJP കരകയറി വരുന്നതേയുള്ളൂ. മാർഗദർശക് മണ്ഡൽ അഥവാ വഴികാട്ടി സംഘം എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്ന BJPയുടെ മുതിർന്ന നേതാക്കളായ LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ജസ്വന്ത് സിംഗ് തുടങ്ങിയ പ്രമുഖർക്ക് രാജ്യം മുഴുവൻ ഇളക്കി ഒരു പ്രചരണം നടത്താനാകുമോ എന്ന് BJP സംസ്ഥാന ഘടകങ്ങൾ സംശയിച്ചു. ലാൽകൃഷ്ണ അദ്വാനി തന്നെയാണ് 2014 തെരഞ്ഞെടുപ്പിൽ BJPയെ നയിക്കാൻ സാധ്യതയുള്ള നേതാവായി ഒന്നാം നിരയിലുണ്ടായിരുന്നത്. അടൽ ബിഹാരി വാജ്പേയിയുടെ കീഴിൽ ഉപപ്രധാനമന്ത്രിയായും 2009 തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുമായിരുന്നു അദ്വാനി. വാർദ്ധക്യവും കുറഞ്ഞുവരുന്ന ജനപ്രീതിയും ഉണ്ടായിരുന്നിട്ടും പാർട്ടിയുടെ ഉന്നത തലങ്ങളിൽ അദ്വാനിയുടെ വാക്കിന് അപ്പോഴും വലിയ വിലയുണ്ടായിരുന്നു. പാർട്ടിയിലെ അദ്വാനി ഗ്രൂപ്പിന് മോദി ഒരു അസ്വസ്ഥതയായി. തങ്ങൾ വളർത്തിവിട്ട ഒന്ന് തങ്ങളെ വിഴുങ്ങാനായി ഡൽഹിയിലേക്ക് വരുന്ന ദുസ്വപ്നമാണത്. ആക്രമണാത്മക ദേശീയതയും ആകർഷകമായ വ്യക്തിത്വവും സമന്വയിപ്പിക്കുന്ന ഒരു പുതിയതരം രാഷ്ട്രീയമാണ് നരേന്ദ്രമോദിയുടെ. വിശ്വസ്തനായ പാർട്ടി പ്രവർത്തകൻ മാത്രമല്ല, അദ്ദേഹം സ്വയം ഒരു ബ്രാൻഡായി മാറിയിരിക്കുന്നു. ശതകോടികൾ ചിലവഴിച്ച് ഗുജറാത്ത് സംസ്ഥാനം രാജ്യമെമ്പാടും നൽകിയ പരസ്യങ്ങളിലൂടെ അദ്ദേഹം ചിരപരിചിത മുഖമായി. അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം, ഗുജറാത്തിലെ അധികാര കേന്ദ്രീകരണം, 2002 കലാപങ്ങൾക്ക് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ധ്രുവീകരണ സ്വഭാവം എന്നിവ പല മുതിർന്ന നേതാക്കളെയും ആശങ്കപ്പെടുത്തി. കാരണം ദേശീയ തലത്തിൽ മോദി ഒരു ഐക്യമുണ്ടാക്കുന്ന വ്യക്തിയേക്കാൾ കൂടുതൽ ഭിന്നിപ്പിക്കുന്ന വ്യക്തിയായിരിക്കുമെന്ന് അവർ ഭയന്നു. ഈ പ്രത്യയശാസ്ത്രപരമായ പിരിമുറുക്കത്തിന്റെയും തലമുറമാറ്റത്തിന്റെയും ചുറ്റുപാടിലാണ് 2014 BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചത്. BJPയുടെ ഹൃദയത്തിലാണ് അതിന്റെ പ്രത്യയശാസ്ത്രപരമായ മാതാവും ആത്മീയ അടിത്തറയുമായ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സ്ഥാനം. എല്ലാ പ്രധാന തീരുമാനങ്ങൾക്കും, പ്രത്യേകിച്ച് പാർട്ടിയുടെ ദിശ നിർണ്ണയിക്കുന്നവയ്ക്ക് RSSന്റെ പങ്ക് നിർണായകമാണ്. ചെറുപ്പം മുതൽ RSSന്റെ മുഴുവൻ സമയ പ്രചാരകനായിരുന്ന മോഡിക്ക് സംഘടനയിൽ ആഴത്തിലുള്ള വേരുകളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി, അച്ചടക്കം, പ്രത്യയശാസ്ത്രപരമായ പ്രതിബദ്ധത എന്നിവ സംഘത്തിലെ പലരുടെയും ആദരം നേടിയിരുന്നു. 2012-13 വർഷങ്ങളിൽ കോൺഗ്രസിന്റെ തകർച്ച മുതലാക്കാൻ പാർട്ടിയുടെ ഒരു ശക്തവും നിർണായകവുമായ ജനപ്രിയ മുഖം ആവശ്യമാണെന്ന് RSS അഭിപ്രായപ്പെട്ടു. പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാനും യുവജനങ്ങളെ അണിനിരത്താനും 1984 മുതൽ കൈവരിക്കാത്ത ഭൂരിപക്ഷത്തോടെ BJPയെ അധികാരത്തിലെത്തിക്കാനും കഴിയുന്ന ഒരു നേതാവിനെയാണ് അവർ മോദിയിൽ കണ്ടത്. അങ്ങനെ 2014 പൊതുതെരഞ്ഞെടുപ്പിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ആക്കം കൂടിയപ്പോൾ RSS മോദിക്ക് പിന്തുണ നൽകി. മോദിയെ പ്രചാരണത്തിന്റെ മുഖമാക്കി ഉയർത്താൻ BJP നേതൃത്വത്തിനുമേൽ സൂക്ഷ്മമായ സമ്മർദ്ദം തുടങ്ങി.
2013 ജൂണിൽ ഗോവയിൽ നടന്ന ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി യോഗത്തിലായിരുന്നു നിർണായക വഴിത്തിരിവ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പാർട്ടിയുടെ പ്രചാരണ സമിതിയുടെ തലവനായി നരേന്ദ്രമോദിയെ നിയമിച്ചത് ഇവിടെ വച്ചായിരുന്നു. സാങ്കേതികമായി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആയിരുന്നില്ലെങ്കിലും മോദി ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് നേതൃത്വം നൽകുമെന്ന് പാർട്ടിയുടെയും ആർ.എസ്.എസിന്റെയും വ്യക്തമായ സൂചനയായിരുന്നു ഇത്. എന്നാൽ ഈ പ്രഖ്യാപനം പാർട്ടിക്കുള്ളിൽ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചു. ഗോവ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന എൽ.കെ. അദ്വാനി മോദിയുടെ നിയമനം പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെ പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും രാജിവെച്ചു. തന്റെ രാജിക്കത്തിൽ അദ്വാനി പാർട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് വിലപിക്കുകയും വ്യക്തിപരമായ അജണ്ടകളിൽ ശ്രദ്ധിക്കുന്ന നേതാക്കളെക്കുറിച്ച് മോദിക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും വിമർശനമുന്നയിക്കുകയും ചെയ്തു. അദ്വാനിയുടെ രാജിയിലെ വൈകാരിക സ്വരം രാഷ്ട്രീയ സമൂഹത്തെ ഞെട്ടിച്ചു. പതിറ്റാണ്ടുകളായി അദ്വാനി ബി.ജെ.പിയുടെ പ്രത്യയശാസ്ത്രപരമായ വഴികാട്ടിയും ധാർമ്മിക ശക്തിയുമാണ്. അദ്ദേഹത്തിന്റെ രാജി പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന തലമുറമാറ്റത്തിലും അവരുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ തനിക്കുള്ള പ്രാധാന്യം കുറയുന്നതിലുമുണ്ടായ ആഴത്തിലുള്ള വേദനയെയാണ് പ്രതിഫലിപ്പിച്ചത്. ഇതൊരു വ്യക്തിപരമായ നിമിഷം കൂടിയായിരുന്നു. മോദിക്ക് അദ്വാനിയോട് വലിയ ആദരവുണ്ടായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തെ ഒരു മെന്ററായിട്ടാണ് കണ്ടിരുന്നത്. എന്നിട്ടും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്ന അതേ വ്യക്തി തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഉയർച്ചയെ എതിർക്കുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ബി.ജെ.പി. നേതൃത്വം, അന്നത്തെ പാർട്ടി പ്രസിഡന്റ് രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ അദ്വാനിയെ അനുനയിപ്പിക്കാൻ പാഞ്ഞു ചെന്നു. ആർ.എസ്.എസും ഇടപെട്ടു. ഐക്യത്തിനായി അഭ്യർത്ഥിക്കുകയും അദ്വാനിയോട് രാജി പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഒടുവിൽ അദ്ദേഹം വഴങ്ങി. 2013 വേനൽക്കാലത്ത് കോൺഗ്രസ് സർക്കാർ ഓരോ അഴിമതിയിൽ നിന്നും അടുത്തതിലേക്ക് മുങ്ങാങ്കുഴിയിടുകയും പണപ്പെരുപ്പം കുതിച്ചുയരുകയും ചെയ്യുകയായിരുന്നു. അതേസമയം മുതിർന്ന നേതാക്കളിൽ ഒരു വിഭാഗത്തിന്റെ എതിർപ്പുണ്ടായിട്ടും മോദിക്ക് പിന്നിൽ ലക്ഷക്കണക്കിന് പേർ അണിനിരന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ വലിയ ജനക്കൂട്ടങ്ങളെ ആകർഷിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിൽ മോദിയുടെ PR ടീം വിദഗ്ധമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി. കോർപ്പറേറ്റ് നേതാക്കളും മധ്യവർഗ വോട്ടർമാരും പരസ്യമായി മോദിയെ പ്രശംസിക്കാൻ തുടങ്ങി. സാധ്യതയുള്ള പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികളിൽ മോദിക്ക് ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ഉണ്ടെന്ന് സർവേകൾ കാണിച്ചു. സെപ്റ്റംബർ ആദ്യത്തോടെ എല്ലാം വ്യക്തമായിരുന്നു. 2013 സെപ്റ്റംബർ 13 ബി.ജെ.പിയുടെ ഏറ്റവും ഉയർന്ന തീരുമാനമെടുക്കുന്ന ബോഡിയായ പാർലമെന്ററി ബോർഡിന്റെ യോഗത്തിൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദിയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ആർ.എസ്.എസുമായി തീവ്രമായ ചർച്ചകൾക്കും ഫോൺ കോളുകൾക്കും ആന്തരിക ചർച്ചകൾക്കും ശേഷമാണ് പ്രഖ്യാപനം വന്നത്. തീരുമാനം വൈകിപ്പിക്കണമെന്ന് അദ്വാനിക്ക് വലിയ താൽപ്പര്യമുണ്ടായിരുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു. എന്നാൽ ബി.ജെ.പി. പ്രസിഡന്റ് രാജ്നാഥ് സിംഗ് ആർ.എസ്.എസിന്റെയും പാർലമെന്ററി ബോർഡിലെ ഭൂരിഭാഗം പേരുടെയും പിന്തുണയോടെ മുന്നോട്ടു പോയി. അതൊരു ചരിത്ര നിമിഷമായി. പ്രഖ്യാപനത്തിന് ശേഷം പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോൾ മോദി വിതുമ്പി. തന്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞു. ഭിക്ഷക്കാർക്കൊപ്പം കിടന്നുറങ്ങിയ വർഷങ്ങളെക്കുറിച്ച് പറഞ്ഞു. മോദിയുടെ നാമനിർദ്ദേശത്തോടുള്ള പ്രതികരണങ്ങൾ സമ്മിശ്രമായിരുന്നു. അദ്ദേഹത്തിന്റെ അനുയായികൾ രാജ്യമെമ്പാടും ആഘോഷിച്ചു. അതേസമയം കോൺഗ്രസ് ഈ തീരുമാനത്തെ വിമർശിക്കുകയും ഒരു ഭിന്നിപ്പിക്കുന്ന വ്യക്തിയെയാണ് തിരഞ്ഞെടുത്തത് എന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് ഇത്രയേറെ ജാഗ്രതയോടെ വീക്ഷിക്കപ്പെട്ട കാലമുണ്ടായിട്ടില്ല. തനിക്കൊപ്പമുള്ളവർ ആരെല്ലാമെന്നും ശത്രുക്കൾ ആരെല്ലാമെന്നും വേർതിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്നതിന് മുമ്പ് നരേന്ദ്രമോദി ആദ്യം ചെയ്തത്. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റിരുന്ന ഒരു മനുഷ്യന്റെ, പരമ്പരാഗത ലൂട്ടൻസ് ഡൽഹി സർക്കിളിന് പുറത്തുള്ള ഒരു മനുഷ്യന്റെ, ഒരു ദശാബ്ദത്തിലേറെയായി ഗുജറാത്ത് ഉരുക്കുമുഷ്ടിയിൽ ഭരിച്ച, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും അല്ലെങ്കിലും പ്രവർത്തിക്കുന്നവൻ എന്ന ഖ്യാതിയുള്ള ഒരാളുടെ പ്രചരണം അങ്ങനെയായിരുന്നു തുടങ്ങേണ്ടിയിരുന്നത്. രണ്ടാം ഘട്ടത്തിൽ മോഡിയുടെ മുഖം, ശബ്ദം, കഥ എന്നിവ എല്ലായിടത്തും എത്തിക്കാൻ ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചു. 1,00,000-ലേറെ സോഷ്യൽ മീഡിയ പേജുകളാണ് ഇതിനുവേണ്ടി രാപ്പകലില്ലാതെ പണിയെടുത്തത്. രാജ്യത്തുടനീളമുള്ള ബിൽബോർഡുകളിൽ അദ്ദേഹത്തിന്റെ ദൃഢമായ നോട്ടം തെളിഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ദശലക്ഷക്കണക്കിന് ആളുകളിലേക്കെത്തി. അദ്ദേഹത്തിന്റെ മുദ്രാവാക്യങ്ങൾ അസ്വസ്ഥമായ ഒരു രാജ്യത്തിന്റെ മുദ്രാവാക്യങ്ങളായി മാറി. ദിവസങ്ങൾ കഴിയുന്തോറും ഇത് കൂടുതൽ വ്യക്തമായി. ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലായിരിക്കില്ല, മോഡിയും നിലവിലുള്ള അവസ്ഥയും തമ്മിലായിരിക്കും. മോദിയുടെ പ്രചാരണം ഗുജറാത്ത് മോഡൽ ഉയർത്തിപ്പിടിച്ചു. വിമർശകർ അസമത്വം, പരിസ്ഥിതി നാശം, സ്വജനപക്ഷപാതം എന്നിവ ചൂണ്ടിക്കാട്ടി. എന്നാൽ സാധാരണക്കാർക്ക് ഈ വിമർശനങ്ങൾ മോദി വരച്ച ശക്തമായ ആഖ്യാനത്തിൽ മുങ്ങിപ്പോയി. രാജ്യത്തിനു മുന്നിൽ തന്നെ വെറുമൊരു രാഷ്ട്രീയക്കാരനായിട്ടല്ല, ഒരു പരിവർത്തന നായകനായി മോദി സ്വയം അവതരിപ്പിച്ചു. ഗുജറാത്തിൽ വിജയിച്ച, ഇപ്പോൾ രാജ്യത്തുടനീളം വിജയിക്കാൻ വാഗ്ദാനം ചെയ്യുന്ന ഒരാൾ. അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ സൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്യപ്പെട്ടു. അദ്ദേഹം വികാസ് പുരുഷൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചു. സാമ്പത്തിക വാഗ്ദാനങ്ങൾക്കപ്പുറം ഒരു വ്യക്തിപരമായ ആകർഷണം കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. മോദി തന്റെ എളിയ ഉത്ഭവത്തെക്കുറിച്ചും ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉയർന്നു വന്നതിനെക്കുറിച്ചും കഷ്ടപ്പാടുകളെക്കുറിച്ചും സ്വയം നിർമ്മിതമായ വിജയത്തെക്കുറിച്ചും സംസാരിച്ചു. വർഗപരമായ വേർതിരിവുകളും നിരാശരായ യുവാക്കളും നിറഞ്ഞൊരു രാജ്യത്ത് ഇത് ഹൃദയങ്ങളിൽ തട്ടി. അദ്ദേഹം നയങ്ങൾ മാത്രമല്ല വാഗ്ദാനം ചെയ്തത്, അദ്ദേഹം അഭിലാഷം വാഗ്ദാനം ചെയ്തു. മോഡിയുടെ ഏറ്റവും സ്ഥിരമായ പ്രചാരണ സന്ദേശങ്ങളിലൊന്ന് UPA സർക്കാരിനെതിരായ രൂക്ഷമായ വിമർശനമായിരുന്നു. അതിന്റെ പരാജയങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ഓർമ്മിപ്പിക്കാൻ അദ്ദേഹം ഓരോ അവസരവും മുതലെടുത്തു. കുപ്രസിദ്ധമായ 2G സ്പെക്ട്രം കുംഭകോണം, കൽക്കരിപ്പാടം അഴിമതി, കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി, മറ്റ് നിരവധി സാമ്പത്തിക ക്രമക്കേടുകൾ എന്നിവ അദ്ദേഹത്തിന്റെ ആയുധശാലയിലെ പ്രധാന ആയുധങ്ങളായി മാറി.
ഡൽഹി സുൽത്താനേറ്റ് എന്ന് മോദി വിശേഷിപ്പിച്ച കോൺഗ്രസ് പാർട്ടിയെ സ്വജനപക്ഷപാതം, കുടുംബാധിപത്യ രാഷ്ട്രീയം, അഴിമതി എന്നിവ ആരോപിച്ച് വിമർശിച്ചു. കോൺഗ്രസിനെ അഴിമതിയുടെ മാതാവ് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. ഗാന്ധി കുടുംബത്തെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി ലക്ഷ്യമിട്ടു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ മുദ്രാവാക്യം "നാ ഖാഊംഗ നാ ഖാനേ ദൂംഗ", ഞാൻ കൈക്കൂലി വാങ്ങില്ല, മറ്റുള്ളവരെ വാങ്ങാൻ അനുവദിക്കുകയുമില്ല എന്നതായിരുന്നു. കുംഭകോണങ്ങളും ദുർഭരണങ്ങളും അടുത്ത ജനങ്ങളുമായി ഈ മുദ്രാവാക്യം ശക്തമായി ആശയവിനിമയം നടത്തി. മോദിയിൽ അഴിമതിയെ ഉള്ളിൽ നിന്ന് ശുദ്ധീകരിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനെ പല ഇന്ത്യക്കാരും കണ്ടു. വികസനം പ്രചാരണത്തിന്റെ പ്രധാന വിഷയമായിരുന്നെങ്കിലും ഹിന്ദുത്വ ബി.ജെ.പിയുടെ തത്വചിന്തയ്ക്ക് അടിവരയിടുന്ന ഹിന്ദു ദേശീയതയുടെ പ്രത്യയശാസ്ത്രം ഒരിക്കലും പിന്നിലായിരുന്നില്ല. മോദി തന്റെ പ്രധാന പ്രസംഗങ്ങളിൽ പ്രത്യക്ഷത്തിൽ വർഗീയ പ്രസംഗങ്ങൾ ഒഴിവാക്കിയെങ്കിലും ബി.ജെ.പിയുടെ വലിയ പ്രചാരണയന്ത്രം ഇരട്ട എഞ്ചിനുമായി പ്രവർത്തിച്ചു. ഉത്തർപ്രദേശ്, ബീഹാർ, അസം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചില ഭാഗങ്ങളിൽ പ്രാദേശിക ബി.ജെ.പി നേതാക്കളും ആർ.എസ്.എസ് പോലുള്ള അനുബന്ധ സംഘടനകളും ഹിന്ദുത്വാശയങ്ങൾക്ക് ശബ്ദം നൽകി. വിവാദപരമായ പ്രസംഗങ്ങൾ, പ്രകോപനപരമായ പരാമർശങ്ങൾ, സൂക്ഷ്മമായ സൂചനകൾ എന്നിവ ഉണ്ടായിരുന്നു. ഗോസംരക്ഷണം, ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം, മതപരിവർത്തനങ്ങൾ എന്നിവ ആവർത്തിച്ചുന്നയിക്കപ്പെട്ടു. ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കുക എന്നതായിരുന്നു ആശയം, പ്രത്യേകിച്ച് മതപരമായ ജനസംഖ്യ മാറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വർഗീയ സംഘർഷങ്ങൾ നിലനിന്നിരുന്ന പ്രദേശങ്ങളിൽ. വർഗീയ ധ്രുവീകരണം ഒരു രാഷ്ട്രീയ തന്ത്രമായി മാറി, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ പോലുള്ള തന്ത്രപ്രധാനമായ മേഖലകളിൽ. 2013 മുസഫർനഗർ കലാപത്തിന്റെ അനന്തരഫലങ്ങൾ, അതിൽ ഡസൻ കണക്കിന് ആളുകൾ മരിക്കുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ബി.ജെ.പി നേതാക്കൾ ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി സർക്കാർ ന്യൂനപക്ഷങ്ങളോട് നടത്തിയെന്ന് ആരോപിക്കപ്പെട്ട അനുരഞ്ജനത്തെയും പരാമർശിച്ചു. മോദി തന്റെ പ്രധാന പ്രസംഗങ്ങളിൽ കലാപങ്ങളെ നേരിട്ട് പരാമർശിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന്റെ നിശബ്ദത തന്ത്രപരവും അതേസമയം ചെവി പൊട്ടിക്കുന്നതുമായിരുന്നു. മോദിയുടെ 2014 പ്രചാരണത്തിന്റെ ഏറ്റവും അസാധാരണമായ വശങ്ങളിലൊന്ന് അതിന്റെ വ്യാപ്തിയായിരുന്നു. അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. രാജ്യത്തുടനീളം 1000-ലധികം റാലികൾ അദ്ദേഹം അഭിസംബോധന ചെയ്തു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിദൂര കോണുകൾ മുതൽ മുംബൈയിലെ തിരക്കേറിയ തെരുവുകൾ വരെ, ഉത്തർപ്രദേശിലെ ഹൃദയഭാഗങ്ങൾ മുതൽ ഛത്തീസ്ഗഡിലെ ഗോത്രമേഖലകൾ വരെ മോദിയുടെ സാന്നിധ്യം ഒഴിവാക്കാൻ കഴിയാത്തതായിരുന്നു. അദ്ദേഹത്തിന്റെ റാലികൾ സൂക്ഷ്മമായി സംഘടിപ്പിച്ചതും വൈകാരികമായി ചാർജ് ചെയ്തതും മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയതുമാണ്. 10,000-കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ തടിച്ചുകൂടി. സ്റ്റേജ് ഡിസൈനുകളിൽ പലപ്പോഴും പ്രതീകാത്മക ഘടകങ്ങൾ ഉപയോഗിച്ചു. താമരകൾ, കാവി പതാകകൾ, വലിയ LED സ്ക്രീനുകൾ. മോദി പ്രാദേശിക ഭാഷകളിൽ പ്രസംഗങ്ങൾ നടത്തി, പ്രാദേശിക വിഷയങ്ങൾ പരാമർശിച്ചു, സാംസ്കാരിക അഭിമാനമുണർത്തി, തന്റെ എതിരാളികളെ മൂർച്ചയുള്ള വാക്കുകളാൽ ആക്രമിച്ചു. അദ്ദേഹത്തിന് നേരിട്ട് പോകാൻ കഴിയാത്ത ഇടങ്ങളിൽ വെർച്വലായിപ്പോയി. 3D ഹോളോഗ്രാം സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മോദി ഒരേ സമയം നിരവധി സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. ഡിജിറ്റൽ പ്രചരണം ഇത്രയേറെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രീയക്കാരൻ ഒരുപക്ഷെ മോദിയായിരിക്കാം. അദ്ദേഹത്തിന്റെ ടീം ട്വിറ്റർ, ഫേസ്ബുക്ക്, യൂട്യൂബ്, വാട്സാപ്പ് എന്നിവയിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകളുമായി സംവദിച്ച ഒരു അത്യാധുനിക ഓൺലൈൻ നെറ്റ്വർക്ക് പ്രവർത്തിപ്പിച്ചു. പ്രചരണ ഹാഷ്ടാഗുകൾ ദേശീയതലത്തിൽ ട്രെൻഡിംഗ് ആയി. ശ്രദ്ധാപൂർവം എഡിറ്റ് ചെയ്ത വീഡിയോകളും മീമുകളും ആയിരക്കണക്കിന് പങ്കിടപ്പെട്ടു. കൂടുതൽ യുവജനങ്ങൾ ഓൺലൈനിൽ വരുന്നൊരു രാജ്യത്ത് ഈ ഡിജിറ്റൽ പ്രചരണം അദ്ദേഹത്തിന് ഒരു വലിയ മുൻതൂക്കം നൽകി. പ്രചാരണം വളരെ വലുത് മാത്രമല്ലായിരുന്നു, അത് ചിട്ടപ്പെടുത്തിയതായിരുന്നു. ഡാറ്റ അനലിസ്റ്റുകൾ, സാങ്കേതിക വിദഗ്ധർ, ഇമേജ് കൺസൾട്ടന്റുകൾ, ഇവന്റ് പ്ലാനർമാർ, ഒരു വലിയ സന്നദ്ധ സേന എന്നിവ മിലിട്ടറി അച്ചടക്കത്തോടെ പ്രവർത്തിച്ചു. ഇത് വോട്ടുകൾ നേടുന്നതിനെക്കുറിച്ച് മാത്രമല്ലായിരുന്നു, ഒരാഖ്യാനം, ഒരു തരംഗം, മോഡി അനിവാര്യനാണെന്ന ഒരു വികാരം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചായിരുന്നു. 2014 തെരഞ്ഞെടുപ്പിനെ നിർവചിച്ച ഒരു വാചകമുണ്ടെങ്കിൽ അത് ഇതാണ്: അബ് കി ബാർ മോദി സർക്കാർ. ഈ തവണ ഒരു മോദി സർക്കാർ. ലളിതവും ആകർഷകവും അനന്തമായി ആവർത്തിക്കാൻ കഴിയുന്നതുമായ ഇത് പ്രചാരണത്തിന്റെ ഗാനമായി മാറി. ടിവിയിലും റേഡിയോയിലും ഉച്ചഭാഷിണികളിലും സ്മാർട്ട് ഫോണുകളിലും ഇത് മുഴങ്ങി. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഇത് പ്രതിധ്വനിച്ചു. എല്ലായിടത്തും ഇന്ത്യ തീരുമാനമെടുത്തതായി തോന്നി. നഗരങ്ങളിലെ പ്രൊഫഷണലുകൾ മുതൽ ഗ്രാമീണ കർഷകർ വരെ, യുവ വിദ്യാർത്ഥികൾ മുതൽ മധ്യവയസ്കരായ വ്യവസായികൾ വരെ, നിരാശരായ കോൺഗ്രസ് വോട്ടർമാർ മുതൽ ജീവിതകാലം മുഴുവൻ മനംമാറ്റമില്ലാത്തവർ വരെ, നരേന്ദ്രമോദി എന്തോ പുതിയതും ശക്തവും പരീക്ഷിക്കാൻ കൊള്ളാവുന്നതുമായ ഒന്നിനെ പ്രതിനിധീകരിക്കുന്നുവെന്ന തോന്നലുണ്ടാക്കി. പ്രചാരണം അവസാനിക്കാറായപ്പോഴേക്കും ബി.ജെ.പിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതിലും വലുതായ ഒന്നായി അത് രൂപാന്തരപ്പെട്ടു. മാറ്റത്തെക്കുറിച്ചുള്ള, സ്വത്വത്തെക്കുറിച്ചുള്ള, അഭിലാഷത്തെക്കുറിച്ചുള്ള ഒരു ദേശീയ ജനഹിത പരിശോധന. ബി.ജെ.പിയുടെ യന്ത്രസാമഗ്രികളെ ആർ.എസ്.എസിന്റെ താഴെ തലത്തിലുള്ള പ്രവർത്തകർ ശക്തിപ്പെടുത്തി. അവർ നിശബ്ദമായി ബൂത്ത് തലത്തിൽ അണിനിരന്നു, ഉയർന്ന പോളിംഗ് ഉറപ്പാക്കി. കോൺഗ്രസ് പാർട്ടി അതിവേഗം പിന്നോട്ടു പോവുകയായിരുന്നു. അവരുടെ പ്രചരണം മങ്ങി. അവരുടെ നേതാവ് രാഹുൽ ഗാന്ധി പ്രവർത്തകരെ പ്രചോദിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു. അവരുടെ മുദ്രാവാക്യങ്ങൾക്ക് ഊർജ്ജം കുറവായിരുന്നു. അവരുടെ കാഴ്ചപ്പാട് ഭൂതകാലത്തിൽ കുടുങ്ങിയതായി തോന്നി. ഇതിന് വിപരീതമായി മോദി ഇന്ത്യയുടെ ധീരവും കരുത്തുറ്റതും ആധുനികവുമായൊരു കാഴ്ചപ്പാട് വാഗ്ദാനം ചെയ്തു. 2014 മെയ് 16 ഫലങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അത് ആ പുതുമയുടെ രാഷ്ട്രീയ ഭൂകമ്പം ആധികാരികമായി വെളിപ്പെടുത്തി. ബി.ജെ.പി ഒറ്റയ്ക്ക് 282 സീറ്റുകൾ നേടി, ഒരു വ്യക്തമായ ഭൂരിപക്ഷം. 3 ദശാബ്ദത്തിനിടെ ഒരു പാർട്ടിക്കും നേടാൻ കഴിയാത്ത ഒന്ന്. NDA സഖ്യം 330 സീറ്റുകൾ കടന്നു. കോൺഗ്രസ് പാർട്ടി തകർന്നു, കേവലം 44 സീറ്റുകൾ മാത്രം.
ഈ പരിവർത്തനം ഉത്തർപ്രദേശിലായിരുന്നു ഏറ്റവും കൂടുതൽ ദൃശ്യമായത്. 80 പാർലമെന്ററി സീറ്റുകളുള്ള ഈ സംസ്ഥാനത്ത് സവർണ ഹിന്ദുക്കൾ ഒന്നിച്ച് മോദിക്കായി വോട്ട് ചെയ്തു. എന്നാൽ പല നിരീക്ഷകരെയും അത്ഭുതപ്പെടുത്തിയത് മുസ്ലിം വോട്ടർമാരുടെ ഇടയിലുണ്ടായ ചെറിയതും എന്നാൽ പ്രാധാന്യമുള്ളതുമായ വർധനമാണ്. ഏകദേശം 10% മുസ്ലിം വോട്ടർമാർ ബിജെപിക്ക് വോട്ട് ചെയ്തു. ഇത് പരമ്പരാഗത തിരഞ്ഞെടുപ്പ് സർവേകളെ വെല്ലുവിളിക്കുന്നൊരു കണക്കായിരുന്നു. 1947 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം ജനിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. 1950 അദ്ദേഹം ജനിച്ചത്. ഇത് ചരിത്രപരമായി വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ ആരോഹണം ഒരു തലമുറ മാറ്റത്തേക്കാൾ കൂടുതലാണ്. ബ്രിട്ടീഷ് കീഴടങ്ങലിന്റെ ഓർമ്മകളോ കൊളോണിയൽ ഭൂതകാലവുമായി വൈകാരിക ബന്ധങ്ങളോ ഇല്ലാത്ത ഒരാളാണ് ഇപ്പോൾ ഇന്ത്യയെ നയിക്കുന്നത്. പകരം സ്വാതന്ത്ര്യത്തിൽ ജനിച്ച, പോരാട്ടങ്ങളിൽ വളർന്ന, ലോകവേദിയിൽ തന്റേതായ സ്ഥാനം നേടാൻ ഉത്സുകനായ ഒരു ഇന്ത്യയെയാണ് മോദി പ്രതിനിധീകരിച്ചത്. അദ്ദേഹം ഭൂതകാലത്തെക്കുറിച്ചുള്ള ഗൃഹാതുരതയോടെ പിന്നോട്ട് നോക്കുകയായിരുന്നില്ല, ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് നോക്കുകയായിരുന്നു. 2014 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഉത്തർപ്രദേശിലെ വാരണാസിയിലും ഗുജറാത്തിലെ വഡോദരയിലും മത്സരിക്കാനുള്ള മോദിയുടെ തീരുമാനം തന്ത്രപരമായിരുന്നു. അദ്ദേഹത്തിന്റെ ജന്മനാടായ വഡോദര സ്വാഭാവികമായും അദ്ദേഹത്തിന് വോട്ട് ചെയ്യും. എന്നാൽ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ജീവനുള്ള നഗരങ്ങളിലൊന്നും ഹിന്ദു നാഗരികതയുടെ ആത്മീയ ഹൃദയവുമായ വാരണാസിക്ക് കൂടുതൽ ആഴത്തിലുള്ള പ്രാധാന്യമുണ്ടായിരുന്നു. വാരണാസിയെ തിരഞ്ഞെടുത്തതിലൂടെ മോദി സ്വയം ഒരു പുണ്യഭൂമിശാസ്ത്രവുമായി അണിനിരക്കുകയും ഇന്ത്യൻ സംസ്കാരത്തിന്റെ പുരാതന വേരുകളെ ഉണർത്തുകയും ഭാവിയിലേക്കുള്ള ഒരു ആധുനിക വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. 2 മണ്ഡലങ്ങളിലെയും അദ്ദേഹത്തിന്റെ പ്രചാരണങ്ങൾ ലക്ഷങ്ങളെ ആകർഷിച്ചു. വാരണാസിയിൽ ഗംഗാനദിയെയും ക്ഷേത്രങ്ങളെയും നഗരത്തിന്റെ പ്രതിരോധശേഷിയുടെ ആത്മാവിനെയും അദ്ദേഹം സ്മരിച്ചു. അവിടെ ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെയാണ് അദ്ദേഹം നേരിട്ടത്. 3,71,784 വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിൽ മോദി വിജയിച്ചു. വഡോദരയിൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഇതിലും വലുതായിരുന്നു. കോൺഗ്രസ് പാർട്ടിയിലെ മധുസൂദൻ മിസ്ട്രിയെ നേരിട്ട മോദി 5,70,128 വോട്ടുകൾക്ക് വിജയിച്ചു. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയഭൂരിപക്ഷങ്ങളിൽ ഒന്നായിരുന്നു ഇത്. 2 സീറ്റുകളിലും വിജയിച്ചെങ്കിലും അദ്ദേഹം വാരണാസി നിലനിർത്താനും വഡോദര ഉപേക്ഷിക്കാനും തീരുമാനിച്ചു. ഈ തീരുമാനം ഒരു സന്ദേശമായിരുന്നു. വാരണാസിയെ സ്വീകരിക്കുന്നതിലൂടെ മോദി ഇന്ത്യയുടെ ആത്മീയവും നാഗരികവുമായ ആത്മാവിനോടുള്ള തന്റെ പ്രതിബദ്ധത വെളിപ്പെടുത്തി. അദ്ദേഹം ഒരു മണ്ഡലത്തെ മാത്രമല്ല, ഒരു ആദർശത്തെയാണ് സേവിക്കാൻ പ്രതിജ്ഞയെടുത്തത്. പാരമ്പര്യത്തിന്റെയും ആധുനികതയുടെയും സാംസ്കാരിക അഭിമാനത്തിന്റെയും സാമ്പത്തിക അഭിലാഷത്തിന്റെയും സംയോജനം. 2014 മെയ് 26 നടന്ന അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നയതന്ത്രപരമായ സൂചനകൾ കൊണ്ടും സമ്പന്നമായിരുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ഉൾപ്പെടെയുള്ള സാർക്ക് രാജ്യങ്ങളിലെ ഭരണാധികാരികളെ ചടങ്ങിലേക്ക് ക്ഷണിച്ചു. 11 വർഷമായി മോഡിയുടെ ദശാബ്ദങ്ങളുടെ നിഴൽ നമ്മുടെ മേലുണ്ട്. പക്ഷേ ഇന്ത്യക്ക് മോഡിയെ മടുക്കുന്നില്ല എന്നത് ഈ മഹാരാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ മറ്റൊരു സൗന്ദര്യമായിരിക്കാം. വഡ്നഗറിലെ റെയിൽവേ പ്ലാറ്റ്ഫോമിലെ ഒരു സാധാരണ ചായവാലയിൽ നിന്ന് ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറിയ നരേന്ദ്രമോദിയുടെ ജീവിതം അഭിലാഷങ്ങളുടെ ഒരു പാഠപുസ്തകമാണ്. സന്യാസിയാവാൻ ആഗ്രഹിച്ച് വീട് വിട്ടിറങ്ങി, ഭിക്ഷക്കാർക്കൊപ്പം ഉറങ്ങി, ക്ഷേത്രങ്ങളിലെ നിവേദ്യം കഴിച്ച്, എല്ലായിടത്തും തിരസ്കരിക്കപ്പെട്ട് തന്നോടൊപ്പം ഒരു പാർട്ടിയെ വളർത്തിയ പഞ്ചതന്ത്രം കഥ. ഇതിനിടെ നിരവധി കൊടുങ്കാറ്റുകൾ നേരിട്ടു. തന്റെ അനുയായികൾക്ക് അദ്ദേഹം ഒരു ആധുനിക വിശ്വഗുരുവായിരുന്നു. ഇന്ത്യയുടെ നഷ്ടപ്പെട്ട അഭിമാനവും നാഗരിക വേരുകളും ഉണർത്തിയ ഒരു സന്യാസി, യോദ്ധാവ്. തന്റെ വിമർശകർക്ക് അദ്ദേഹം ഭൂരിപക്ഷ ദേശീയതയെക്കുറിച്ച് വാദിച്ച് വിയോജിപ്പുകളെ അടിച്ചമർത്തി ജനാധിപത്യ ഇടങ്ങളെ ഇല്ലാതാക്കുന്നയാളാണ്. എന്നാൽ ചരിത്രത്തിന് അദ്ദേഹം രണ്ടുമായിരിക്കും. കാരണം അതാണ് മഹത്തായ നേതാക്കളുടെ സ്വഭാവം. അവർ ശാന്തമായ പാതകളിലൂടെ നടക്കില്ല. എന്നാൽ ഇതിഹാസങ്ങൾ പോലും ഒരു ദിവസം അസ്തമിക്കും. അദ്ദേഹം സ്വമേധയാ വിരമിച്ചാലും അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ടാലും നരേന്ദ്രമോദിയുടെ സ്വാധീനം നിലനിൽക്കും. മോദിക്ക് മുമ്പുള്ള ഇന്ത്യയും മോദിക്ക് ശേഷമുള്ള ഇന്ത്യയും വ്യത്യസ്ത രാഷ്ട്രങ്ങളാണ്. ചരിത്രം അദ്ദേഹത്തെ ദയയോടെ വിധിക്കുമോ? അത് നിങ്ങൾ ഉപയോഗിക്കുന്ന ലെൻസിനെ ആശ്രയിച്ചിരിക്കും. വരും വർഷങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതിമകൾ സ്ഥാപിക്കപ്പെടും, ലൈബ്രറികൾക്ക് പേര് നൽകപ്പെടും, ഡോക്യുമെന്ററികൾ നിർമ്മിക്കപ്പെടും. എന്നാൽ അദ്ദേഹത്തിനുള്ള ഏറ്റവും സത്യസന്ധമായ സ്മാരകം പാഠപുസ്തകങ്ങളിൽ രേഖപ്പെടുത്തപ്പെടില്ല. മറിച്ച് ഒരു ചെറിയ ഇന്ത്യൻ ഗ്രാമത്തിലെ ഒരു കുട്ടിയുടെ നിശബ്ദമായ നിശ്ചയദാർഢ്യത്തിലായിരിക്കും. വലിയ സ്വപ്നങ്ങൾ കാണുന്ന, വികാസിനെക്കുറിച്ച് സംസാരിക്കുന്ന, ഒന്നും അസാധ്യമല്ലെന്ന് വിശ്വസിക്കുന്ന ഒരു കുട്ടി, ഒരു കുഞ്ഞു നരേന്ദ്രൻ ഒരിക്കൽ ചെയ്തതുപോലെ.